കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്നോളജി ജോബുകളുടെ മുകളിൽ എഐ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്ന റിസ്കിനെ കുറിച്ചും എങ്ങനെയാണ് നമ്മൾ ആ റിസ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ ദീപു ചേട്ടനുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കമന്റിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഒരു വലിയ ശതമാനം നമുക്ക് അതിലൊക്കെ ഒരു ആങ്സൈറ്റി കാണാം, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റിയാണ്. പക്ഷേ ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു എപ്പിസോഡിൽ ആക്ച്വലി ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഞാൻ പൊതുവിൽ എൻ്റെ വീഡിയോകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ലോകം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ആയിട്ട് ചേഞ്ചുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവസരങ്ങളും എക്സ്പോണൻഷ്യൽ ആയിട്ട് മാറുന്നുണ്ട്. ഒരുപാട് അവസരങ്ങളും ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 പെർസ്പെക്റ്റീവിലാണ്. ഒന്ന് ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന ഒരുപാട് സാധ്യതകൾ, അതിനെങ്ങനെ നമ്മൾ കൈക്കലാക്കണം എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെക്നോളജിയുടെ ഗ്രോത്തിൽ ഇപ്പോൾ ഒരു വലിയ ശതമാനം ആൾക്കാരും മാറ്റം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ മാറ്റത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. മാറ്റത്തെ നല്ല അവസരമാക്കി മാറ്റിയിട്ടുള്ള ഒരു ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ഗസ്റ്റിനെ ഐ തിങ്ക് എന്നെക്കാളും നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദീപു ചേട്ടന് സാധിക്കും. അപ്പോൾ ദീപു ചേട്ടാ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് അവർ ഗസ്റ്റ്. നമ്മളിപ്പോ നോർമലി ഇപ്പോ എന്താണ് നമുക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് മുമ്പിലേക്കെന്ന് നമ്മൾ പറയുന്നത്. എന്ത് അൺസർട്ടനിറ്റിയാണ് മുമ്പിലേക്കെങ്കിലും നമുക്ക് വേൾഡിൽ ഇന്ന് തുറന്നു വെച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം മനോഹരവുമാണ്, എത്രത്തോളം വലുതുമാണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് പറ്റുന്ന ഒരു ഗസ്റ്റാണ് നമുക്കിന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ആൻഡ് ഡൊണേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ബൈമിയ കോഫി നമ്മുടെ ഒരു മലയാളിയാണ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. വെറും മലയാളി അല്ല, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയണം. അത്രയും വലിയ മൾട്ടി മില്യൺ ഡോളർ കമ്പനി ഉണ്ടാക്കാനായിട്ട് എത്ര റിസോഴ്സസ് ആവശ്യമായിട്ട് വരുമെന്ന് ആലോചിക്കുക. അത് നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം. ജിജോ സണ്ണി, ദ ഫൗണ്ടർ ഓഫ് ബൈ മി എ കോഫി, ആൻഡ് അദ്ദേഹം നമ്മുടെ വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻക്യുബേറ്റർ ആയിട്ടുള്ള വൈ കോമ്പിനേറ്ററിൽ നമ്മൾ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ചാറ്റ് ജിപിടിയും ഓപ്പണേയും എല്ലാം എൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സാം ആൽമാൻ അതിന്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇൻക്യുബേറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് സാം ആൽമാനോടൊപ്പം വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ ജിജോയോട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയാണ് ഇന്നത്തെ ഈ ചലഞ്ചിങ് വേൾഡിനകത്ത് നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെച്ച്, അതായത് ഈ ഒരു ചേഞ്ചിനെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് നൽകുക എന്നുള്ളതാണ് ജിജോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വെൽക്കം ജിജോ. Thanks, വെൽക്കം Dev. ജിജോ. Thanks so much for having me on the podcast. അപ്പൊ ജിജോ പറയൂ, എന്താണ് ഇവിടെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് ജിജോയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇന്നലെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് യു ആക്ച്വലി വാണ്ട് ടു നോ ജിജോയുടെ പെർസ്പെക്റ്റീവ്. എൻ്റെ 2 വർഷം മുമ്പത്തെ ഒരു ചിന്താഗതിയിൽ നിന്ന് കുറേയൊക്കെ മാറി. ഞാൻ വളരെ പേടിച്ചിരുന്നു ആദ്യത്തെ ചേഞ്ച് കണ്ടപ്പോൾ. സോ ഞാൻ ചാറ്റ് ജിപിടി ഇറങ്ങുന്നതിന് മുമ്പെയാണ് കണ്ടത്. വളരെ ഏളിയൊന്നുമല്ല, പക്ഷേ ചാറ്റ് ജിപിടി ഇറങ്ങുന്ന തൊട്ട് മുമ്പെയാണ് ഞാൻ ഈ പ്രോഗ്രസ് വാച്ച് തുടങ്ങിയത്. കോപ്പി എ എന്നുള്ള ഒരു കോപ്പി റൈറ്റിംഗ് ടൂള് ആക്ച്വലി യൂസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടപ്പോൾ, അതെങ്ങനെ ഇമ്പ്രൂവ് ആവുമെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയൊരു സെൻസ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ റേറ്റ് ഓഫ് ഇമ്പ്രൂവ്മെന്റിൽ പോവുകയാണെങ്കിൽ, ആ ഒരു എക്സ്പോണൻഷ്യൽ കർവ് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും ഇറലവൻ്റ് ആവില്ലേ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ എന്നത് മാറി. കാര്യം ഞാൻ കുറേ എയുടെ കുറവുകൾ കാണുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ലോങ് ടൈം മെമ്മറി ഇല്ലാത്തത്, ലേണിങ്ങിൻ്റെ ഉം, കുറവുള്ളത്. ഉം. എനിക്കൊരു 9 മാസം പ്രായമുള്ള ഒരു കൊച്ചുണ്ട്. ഞാൻ കാണുമ്പോൾ അത് വളരെ പെട്ടെന്ന് സ്റ്റെയർ കേസ് കയറുന്നു, 2 പ്രാവശ്യം വീണിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വീഴാണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്നാണ് ലേൺ ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു പുതിയ ഫീച്ചർ അൺലോക്ക് ചെയ്യുന്ന പോലെയാണ് ആള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം. എഐ ഇപ്പോൾ ഇത്രയും 3 വർഷം കഴിഞ്ഞു, ഇത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് പോർ ചെയ്തിട്ടും ആ മോഡൽ ട്രെയിൻ ചെയ്ത് ആ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ലേണിംഗ് അത് ചെയ്യുന്നില്ല. അതിന് കോണ്ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം, ബട്ട് ഇറ്റ് ഡസൻ ലേൺ എനിത്തിങ് ന്യൂ. ഇത് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുന്ന ഒരു സാധനം ആയിട്ടില്ല. അപ്പോൾ സിവിയർ ആയിട്ട് ലാക്ക് ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പേടി കുറച്ച് കുറവുണ്ട്. കുറച്ചുകൂടി ഒരു സമാധാനം, സന്തോഷം ഒക്കെ പാടങ്ങ് ഇരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾ കുറച്ച് ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്തു അല്ലേ? എഐന്റെ ഗ്രോത്തിലും മറ്റുമൊക്കെ വരുന്ന കുറച്ച് ഗ്യാപ്പുകൾ, ആൻഡ് അത് നിങ്ങളെ പോസിറ്റീവ് ആക്കി. ഡെഫിനറ്റ്ലി. കാര്യം നമുക്ക് റൂമുണ്ട്, നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നമുക്കത് യൂസ് ചെയ്യാനും. ഞാനിപ്പോൾ ഇതിനെ കാണുന്ന ഒരു പ്രോസസ്സസ് പോലെയാണ്. നമ്മളിപ്പോൾ കൈയില്ലാത്ത ഒരാൾക്ക് ഒരു എക്സ്ട്രാ കൈ കിട്ടിയ പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു അബണ്ടൻസ് ഓഫ് ഇൻ്റലിജൻസ്, അതിൻ്റെ ലേറ്റൻസി വളരെ കുറയുന്നു. ഓൺ ഡിവൈസ് വരുന്നു. ഇപ്പോൾ ഗൂഗിൾ ജെമ്മ മോഡൽ ഇറക്കി, ആപ്പിൾ ഇൻ്റലിജൻസ് ഇറക്കി. 2 കിടിലൻ ഓൺ ഡിവൈസ് മോഡൽ നമുക്ക് അടുത്ത 6 മാസത്തിലുണ്ടാവും. ആ, ഓരോ കാര്യത്തിനും ഓരോരോ വേറെ വേറെ മോഡൽ വരുന്നു. ഞാൻ പേടിച്ച പോലെ ഒരൊറ്റ കമ്പനികളിലേക്ക് ഇത് മൊത്തം പോയില്ല. വേറെ വേറെ കമ്പനികളിലേക്ക് പോയി. കോഡിങ്ങിന് ക്ലോഡ് തകർക്കുന്നു, വീഡിയോയ്ക്ക് ഗൂഗിൾ തകർക്കുന്നു. അങ്ങനെ ഓരോന്നിലേക്ക് പോകുന്നു. സോ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് എ ടൺ ഓഫ് ടൂൾസ് അറ്റ് അവർ ഡിസ്പോസൽ റാദർ ദാൻ ഒരാൾ എല്ലാം ജയിക്കുന്നു ആൻഡ് നമ്മളൊന്നും പണിയില്ലാണ്ടാവും എന്നുള്ള സിറ്റുവേഷൻ മാറി.
ഒരു കോൺസെൻട്രേഷൻ അല്ല, പകരം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പല കമ്പനികൾ ഇതിൽ ഓരോ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാട്ട് എവർ ഹാപ്പൻസ് ഇത് എയുടെ അവസാനത്തെ കൾമിനേഷൻ അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മൈൽ സ്റ്റോൺ. അതിനകത്ത് ഇനി നെക്സ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ആക്ച്വലി ജിജോ പറയുന്ന ആ കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ഞാൻ 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 രണ്ടാളോടും കൂടെ ചോദിക്കേണ്ടുന്ന ഒരു പോയിന്റ് ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ 2-2.5 വർഷം മുൻപേ ചാറ്റ് GPT അൺലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആസ് എ സർവീസ് ആണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഇന്റലിജൻസ് കിട്ടും, പൈസ കൊടുത്താൽ ഇന്റലിജൻസ് കിട്ടും. പൈസ കൊടുക്കാനുള്ള നമ്മുടെ എബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇന്റലിജൻസിന്റെ തോതിൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന ഇന്റലിജൻസിന്റെ ക്വാളിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഫ്രീ ഇന്റലിജൻസ് തന്നെ തുടങ്ങാം. കാരണം എന്താ വെച്ചാൽ അഡോപ്ഷൻ റേറ്റിൽ വലിയ മാറ്റമുണ്ട്. ഇപ്പൊ എല്ലാവരും AI ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഉപയോഗിക്കുന്ന യൂസ് കേസുകളിൽ മാറ്റം ഉണ്ടാവും. വേർ യു സീ ലൈക്ക് ഒരാൾ ഇന്നൊരു ടീനേജർ സേ ഒരു കരിയർ സ്റ്റെപ്പിങ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ഓക്കെ, അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു അൺസർട്ടനിറ്റിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ സൈഡ്, അതായത് ഒരാൾക്ക് 10-20 വർഷമൊക്കെ എടുത്ത് നേടിയിരുന്ന ഒരു ഇന്റലിജൻസോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ടൈം സ്പാൻ ഷോർട്ടൻ ചെയ്യല്ലേ ശരിക്കും. കാരണം നമുക്ക് ഇന്റലിജൻസ് ആസ് എ സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതൊരു റാപ്പിഡ് പ്രോഗ്രസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് എങ്ങനെയായിരിക്കണം ഒരാൾ യൂട്ടിലൈസ് ചെയ്യുക, അതിന്റെ ഒരു ഫ്യൂച്ചർ. ബിക്കോസ് നിങ്ങൾ സാം ആൾട്ട്മാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ലൈക്ക് വൈസിയില്. വർക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം വൈസിയിൽ സിഇഒ ആയിരുന്നപ്പോൾ ഞാനവിടെ ബാച്ചിലുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അതായത് വൈസിയുടെ സിഇഒ ആയിട്ട് സാം ആൾട്ട്മാൻ ഉള്ള സമയത്ത് യു വർ ദർ 2019 അല്ലേ? Correct. അതെ. അപ്പോൾ എൻ്റെ ചോദ്യം, സാം ആൾട്ട്മാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് 1 പേഴ്സൺ $1 ബില്യൺ കമ്പനി എന്നുള്ള ഒരു സാധ്യത വെരി നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാകും. കാരണം ഒരു വെൽത്ത് ക്രിയേഷനിൽ ട്രഡീഷണലി ആയിരക്കണക്കിന് ആളുകളും ഒരുപാട് വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു $1 ബില്യൺ കമ്പനി ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. വാട്സപ്പിന് 10-15 പണിക്കാരെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപ വാല്യൂഷൻ ആയി. ഇൻസ്റ്റഗ്രാമിന് സിമിലർ എക്സാമ്പിൾ ആണ്. യൂട്യൂബ് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇനി ഇതുപോലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. റീസെൻ്റ്ലി ഒരു AI സ്റ്റാർട്ടപ്പ്, ഐ തിങ്ക് ബേസ് 44 സംതിങ്, ഒരു ഇസ്രായേലി സ്റ്റാർട്ടപ്പ് വന്നിട്ട് 4-5 മാസം കൊണ്ട് $100-300 ബില്യൺ അല്ല $1 മില്യൺ ആ കമ്പനി വിറ്റു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വാർത്ത എല്ലാം വായിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു പയ്യന് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? ഈ 1 പേഴ്സൺ $1 ബില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള സാം ആൾട്ട്മാൻ്റെ ഒരു വളരെ ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? വാട്സാപ്പിനൊക്കെ പുറമെ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. എത്തീറിയം അല്ലെ ബിറ്റ്കോയിൻ ഒക്കെ നോക്കുകയാണ്. എത്തീറിയം പിന്നെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. ബിറ്റ്കോയിൻ കുറേയൊക്കെ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് ആയിരുന്നു. ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സതോഷി നക്കമോട്ടോ, ഇഫ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓർ എ പേഴ്സൺ, ചിലപ്പോൾ അത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവും. 1 പേഴ്സൺ $1 ബില്യൺ കമ്പനി. ഈ AI വെച്ചത് പറ്റുമോ എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി റൈറ്റ്. ഇപ്പോൾ AI ഇല്ലാണ്ട് ആൾക്കാർക്ക് അത് പുതിയൊരു പ്രോട്ടോകോളിൽ പുതിയൊരു ഇതിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തായാലും ഉണ്ടാവും. അതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ ടു ഏർലി. കുറച്ച് നേരത്തെയാണ് അങ്ങനെ ഒരു 1 ബില്യൺ ആ നമ്പറിൽ എത്ര ഒബ്സസ്ഡ് ആണെങ്കിൽ ചെയ്യാം. ബട്ട് ഐ വുഡ് സേ ഇപ്പൊ തന്നെ 50 മില്യൺ ചെയ്യുന്ന കുറെ 1 പേഴ്സൺ ടീമുകൾ എനിക്ക് പേഴ്സണലി അറിയാം. നമ്മുടെ ഒരു ഓക്കെ. കോമ്പറ്റീറ്റർ ഉണ്ട്. ആക്ച്വലി ഒരാളാണ് ആ കമ്പനിയുടെ ARR ഇപ്പോൾ 7 മില്യൺ ARR ആണ്. ഒരൊറ്റ ആളാണ്. ബാക്കിയെല്ലാം കുറച്ച് കോൺട്രാക്ടേഴ്സിനെ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ലിറ്ററലി എന്റെ വോയിസ് നോട്ട്സിൽ ഒരു കോമ്പറ്റീറ്റർ ആണ് അദ്ദേഹം. പണ്ട് ഊബറിൽ ഓക്കെ. വർക്ക് ചെയ്യുന്ന ആളാണ്. ആള് കോഡിയും കൂടില്ല, പ്രോപ്പർ എഞ്ചിനീയർ അല്ല. ബട്ട് വൈപ്പ് കോഡ് ഇതുണ്ടാക്കി ആദ്യത്തെ ടൂള്, പിന്നെ ഗ്രോത്ത് ഉണ്ടാക്കി ചെയ്ത് ഫുള്ളി ഒരു AI ഒരു പ്രൊഡക്ടിവിറ്റി ടൂളാണ്. എന്റെ ഒരു കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞ് എന്നെ പോപ്പുലറൈസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വിജയിപ്പിക്കണ്ട. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറെ 50 മില്യൺ എക്സാമ്പിൾസ് ഓൾറെഡി ഉണ്ട്. 50 മില്യൺ ഉണ്ട്, വൈകാണ്ട് 100. 50 മില്യൺ മീൻസ് കൈൻഡ് ഓഫ് 500 കോടി വാല്യൂഷൻ ആയി. ഇറ്റ്സ് സംതിങ് അതെ വെരി ബിഗ്. അതെ അതെ എക്സാക്ട്ലി. അതെ അതെ, അതിലേക്കുള്ള പാത്വേ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പോൾ പണ്ടൊക്കെയാണ് ഒരു കമ്പനി തുടങ്ങിയാണ് കോണ്ടന്റ് എഴുതാൻ ഒരാൾ വേണം, കോപ്പറേറ്റർ വേണം. ഇപ്പൊ അത് വേണ്ട. ഇഫ് എനിത്തിങ് ഫൗണ്ടറുടെ യുക്തിക്കും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ചുണ്ടാകുന്ന ഐഡിയ എന്ന് വരുന്ന പറഞ്ഞ് നമ്മൾ ChatGPT കൊടുത്ത് ഇനി ഇത് വൃത്തിയിലൊന്ന് കോപ്പി ആക്കാൻ പറഞ്ഞാൽ അവിടെ കോപ്പിയായി. കോപ്പി റൈറ്റർ എന്നുള്ള റോൾ അവിടെ ആവശ്യമില്ല. അതേപോലെ തന്നെ കോഡിങ്ങിന് കുറച്ച് ഹെൽപ്പ് കിട്ടും. ബട്ട് തന്നെ അഗെയിൻ ഞാൻ ഇപ്പോഴും അത് ഒരു നല്ലൊരു എഞ്ചിനീയറെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്കോ അത് ആയിട്ടില്ല. ബട്ട് ഇറ്റ്സ് അസിസ്റ്റീവ് റോളിൽ പറ്റും. ഇപ്പൊ എന്റെ വൈഫ് ഈവൻ വോയിസ് നോട്ട്സിന്റെ ഫസ്റ്റ് വേർഷൻ ചെയ്ത സമയത്ത് തന്നെ കുറെ ChatGPT ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് കേഴ്സർ ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അത് പോപ്പുലർ ആയിരുന്നില്ല. ആ സമയത്ത് കോപ്പൈലറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ് ആണ്. നമുക്കൊരു വെബ് കൈയാണത്.
അപ്പോൾ ആ രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞ കോമ്പറ്റീറ്ററും ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേര് പറയാൻ ഒരു വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വേവ് എന്നാണ് കമ്പനിയുടെ പേര്. വേവ് എഐ നോട്ട് ടേക്കർ. ആളുടെ പേര് ജോഷ്. ഉം. അദ്ദേഹം ഉം. ചാറ്റ് ജിപിടി ഉപയോഗിച്ചിട്ടാണ് വേവ് ഉണ്ടാക്കിയത്. അപ്പം ഉം. വളരെയധികം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോ ഉം. ആ ഒരു നമ്മൾ ലിറ്ററലി ഒരാള് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ വളരെ എക്സ്പാൻഡ് ചെയ്തു. ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ഉം. വളരെ എളുപ്പമാണ്. ഗ്രാഫിക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. യുഐ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. മാർക്കറ്റിംഗിന് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈവൻ മെറ്റ ഇപ്പൊ ആഡിന് എഐ ആഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എഐ കോപ്പി ആയി ക്രിയേറ്റീവ്സും വൈകാണ്ട് വരുമെന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സ് ഓൾറെഡി ക്രിയേറ്റീവ്സ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞ ഉം. മാസം. വീഡിയോ ഉം. ആയിട്ടില്ല. വീഡിയോ എന്തായാലും അവർ ചെയ്യും. കഴിഞ്ഞ വർഷം സ്ട്രൈപ്പിന്റെ ഒരു ഇവന്റിൽ ഇരുന്ന സമയത്ത് മാർക്ക് സക്കർബർഗ് അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉം. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റും അതിന് എത്ര ബഡ്ജറ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി പണി ഞങ്ങൾ എടുക്കുന്നു. അതായത് ഇൻക്ലൂഡിങ് ഉം. ക്രിയേറ്റീവ് ഉണ്ടാക്കലും, വിച്ച് ഇസ് വെരി ടഫ്. ഉം. ക്രിയേറ്റീവ് ഉണ്ടാക്കുന്ന വെച്ചാൽ ചെറിയ പരിപാടിയല്ലല്ലോ. അത് ഉം. തൊട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്ത് കൺവേർഷൻ ഉണ്ടാക്കി റോആസ് പോസിറ്റീവ് ആക്കുക എന്നുള്ള കാര്യം ഫേസ്ബുക്കിന് വിട്ടു കൊടുക്കുക. ഓക്കെ. നമ്മൾ ചുമ്മാ ബജറ്റ് മാത്രം ഇട്ടാൽ മതി, ബാക്കി അവർ ചെയ്തോളും. അതെ അതെ. ദീപനത്തിലാണ് ഞാൻ ഓക്കെ. ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ദീപു ചേട്ടനോട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഇറ്റ്സ് ലൈക്ക് ജിജോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, വെരി ഈസിലി ഇന്ന് ഒരു ഫൗണ്ടർക്ക് നല്ല വിഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാൾക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റം പാരലലി റെഡി ആവുന്നുണ്ട്. അത് ലൈക്ക് വലിയ ബിഗ് ജയൻസ് ഉണ്ടാക്കുന്ന ഇൻഫ്ര ആണെന്നുണ്ടെങ്കിലും, അതല്ല ഇന്റലിജൻസ് ഇൻഫ്ര ആണെന്നുണ്ടെങ്കിലും, ബോത്ത് ആർ ഗെറ്റിംഗ് റെഡി. അപ്പൊ ഇനി എനിക്കറിയേണ്ടത്, ഇതുപോലെയുള്ള ഇതിനെ ലെവറേജ് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ലൈക്ക് ദിബുചേട്ടൻ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണല്ലോ. സോ ആ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞാൽ നന്നാവും. ഇപ്പൊ ആക്ച്വലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം സ്പേസ് എത്രത്തോളം വലുതാണ് എന്നുള്ളത്, റൈറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സ്പേസ് ഐഡന്റിഫൈ ചെയ്യുക. അത് വളരെ എന്താണ്, കൂടുതൽ ആൾക്കാർക്ക് സെയിം പ്രോബ്ലം ഉള്ള ഒരു കാര്യമാണ് എങ്കിൽ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യു ആർ എ എക്സ്പെരിമെന്റർ. പല തരം സൊല്യൂഷൻസ് വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ടുള്ള സമയം വളരെ ചുരുക്കം മതി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്ത കമ്പനിയാണ് വൈറ്റൽ വ്യൂ. വൈറ്റൽ വ്യൂവില് അമൽ ഷെയ്ഹു, ദാറ്റ് ഇസ് ഹി ഈസ് ആക്ച്വലി alone, a single person with a few interns working together, and he has built എന്താണ് നമ്മുടെ എക്സ്റേയിൽ നിന്നും ഇൻഫർമേഷൻ ഇൻസൈറ്റ്സ് ഡോക്ടർമാർക്ക് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഇന്ന് പല മെഡിക്കൽ കോളേജുകളും ഈസ് വർക്കിംഗ് വിത്ത് ഹിം. ആൻഡ് റൈറ്റ് നോ വാട്ട് ഈസ് വർക്കിംഗ് ഓൺ ഇസ്, ഈ നമ്മളുടെ എക്സ്റേയിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുന്നതിന് പകരം സാറ്റലൈറ്റ് ഇമേജറിക്കകത്ത് ഹൈപ്പർ സ്പെക്ട്രൽ ഡേറ്റാസ് അവൈലബിൾ ആണ്. ആ ഭൂമിയുടെ അതിന്റെ അനോമലി ഡിറ്റക്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് വൈൽഡ് ഫയർ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ അനോമലി ഡിറ്റക്ഷന്റെ സൊല്യൂഷൻ ഒരു ചലഞ്ച് ആയിട്ട് വെച്ചിട്ട് കുറെ കുട്ടികളായിട്ട് ഹീസ് വർക്കിംഗ് ഓൺ ദാറ്റ് ആൻഡ് ഹീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്ലോബൽ ചലഞ്ച്. അപ്പോൾ ശരിക്കും നമുക്ക് അതിന് കംപ്ലീറ്റ്ലി കോഡ് എഴുതുന്ന ആംപ് കോഡ് എന്ന് പറയുന്ന ഒരു പൈപ്പ് കോഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതിനകത്ത് അവൻ പണിയിട്ട് കൊടുക്കുന്നു, agent.md ഫയലിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവൻ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്ത് കോഡ് ബിൽഡ് ചെയ്ത് വെക്കും. സോ സൊല്യൂഷൻ എന്താണോ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ആ സൊല്യൂഷൻ പർപ്പസ് സെർവ് ചെയ്യുന്നിടത്തോളം കാലം അത് എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്തതെന്നുള്ളത് പ്രശ്നമല്ല. ആൻഡ് നമുക്ക് ആ ഒരു പ്രോബ്ലം സ്പേസ് എത്രത്തോളം വലുതാണോ അത്രത്തോളം ബിഗർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് ഒരുപാട് അംഗത്തിന്റെ നീഡില്ല. ആൻഡ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ കമ്മിങ് ഫോർവേഡ് ആൻഡ് working together with it. And Jijo might also be able to answer. ചില കുട്ടികളെ ജിജോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു മീലാണെന്ന്. എന്താണ് ജിജോ കുട്ടികളുടെ പെൻഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? കുട്ടികളല്ല, എക്സ്പേർട്സ് ആണ് അവരൊക്കെ. നമ്മളിപ്പോ ഇപ്പോ ഹാക്കർ ന്യൂസിലോ അല്ല ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും വെറ്ററൻസോ അല്ല വലിയ സീനിയർ എഞ്ചിനീയേഴ്സ് അല്ല പുതിയ പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അവർ പുതിയ ഹാക്കേഴ്സാണ്, പുതിയ റൈറ്റ് ഔട്ട് ഓഫ് കോളേജ് സ്റ്റുഡൻസോ അല്ല ഈവൻ കോളേജിൽ പോകാത്ത ആൾക്കാർ, അവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ പ്രായ എക്സ്പേർട്സ് അങ്ങനത്തെ ഒരു വ്യത്യാസത്തിന് പുറമെ ലൈക്ക് വി ഷുഡ് ലുക്ക് ഔട്ട് ഫോർ പീപ്പിൾ ഇൻ അവർ സർക്കിൾ. നമ്മളുടെ ഏരിയയിൽ ശരിക്കും AI കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നറിയാൻ പറ്റുന്ന കാര്യത്തിൽ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ, സർക്കിൾ ഇല്ലെങ്കിൽ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട്. ജസ്റ്റ് സോർട്ട് ഓഫ് ബി എ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പം അങ്ങനെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നുള്ള കണക്ഷൻ ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ദീപു പറയുന്ന എനിക്ക് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട്. 2 years ago we sort of met him, and അതിനുശേഷം ഞങ്ങളുടെ ആദ്യത്തെ ആ പ്രൊജക്റ്റിൽ he was able to make a big impact. And എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ കോളേജ് പഠിക്കായിരുന്നു, ഇപ്പോഴാണെന്ന് തോന്നുന്നു, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്. കോളേജ് ഒട്ടിയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇവൻ വർക്ക് ചെയ്യാൻ വരാൻ കൂടെ പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അദ്ദേഹത്തിന്. കാരണം വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ എന്നാൽ ഇവിടെ കൊച്ചി ഓഫീസിൽ വന്നിരുന്നിട്ട് നമ്മുടെ ടീമിന്റെ ഒപ്പം വർക്ക് ചെയ്ത് കട്ടിങ് എഡ്ജ് കാര്യങ്ങൾ നോക്കാനായിരുന്നു കാര്യം. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഒരുവിധം എഞ്ചിനീയേഴ്സിനൊക്കെ പറ്റും, പക്ഷെ നമ്മൾ ആ കട്ടിങ് എഡ്ജിൽ
ഇപ്പം എന്താ അവൈലബിലിറ്റി, എന്താ പോസിബിലിറ്റി, എവിടെ നമുക്ക് UX അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റുക, എവിടെ ബൗണ്ടറി കുറച്ചൊന്ന് നീക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ള ചോദ്യം. ഇപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിലൊക്കെ അതാണ്. എന്താ നമുക്ക് പുതിയതായിട്ട് ഓഫർ ചെയ്യാൻ പറ്റുക, ലൈക്ക് കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഇറങ്ങിയത് നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ ഗൂഗിൾ ജെമ്മയുടെ ആ ലോക്കൽ മോഡൽ ഇറക്കി. ഞാൻ വളരെ ഫാസിനേറ്റഡ് ആയി. നമ്മുടെ ഫോണിൽ 2023 ചാറ്റ് ജിപിയുടെ ഇന്റലിജൻസ് ഉള്ള ഒരു സാധനം റൺ ചെയ്യാൻ പറ്റുക, 1 GB മാത്രം മതി, ഫ്ലൈറ്റിലുള്ളപ്പോൾ ഓഫ്ലൈനിലുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ക്രേസി ടു മീ. ഞങ്ങളത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് 1 മാസം കൊണ്ട്. ഇപ്പോൾ ചാറ്റ് വേ എന്നുള്ള ആപ്പ് ചെയ്ത് ലൈക്ക് വി ആർ സോ അങ്ങനത്തെ കാര്യമാണ് എന്നെ ശരിക്കും തന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് എനിക്ക് തോന്നുന്നത് ലുക്ക് ഫോർ ഇൻ യുവർ സർക്കിൾ വെദർ പീപ്പിൾ ആർ ലൈക്ക് ഹാക്കിംഗ് ഓൺ ദിസ്. അവരത് കാശിന് വേണ്ടി ചെയ്യുന്നതല്ല, അവരത് എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുന്ന, അല്ല പഠിക്കാൻ ഞാൻ വേണ്ടി ഫണ്ടമെന്റൽ ഒന്ന് ചെയ്യുന്നത്. ഇടപെട്ടോട്ടെ. തീർച്ചയായും 2017 ജിജോ ബൈ മി എ കോഫി തുടങ്ങുന്നത്. ഞാൻ മുൻപ് ഈ വിഷയം ജിജോന്റെ ആബ്സെൻസിൽ ഞാനും ദീപു ചേട്ടനും സംസാരിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് എ ബട്ടൺ $1 മില്യൺ കമ്പനി ആയതിനെ കുറിച്ചിട്ടാണ് അന്ന് ദീപു ചേട്ടൻ എന്നോട് പറഞ്ഞത്. അതൊരു ഞാൻ അതിനെ ഒരു കളിയാക്കല്ല, ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് എ ബിഗ് ടെക്നോളജി അല്ല, ബട്ട് ദെൻ നല്ലൊരു ആശയമായിരുന്നു. നല്ല ആശയങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഇനിയുള്ള കാലത്തും ഉണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ടല്ലോ. സോ ഒരു ഒരു എങ്ങനെയാണ് ഹൗ ടു ഫൈൻഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി? അതായത് ഇപ്പൊ ഈ ടെക്കും മറ്റൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ എല്ലാം ഉണ്ടായിട്ട് ഞാൻ ഈ കളിയാക്കി പറയുന്ന ഒരു സാധനമാണ്. നമ്മള് കഴുത്തറ്റം ആഴമുള്ള വെള്ളത്തിൽ നമ്മൾ മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ മുങ്ങാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ബേസിക്കലി ഹെൽപ്ലെസ്. അവർ എണീറ്റ് നിന്നാ പ്രശ്നം തീരും. പക്ഷെ എണീറ്റ് നിക്കത്തില്ല. പകരം അവരെന്താന്ന് വെച്ചാൽ ഭയങ്കര ഹോപ്പ്ലെസ് ആവുക. പലപ്പോഴും അവർക്ക് ആ ഒരു പുതിയ തോട്ട് കൊണ്ടുവരാനൊന്നും അവർക്ക് കഴിയുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ദീപചേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഒബീഡിയൻസ് ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെ ഒന്ന് കമന്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ദീപചേട്ടന്റെ ആംഗിൾ അതിൽ വരാനുണ്ട്. അതായത് ടു മച്ച് ഒബീഡിയന്റ് ആണ്. ഈ ടു മച്ച് ഒബീഡിയൻസിന്റെ പ്രശ്നം ഇവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുന്നില്ല. സോ ഒരു ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ജിജോ. ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജിൽ നിൽക്കുന്ന സമയത്ത് അല്ലേ, കോളേജ് കഴിഞ്ഞിട്ടാണോ അതോ കോളേജിലായിരുന്നോ അന്നേരത്ത്? കോളേജ് സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടാണ് വേറെ പ്രൊജക്ട് ചെയ്ത് എന്നിട്ടാണ് ബൈ മി ഓഫ് ചെയ്തത്. ആ സമയത്ത് കോളേജ് ഒന്നുമില്ലായിരുന്നു. Yeah. ആ സമയത്ത് കോളേജില്ല. ഓക്കെ, ഫൈൻ. അപ്പോ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസുമായിട്ട് കുട്ടികൾ വരാറുണ്ട്. പക്ഷെ വെരി എന്ന് വെച്ചാൽ ടെക്നോളജിയെ കുറിച്ചൊരു ധാരണയില്ലാതെ അവർ അതൊരു അവസരമാണെന്ന് കരുതിയിട്ട്, അതായത് നമ്മുടെ ഒരു അറിവില്ലായ്മ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ധരിച്ചിട്ട് ചില കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അതിന്റെ ടെക്നിക്കൽ സൈഡ് അവർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് വിചാരിക്കും, ഈ നാട്ടിൽ മൊത്തത്തിലുള്ള പ്രശ്നം അതാണ്. എല്ലാ സ്കാമുകളുടെയും പ്രൈമറി റൂട്ട് ലാക്ക് ഓഫ് അവയർനെസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ടെക്നിക്കൽ നോഹോ ഉണ്ടാവില്ല. അപ്പോൾ അവർ അതൊരു പ്രൊഡക്റ്റാന്ന് കരുതിയിട്ട് അവർ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. പക്ഷേ ഒരു 2016, 17 ആ ഒരു സമയത്ത് അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള പോലത്തെ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്രിയേറ്റർ മാർക്കറ്റ് ഒന്നും അന്നില്ല. അത്രത്തോളം പോപ്പുലർ അല്ല. ബട്ട് ദെൻ നിങ്ങൾ അതിൽ കറക്റ്റ് ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു. അഗൈൻ വോയിസ് നോട്ട്സ് വെച്ചിട്ട് യു റിപ്പീറ്റഡ് ദാറ്റ്. അപ്പോൾ ഇതൊരു ട്രെൻഡ് ആണല്ലോ. അതായത് ഒരു ഗ്യാപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ടൂ മച്ച് ടെക്കി ആവേണ്ട ആവശ്യം ഇല്ല എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. ആൻഡ് അതിന്റെ ഒരു ഒരു ക്ലാസിക് യൂസ് കേസ് ആയിട്ടാണ് ബൈ മി എ കോഫി അന്ന് ദീപു ചേട്ടൻ എനിക്ക് പ്രസന്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ ബിഹാഫിൽ ഒന്ന് സംസാരിക്കോ, ലൈക്ക് ഹൗ യു ഫൈൻഡ് ആൻ ഐഡിയ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്? എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് എങ്ങനെയാ ഈ US ടിപ്പിംഗ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ കൾച്ചറലി പോലും നമ്മൾ ടിപ്പ് ചെയ്യാറില്ല അല്ലേ. മിക്ക കൺട്രീസും ടിപ്പ് ചെയ്യാറില്ല. അപ്പോൾ US കുറച്ച് ഓവർ ടിപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 20% മുകളിൽ ടിപ്പ് ചെയ്യുന്നു. അപ്പോൾ $60 ബില്ല് വരികയാണ്, നമ്മൾ 75 കൊടുത്തില്ലേ മോശമാണ്. ആക്ച്വലി ആ വെയിറ്റർ നമ്മളെ റൂഡായിട്ട് കുറച്ച് നോക്കുമല്ലേ. ചില സമയത്ത് ദേഷ്യപ്പെടുക വരെ ചെയ്യും, കാറിൽ പോയാൽ പോലും. എന്തിന് ഫുഡ് ടേക്ക് അവേ എടുക്കാൻ അവർക്കൊരു പണിയില്ല, ജസ്റ്റ് ബില്ല് തരുന്നുള്ളൂ. എന്നാൽ പോലും ടിപ്പ് മെഷീനിൽ ടിപ്പ് ഉണ്ടാവും 20%+. അപ്പോൾ ഈ കൾച്ചർ നമ്മുടെ നാട്ടിലില്ല. സോ ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതൊരു ലിമിറ്റഡ് വേൾഡ് വ്യൂ ആണ്. നമ്മളിപ്പോൾ ഇന്റർനെറ്റ് ഉള്ള കാലത്ത് നമ്മൾ കേരളത്തിലല്ല ജീവിക്കുന്നത്. നമ്മൾ 10-12 മണിക്കൂർ നേരം ഇന്റർനെറ്റിലാണ്. ഇന്റർനെറ്റ് ഒരു വൺ ബിഗ് ഗ്ലോബൽ ഓഡിയൻസിലാണ് ജീവിക്കുന്നത്, റൈറ്റ്? അപ്പോൾ നാട്ടിൽ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം. കാര്യം അവിടെ ഓഡിയൻസ് വളരെ ലിമിറ്റിയാണ്. നമ്മൾ ആ കൂടെ കുറച്ച് പേര് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ മാത്രം, പിന്നെ അതിനകത്ത് കുറച്ച് ആൾക്കാർ. ഇന്ത്യ ഒബ്വിയസ്ലി വലുതാണ്, പക്ഷേ എന്തിന് നമ്മളെ ലിമിറ്റ് ചെയ്യണം? അവിടെ കുറച്ച് US ഓൺലൈനുള്ള ആൾക്കാരും ഫ്രാൻസിലുള്ളവർ ഉപയോഗിച്ച് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് അവർക്ക് ഉള്ളത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഏർലി യൂസേഴ്സ് അവിടുന്നായിരുന്നോ? തീർച്ചയായിട്ടും എല്ലായിടും ഏർലി യൂസേഴ്സ് US എന്നായിരുന്നു. ആൻഡ് വേറൊരു കാര്യം ഓപ്പണായി പറയുകയാണെങ്കിൽ പേയിങ് പവർ US-നാണ് ബൈ ഫാർ. എന്നിട്ട് വളരെ ഡിസ്റ്റൻസ് സെക്കൻഡേ ഉള്ളൂ UK ആൻഡ് കാനഡ, എന്നിട്ടേ പിന്നെ ഫ്രാൻസ്, ജർമ്മനിയിലേക്ക് വരുന്നുള്ളൂ. എനിക്കിത് ഡേറ്റ അറിയാവുന്ന പറയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ.
സോ ഉം. നിങ്ങൾക്ക് കാശുണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും അമേരിക്കക്കാരന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ. അത് അല്ല, അവരാണ് ഏർലി അഡോപ്റ്റേഴ്സ്. അവർക്ക് കുറെ ഡിസ്പോസിബിൾ ക്യാഷും ഉണ്ട്. അതാണ് സത്യം. അല്ല, അമേരിക്കക്കാർ നമ്മളെക്കാൾ ടെക്കിൽ പുറകോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇഫ് എനിത്തിങ് അവരാണല്ലോ നമ്മൾ സ്കാം ചെയ്യുന്നത്. അവർ ഇങ്ങോട്ടല്ലോ സ്കാം ചെയ്യുന്നത്. അതെ. ഓക്കെ. ജിജോ പക്ഷെ ഒരു കാര്യം എന്ന് പറയാം, ജിജോ അത് മാർക്കറ്റ് ചെയ്തതായിട്ട്, മാർക്കറ്റിംഗ് ഈസ് ദ കീ അല്ലേ? അത്രയും ഇവിടുന്ന് നമ്മൾ ഒരു കാര്യം ബിൽഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാരുടെ സ്വന്തം ഇവിടെ ലോക്കലി ഉള്ള കുറെ ആൾക്കാരിലേക്ക് കച്ചവടം നടത്തുക എന്നുള്ളതാണ്. ഹൗ ഡിഡ് യു ഗ്ലോബലി മാർക്കറ്റ്? ഞാനതാ നേരത്തെ പറഞ്ഞു. എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി എന്തുകൊണ്ടോ എന്തിന് ഇവിടെ ഇറക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എല്ലായിടത്തും ഇറക്കാം. ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാം. ഇന്ത്യക്കാർ ബ്ലോക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇന്റർനെറ്റിൽ ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടെക്നോളജി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ബൈ ഡീഫോൾട്ട് ഗ്ലോബൽ ആവണം. വാട്ട് ഇഫ് ഓപ്പൺ AI യുഎസിന് മാത്രം ഉണ്ടാക്കിയിരുന്നെങ്കിലോ? എന്തൊരു ലിമിറ്റിംഗ്. ഐ വുഡ് സേ ഇറ്റ്സ് ഈവൻ റേസിസ്റ്റ് ടു നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്. ഞാൻ ഓക്കെ. ചുമ്മാ തമാശ പറഞ്ഞ കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു I don't even think about such stuff. ഇല്ല. അണ്ടർസ്റ്റുഡ്. ആയിട്ടുള്ള ആലോചിച്ച് നോക്ക്. വാട്ട് ഇഫ് ഡീപ് സീക്ക് ഇറക്കി ചൈനയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ചില ഓണ്ടർപ്രണേഴ്സ് ലൈക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള അത് ഇതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ചോരതിളപ്പില്ല. എനിക്ക് അത്രയ്ക്ക് ലൈക്ക് രാജ്യത്തോടുള്ള അതിയായ സ്നേഹം കൊണ്ട് ഇന്ത്യക്ക് മാത്രം ചെയ്യണമെന്നില്ല. ഞാൻ കുറച്ചുകൂടെ ആലോചിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസ് ഉണ്ടാവും. ഈവൻ ചെറിയ നീഷ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും കൂടെ ആകുമ്പോഴത്തേക്ക് ആ നീഷിന് വലിയ നീഷായി വരും. അത് ആ ചെറിയൊരു കാറ്റഗറി. അവിടെ ആൾക്കാർക്ക് കാശ് തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ കാശ് തന്നാൽ നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബൈമേഗോഫയുടെ എല്ലാ എഞ്ചിനീയേഴ്സും കൊച്ചിയിലും കോഴിക്കോടും കേരളത്തിന്റെ പല ഭാഗത്തായിട്ടാണ്. പുറത്തൊരൊറ്റ എഞ്ചിനീയേഴ്സ് ഇല്ല. ഡിസൈനേഴ്സ് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് ഒക്കെ പുറത്താണ്. പക്ഷെ എഞ്ചിനീയേഴ്സ് എല്ലാവരും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. 18ലോ 19ലോ കോഴിക്കോട് ഹൈലൈറ്റിലായിരുന്നു നിങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അതെ. യെസ്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ബൈ മീ കോഫി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അവര് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ബട്ട് ദെൻ ദെയർ ഓപ്പറേഷൻസ് ഒക്കെ പുറത്തോട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൈമറി കസ്റ്റമേഴ്സ് അവിടെയാണ്. ആൻഡ് റിമാർക്കബിളി നന്നായി ചെയ്യുന്ന ഒരു കമ്പനിയാന്നുള്ളത് അന്ന് അന്ന് എൻ്റെ ആൾക്കാർക്ക് ഫ്രണ്ട്സ് സംശയം പറഞ്ഞ ഉണ്ടായിരുന്നു. എന്താ ഈ ചെയ്യണെന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. കോഫി എന്ന് പറയുന്നുണ്ട്, എന്നാലും കാപ്പി വാങ്ങിക്കാനും പറ്റുന്നില്ല. കോഫി ഷോപ്പും ഇല്ല. കപ്പയാന്ന് അപ്പോഴും കപ്പയാന്ന് കരുതി. വിൽക്കുന്നുമില്ല. അതെ. ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞ വാട്ട് ഈസ് ദ ഇന്നോവേഷൻ? അത് ഒരാളുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന കാശ് മറ്റൊരാൾക്ക് എടുത്ത് കൊടുക്കുന്നതിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിന് ഇൻക്രീസ് ഇംപ്രൂവ് ചെയ്യാം. ഡൊണേറ്റ് നൗ എന്നൊരു ബട്ടൺ അവിടെ ഓൾറെഡി വെക്കാം നമുക്ക്. അതിന് പകരം ഡൊണേറ്റ് എന്ന് പറയുന്നത് ബൈ മീ കോഫി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി വെരി ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തു. ആ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്തു. ഡൊണേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെന്റ് പെർസെപ്ഷൻ ആണ്. അതെ, നമ്മളെല്ലാരെ പോലെ ചെറുപ്പം മുതലേ പല രീതിയിൽ കാശുണ്ടാക്കാൻ നോക്കിയ ആളാണ് ഞാനും. ഇപ്പം ആഡ്ന്ന് കോണ്ടന്റ് എഴുതി കൊടുത്ത്, എല്ലാം ആർട്ടിക്കിൾ എഴുതി കൊടുത്ത്, ഞാൻ 500 വേർഡിന്റെ ആർട്ടിക്കിൾ $1 എഴുതി കൊടുത്ത് ഡിജിറ്റൽ പോയിന്റ് ഫോറംസിൽ ആദ്യത്തെ കാശുണ്ടാക്കിയ, പേപ്പാലിൽ നിന്ന് $1 ചെക്ക്, ആഡ് ബ്രൈറ്റിന് $2 ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാം ട്രൈ ചെയ്തപ്പം അതിനകത്തൊരു കാര്യമാണ് ഡൊണേഷൻ. ഡൊണേഷന്റെ വലിയ കാറ്റഗറിയാണ്. അതിൽ ആൾക്കാർ ഓൾറെഡി ആ വാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ബൈ മീ കോഫി, ബൈ മീ ബിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ആ പേര് തന്നെ എടുത്തങ്ങ് ഉപയോഗിച്ച ഒരു സ്പേസിൽ ജസ്റ്റ് ഒരു ചെയ്തു തുടങ്ങിയതാ. ബട്ട് ഇത്രയും കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കിയോണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സെൻസ് ഉണ്ടായിരുന്നു. എന്ത് വേണം, എന്ത് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള. സോ അവിടെ ദീപ് ഇന്നലത്തെ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ലൈക്ക് എങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാനാണെങ്കിൽ നോക്കുക. എന്നിട്ട് അത് ഗ്ലോബലി യൂസ്ഫുൾ ആവുന്ന രീതിയിലാക്കുക. ആൻഡ് ഒബ്വിയസ്ലി കുറച്ച് ടേസ്റ്റ് വേണം കാര്യത്തിന്. എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല, ബട്ട് ടേസ്റ്റ് ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ ആദ്യം ഒരു സാധനം ഇറക്കുന്നു, ഒരു 10 പേര് ഉപയോഗിക്കുന്നു, പിന്നെ അവരുടെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ മാറ്റുന്നു, ഒരു 1000 പേരാക്കുന്നു, 10,000 പേരാക്കുന്നു, ഉപയോഗിച്ചുള്ള കുറെ പേര് ഇമെയിൽ അയക്കുന്നു, ആഡ് റൺ ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്തിട്ട് ഉപയോഗിപ്പിക്കുന്നു. ആ ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെന്താ ചെയ്യുന്നത് നോക്കുന്നു. ഈ സ്പേസിൽ 10, 100, 10, 50 പേരെ നമ്മൾ വാച്ച് ചെയ്യും, അവരുടെ ഓൺ ബോർഡിങ് നോക്കുന്നു, ഡിസൈൻ നോക്കുന്നു. വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ, നല്ല പ്ലേയേഴ്സിനെ, വിന്നേഴ്സിനെ, ആൻഡ് ദെൻ വി ട്രൈ ടു ഇമിറ്റേറ്റ് ദം ആസ് വെൽ, റൈറ്റ്? ഒന്നും ഒറിജിനൽ അല്ലല്ലോ, നമ്മൾ ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ്. സോ മേ ബി അതും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി ക്യാൻ ട്രൂലി ബിൽഡ് ഗ്ലോബൽ പ്രോഡക്ട്സ്. ഒരു MVP ഉണ്ടാക്കുന്നു, ആ MVP കൺസിസ്റ്റന്റ് ആയിട്ട് ഐട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നൈസ്. ആൻഡ് പ്രോഡക്റ്റ് സിമ്പിൾ ആക്കി വെക്കുന്ന ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. കുറെ ലെസ് ഫീച്ചേഴ്സ് ആണ് ശരിക്കും ഒരു എനിക്ക് തോന്നുന്നത് പ്രൊഡക്റ്റുകളെ സക്സസ്ഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുക, മോർ ഫീച്ചേഴ്സ് അല്ല. മറ്റേത് ആൾക്കാർക്ക് ഡിസിഷൻ മേക്കിംഗ് ബുദ്ധിമുട്ടാവുകയാണ്. കുറേ ഫീച്ചേഴ്സ് കേൾക്കുന്ന സമയത്ത്
ഒന്ന് കുറേ കേൾക്കുമ്പോ തന്നെ ഒരു സ്കാമി ഫീൽ വരും. അതായത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ പ്രൈസ് പോയിന്റിൽ. അപ്പൊ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രൈസ് പോയിന്റും ഉണ്ടാവുമല്ലോ. നമ്മൾ ചിലപ്പോൾ അമ്പിളിമാമനെ പിടിച്ചോണ്ട് വരാന്നൊക്കെ പറയും. ഏത് ₹100 വാങ്ങിയിട്ട്. അപ്പൊ അത് ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പലപ്പോഴും അത് നമ്മള് കൂടുതൽ ഓഫർ കൊടുത്താല് കൂടുതൽ സെയിൽ നടക്കാറില്ല. ലൈക്ക് എന്റെ ഒരു ഫീലാണ്. ശരിയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് പറഞ്ഞു വാട്സാപ്പില് മറ്റേ എഐ സാധനം വന്നില്ലേ? അതിനുശേഷം ഉം, വാട്സാപ്പ് ഉപയോഗിക്കാനുള്ള ഒരു മൂഡ് കുറഞ്ഞു എന്ന്. കാര്യം വാട്സാപ്പ് ഉം, ക്ലീൻ ആയിരുന്നു. അതിനിടയ്ക്ക് അവര് മെറ്റ എഐ എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോ അത് ആ ഭാഗത്തേക്ക് ആരും നോക്കുന്നില്ല. അത് കാണുമ്പോൾ ഉം, കുറച്ച് ക്ലട്ടറാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സിമ്പിൾ ചാറ്റ് ആപ്പ് വന്നാൽ ചിലപ്പോൾ അതിലേക്ക് മാറാൻ പറ്റിയേനെ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ. എനിക്കാ തോന്നി അത് ദാറ്റ് സ്പീക്സ് വോളിയൂംസ്. അതെന്റെ ഫ്രണ്ട് സൈനു ആണ് പറഞ്ഞത്. നമ്മുടെ കോഴിക്കോട് തന്നെ ഐടി കമ്പനി റൺ ചെയ്യുന്ന സൈപ്രോസസിന്റെ ഫൗണ്ടർ. എനിക്കത് വളരെ റെസൊനേറ്റ് ചെയ്തു. കുറെ പ്രൊഡക്റ്റുകള് ഫീച്ചർ ആഡ് ചെയ്താണ് മോശമാക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വേറെ പ്രൊഡക്റ്റിലേക്ക് ഉം, ഉം. ആൾക്കാര് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു 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 ക്വസ്റ്റ്യൻ കൂടി എനിക്ക് ജിജോയോട് ചോദിക്കാനുണ്ട്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോർമലി ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഇൻക്യുബേറ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങളാണ് കാണാറ്. വൈ കോമ്പിനേറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്യാവുന്ന സ്വപ്നം കണ്ട് അത് ചെയ്ത് ശരിച്ച് ഇന്ന് നിരവധി കമ്പനികൾ അതിനുശേഷം മലയാളികളായിട്ടുള്ള ആൾക്കാർ ആ ഒരു ഡ്രീം ബിഗർ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദാറ്റ് ഐഡിയ? അവിടേക്ക് നമുക്ക് ശ്രമിക്കാൻ പറ്റും, നമുക്കും അവിടെ എത്താൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. വാട്ട് ഗേവ് യു ദാറ്റ് കോൺഫിഡൻസ്? ഞങ്ങളുടെ അഞ്ചാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് നമ്മളെ അപ്രൂവ് ചെയ്തത്. ഈവൻ അതിൽ പോലും ആദ്യം ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അവർ നമ്മൾ റിജക്ട് ചെയ്തു വൈ കോമ്പിനേറ്റർ. യൂഷ്വലി വൈസ് റിജക്ട് ചെയ്താൽ പിന്നെ അപ്രൂവ് ചെയ്യാറില്ല. സോ ഞാൻ പിന്നെ ഈ സ്റ്റോറി ഷെയർ ചെയ്യാൻ പാടില്ല. അവർ പറഞ്ഞു വൈസ് അപ്രൂവ് റിജക്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഇത് ഈ അറൗണ്ട് ഞാൻ എവിടെയും ട്വീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല ഈ കാര്യം. പക്ഷേ ഞാൻ ആ പാർട്ട്നേഴ്സ് എല്ലാവരെയും 5 പേരെ CC വെച്ച് ഇമെയിൽ അയച്ചു. യു മേഡ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ഇമെയിൽ എന്റെ പേഴ്സണൽ ഇമെയിൽ ഇപ്പോഴും ഉണ്ട്. യു ഗൈസ് മേഡ് മിസ്റ്റേക്ക് ഇതുകൊണ്ടാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഒടുക്കത്തെ കോൺഫിഡൻസ്. നമുക്ക് ഏതായാലും റിജക്ട് ആയല്ലോ. ചാൻസ് ഒന്നുമില്ല. പിന്നെ ഇന്റർവ്യൂ വിളിച്ച് റിജക്ട് ആയ അടുത്ത വർഷം എന്തായാലും അപ്രൂവ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഇന്റർവ്യൂവിന് പോലും വിളിക്കില്ലെന്ന് ഞാൻ കേട്ടത്. ഫ്രം വാട്ട് ഐ സീ. അപ്പൊ ഞാൻ വെച്ചത് ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ മൈ ആസ് വെൽ ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ 2018 ഡിസംബറിൽ 20-ാം തീയതി എങ്ങാണ്ടാണ് ഒരു പാർട്ണർ ഡാൽട്ടൺ കോൾവർ. ഇപ്പൊ പുള്ളി മാനേജിംഗ് ഡയറക്ടർ എങ്ങാണ്ടായി മാറി എന്ന് തോന്നുന്നു. കുറച്ചൊന്ന് സൈഡിലേക്കായി ആക്റ്റീവ് പാർട്ണർ അല്ല. അദ്ദേഹം ഞങ്ങൾക്ക് ഇമെയിൽ അയച്ചു. ഒന്ന് വരാമോ ഒരു കോഫിക്ക് വേണ്ടിയിട്ട് വരാമെന്ന് ചോദിച്ചു. ആൻഡ് വി ജസ്റ്റ് സോർട്ട് ഓഫ് നാട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല നാട്ടിലാന്നുള്ള കാര്യം. കാര്യം പിന്നെ പുള്ളിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ വരാം, നാളെ തന്നെ വരാമെന്നെന്തോ പറഞ്ഞു. 2 ദിവസത്തിന്റെ ഗ്യാപ്പിലെങ്ങാണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് യുഎസിലേക്ക് ഫ്ലൈ ബാക്ക് ചെയ്യേണ്ടി വന്നു. ആൻഡ് ക്രിസ്മസ് തൊട്ട് മുമ്പ് സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്തു. ആൻഡ് അപ്പോഴും ഞാൻ ഇതേപോലത്തെ കുറച്ച് പഞ്ച് ഡയലോഗ് അടിച്ചത് യു വോണ്ട് റിഗ്രറ്റ് ദിസ് എന്ന് പറഞ്ഞു. അപ്പം ഡാൽട്ടൺ തിരിച്ചു പറഞ്ഞു ഐ നെവർ റിഗ്രറ്റ് മൈ ഡിസിഷൻ എന്നങ്ങ് തിരിച്ചിങ്ങോട്ട് ഡയലോഗ് അടിച്ചു. ഏതായാലും ഭാഗ്യത്തിന് ക്രിസ്മസിന്റെ തലേന്ന് അദ്ദേഹം പറഞ്ഞു യുവൻ ജാനുവരി തുറക്കുന്ന ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓബിയസ്ലി അവർ ബെറ്റ് ചെയ്യുന്ന ആൾക്കാരിലാണ്, കമ്പനിയിലൊന്നുമല്ല. ഇവൻ അവിടെ വെച്ച് നമ്മൾ ഐഡിയ വരെ മാറ്റി. ഐഡിയ ഇപ്പോൾ സക്സസ്ഫുൾ ആയില്ല, ഫെയിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആൾക്കാരിലെ ബെറ്റ് ചെയ്യുന്നത് വി ജസ്റ്റ് കീപ് ട്രൈങ് റൈറ്റ്. ഞാൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ വളരെ വ്യത്യാസം രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ചെയ്തത്. കുറെ റെക്കമെൻഡേഷൻ വാങ്ങിച്ചു. റൈസപ്പേന്റെ സിഇഒ ആ സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്തു. സ്ട്രൈപ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തു. സോ ഇതൊക്കെ 1-2 പ്രാവശ്യം ഫെയിൽ, മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറെ വഴികൾ നോക്കൂല. അങ്ങനെ ഒരു കണ്ടിന്യൂസ് അറ്റംപ്റ്റ് ആയിരുന്നു. ഒരു ഫൺ ഫാക്ട്, ഡാൽട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചത് ആ ആഴ്ചയിലായിരുന്നു. സോ ഇതിനൊക്കെ ഇടയ്ക്കാണ് അദ്ദേഹം നമ്മളെ ഇമെയിൽ അയക്കുന്നതും റീഅപ്രൂവ് ഒക്കെ ചെയ്യുന്നത്. സോ സൂപ്പർ താങ്ക്ഫുൾ. ഇത് എൻ്റെ ഒരു ക്രെഡിറ്റ് അല്ല, അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ് ആണ്. ഈ ക്രിസ്മസ് സമയത്ത് മാരേജിന്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യം നോക്കാൻ വന്ന് തിരിച്ച് ബാച്ചിലെടുത്തു. So, yeah, അതാണ് സ്റ്റോറി. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ഇതിന്റെ ഒരു ഓഡിയനായിട്ട് ഉണ്ടാവും. ദാറ്റ് ഇസ് വി ഹാവ് ടു ഗിവ് ദം കോൺഫിഡൻസ്. നമ്മൾ എന്തെങ്കിലും സ്വപ്നം കാണുന്ന സമയത്ത് ഗ്ലോബലി സ്വപ്നം കാണുകയും അതിന് പെർസെവറൻസോടുകൂടി പുഷ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ദാറ്റ് ഈസ് ഇവിടെ എന്തെന്നറിയോ ദിവ്യ ചേട്ടാ, ഇവിടെ ഒരു കോമഡിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ജിജോക്ക് ഒന്നും കൂടെ കണക്ട് ആവുന്നുണ്ടാവും. നമ്മുടെ നാട്ടില് ഈ ചപ്പാത്തി കമ്പനി ടെർഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതായത് ഇത് ഒരാൾ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു 100 കോപ്പി ഇറങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം 6 വർഷം മുൻപാണ് ശരിക്കും ഈ ടെർഫിന്റെ ഒരു ഫസ്റ്റ് വേവ് വരുന്നത്. പിന്നീട് ഇത് ഒരുപാട് വന്നു. ഇന്നിപ്പോ അതിനെ കളിയാക്കൽ തന്നെ അങ്ങനെയാണ്. ചപ്പാത്തി കമ്പനി പോലെ അല്ലെങ്കിൽ ടെർഫ് പോലെ എന്ന് പറയും. അതായത് ഇത് അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ട് ശരിക്ക് നല്ല കാര്യമാണ്. അടിപൊളി ചപ്പാത്തിയും കിടിലൻ ടർഫും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല കാര്യമാണ്. പക്ഷെ 3 പേര് അടിപൊളി ചപ്പാത്തി കമ്പനി ഉണ്ടാക്കുമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും റെപ്ലിക്കേഷനിലേക്ക് പോയിരിക്കുകയാണ്. അല്ലേ 300 ആയി. അതാണ് പ്രശ്നം. അതെ. ഇത് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ നടന്ന് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അവിടെ എന്താണെന്നറിയോ? അവിടെ എന്താ വെച്ചാ ഇതൊക്കെ എല്ലാത്തിനും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു ആശയത്തിന്റെ മേലെ എത്ര കാലം സ്പെൻഡ് ചെയ്യുന്നോ അത് നമുക്ക് അടുത്തൊരു സാധ്യതയുടെ മേലെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെ കട്ട് ചെയ്യുന്നതും കൂടിയുണ്ട്. അപ്പോ
ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു യൂത്ത് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഒരു സക്സസ്ഫുൾ പാത്ത് ആരെങ്കിലും കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു ടു മച്ച് ഒബ്സഷൻ ഉണ്ട്. നമ്മൾ ആ പാത്തിൽ തന്നെ പോകും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഒബീഡിയൻസ് ആണ്. ഇന്നലെ പറഞ്ഞ പോലെ അതൊരു ഒബീഡിയൻസ് ആണ്. അതായത് ആ പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യുക. പക്ഷേ പകരം ഇന്നൊവേറ്റീവ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിജോ ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ. അതായത് ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു. ടിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ബൈ മി എ കോഫി സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിളുകൾ നേരത്തെ ഇപ്പോൾ ദീപു ചേട്ടനും അങ്ങനത്തെ കുറേ എക്സാമ്പിളുകൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോഴും ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക് മാത്രമേ അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കാനോ ഈ രീതിയിൽ ചെയ്യാനോ കഴിയുന്നുള്ളൂ. വലിയ ഒരു ശതമാനം ആൾക്കാരും അവരുടെ തോട്ട്സ് ആർ ലിമിറ്റഡ്. അവരുടെ ഫോക്കസ് ബേസിക്കലി ടു മച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓഡിയൻസിന് ശരിക്ക് ഒരു ഹൈപ്പർ ഫോക്കസ് എന്ന് ഞാൻ പറയണില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് സിലിക്കൺ വാലിയിലൊക്കെ വലിയ ആൾക്കാരെല്ലാം അവര് ലേസർ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കാരണമാണ് അവർക്ക് $1 ബില്യൺ കമ്പനികളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മേ ബി അവര് വർക്ക് ചെയ്യുന്ന മാർക്കറ്റുകളുടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ടാവാം. ബട്ട് ദെൻ ആ ഒരു ലെവൽ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് വരാന്, അതായത് ഫ്രഷ് ഐഡിയാസ് കൊണ്ടുവരാന്, ആ ഒരു ഗ്യാപ്പ് ഐഡന്റിഫിക്കേഷൻ ഇതിലൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു കാര്യം എനിക്കതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് വെച്ചാൽ, ഒരു കാര്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യാനും, എളുപ്പമുള്ളൊരു കാര്യം ചെയ്യാനും, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യാനും, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യാനും കൈൻഡ് ഓഫ് ഈക്വൽ വർക്കാണ്. ബയോളജിക്കലി, ഫിസിക്കലി ആലോചിക്കുമ്പോൾ. എന്തായാലും ഒരു കമ്പനി തുടങ്ങണം. ആൾക്കാരെ കൂട്ടി ഒരുമിച്ചിരുത്തണം. ഒരു സാധനം ഇറക്കണം. അതിനകത്ത് കാശുണ്ടാക്കാൻ നോക്കണം. കാശുണ്ടാവാതിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കണം. ഫീഡ്ബാക്ക് വാങ്ങിക്കണം. രണ്ടിനും ഒരുവിധം ഈക്വൽ പണിയാണ്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കുറേ വളരെ സിമ്പിൾ പണികൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്കും എടുത്തിട്ടുണ്ട്. രണ്ടിനും മെന്റലി സെയിം ആണ്. ഇഫ് എനിത്തിങ് ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു അംബീഷ്യസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരു സന്തോഷമെങ്കിലും മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ ഈ ഒരു റിസർവേഷൻ, അതായത് നമുക്ക് വേൾഡ് വൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള റിസർവേഷൻ പേടിയിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതാണ് എൻ്റെ ഉത്തരം. രണ്ടിനും ഒരേ പണിയാണ്. അപ്പോൾ മൈ ആസ് വെൽ ഡു സംതിങ്. എന്തായാലും മെനക്കെട്ട് ഇറങ്ങണം. ഏതായാലും മെനക്കെട്ട് ഇറങ്ങാണ്. അതെ. ഉം. അതായത് എനിക്കൊരു പോയിന്റ് പറയാനായിട്ടുള്ളത്, ശരിക്കും നമ്മൾ എന്ത് കണ്ട് വളരുന്നു അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ശീലിക്കുന്നത്, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് എന്താണോ അവിടെ ചപ്പാത്തി കമ്പനിയാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ടർഫാണ് തുടങ്ങുന്നതെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് സ്റ്റോറി നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ തയ്യാറാവുന്നു. സോ സിലിക്കൺ വാലിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫണ്ടും വഴിയും റിസോഴ്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഇതുപോലെ ഉണ്ടായി. സോ ദാറ്റ് നെക്സ്റ്റ് പീപ്പിൾ വരുന്ന സമയത്ത് അവർക്ക് പരാജയപ്പെട്ട ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ അവിടെ ഉണ്ടാവും. അവിടെ മുകളിലാണ് അടുത്ത ആൾക്കാർ സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഉം. നമ്മളുടെ നാട്ടിൽ നിന്നും ദാറ്റ് ഈസ് വാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അല്ലേ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ എവിടേക്ക് എത്തും എന്ന് തീരുമാനിക്കാം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ എ ആർ റഹ്മാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. എ ആർ റഹ്മാൻ എന്താണ് 12-ാം വയസ്സിൽ മ്യൂസീഷ്യനായി, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ 17-ാം വയസ്സിൽ ഇത് ചെയ്തു, കമ്പ്യൂട്ടർ എടുത്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് എവിടെയായിരുന്നു എ ആർ റഹ്മാൻ? പുള്ളി ചെന്നൈയിലായിരുന്നു, അല്ലെങ്കിൽ അവിടെ സിനിമാ സംവിധായകർ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിന്റെ ഇടയിൽ ഇളയരാജയോടൊക്കെ ആ ചെറിയ പ്രായത്തിലെ സംസാരിക്കാനും ഫീഡ്ബാക്ക് എടുക്കാനായിട്ടും ചെയ്യാനായിട്ടും പറ്റുമ്പോൾ ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാനുള്ള ആ പ്രോസസ് പുള്ളി കണ്ടിട്ടുണ്ട്. ഉം. That gives പോയിന്റാണ്. do that. ഉം. ഇവിടെ നമുക്ക് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്തുന്നത് എല്ലാം ഒരു പരിധിവരെ ഇങ്ങനെ ഗ്രോ കമ്മ്യൂണിറ്റി സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന കമ്പനീസ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. അതിന്റെ നമ്മളൊപ്പം ഞാൻ- ഞാൻ ആശയം ചർച്ച പറയും. ചെയ്യുന്ന ആൾക്കാരായിരുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞോ. കാരണം കേരളത്തിൽ നിന്ന് കിട്ടില്ല നല്ല പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. സോ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളൊരു ചെറിയ സ്റ്റേറ്റ് അല്ലേ എന്തൊക്കെയായാലും. ഇത്രയും പ്രൊജക്റ്റുകൾ വരുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ദീപ് പറഞ്ഞ എക്സലന്റ് പോയിന്റ്. കാര്യം ഇതിന് സീൻസ് എന്നാ പറയാ, അല്ലെ സീനിയേഴ്സ് എന്നാ പറയാ. എന്താ ഡവിൻസിയും ബാക്കിയുള്ള ഒരുവിധം എല്ലാ പെയിന്റേഴ്സും ഒരു സമയത്ത് ഫ്ലോറൻസിൽ ആ ഇറ്റലിയിൽ അവർ വെച്ച് വന്ന കാര്യം, ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും ആ ഒരു കമ്മ്യൂണിറ്റിയും ആ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ല ആ ഒരു നോളജ് ഷെയറിങ്ങും അല്ല ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഈ എയ്പ്പിംഗ് ബിഹേവിയർ ഉണ്ടല്ലോ, ഒരു കുരങ്ങന്റെ നമ്മുടെ വളരെ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു ഇമിറ്റേറ്റ് സമ്മൺ കാണുന്നത്. പിന്നെ ആ ഒരു സ്റ്റാറ്റസ് ഗെയിം പ്ലേ ചെയ്യാനുള്ള ഒരു സംഭവം. ഒരാൾ കയറി പോകുന്ന ഒരാൾ കാർ വാങ്ങിക്കുന്നു. നമുക്ക് കാർ വാങ്ങിച്ചില്ലേ മോശമല്ലേ? ഒരാളുടെ കമ്പനി 1000 MRR അടിക്കുന്നു, നമ്മുടെ 200 MRR ആയിട്ടുള്ളൂ, മോശമല്ലേ? ഈ ഒരു കാര്യം വളരെ ഹ്യൂമൻ ആണ്. അപ്പം അവിടെയാണ് ഈ കമ്മ്യൂണിറ്റികൾ പ്ലേ ചെയ്യുന്ന റോള്. ഇപ്പൊ ഈ ഉമറിന്റെ പോഡ്കാസ്റ്റ് കേട്ട് നമ്മുടെ കുറച്ച് കമ്പനീസിനെ പരിചയപ്പെടുന്നു, അവരുടെ സ്റ്റോറി കാണുന്നു. അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാം. ആ ഒരു തോട്ട്, ആ ഒരു അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് പേര് ഷെയർ ചെയ്യുന്ന പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാന്നുള്ള ഒരു തോട്ട്. ഈ സീൻസ് പ്ലേ ഔട്ട് ചെയ്യുന്നത് വളരെ
ഇറ്റ്സ് ആൻ എക്സലന്റ് പോയിന്റ്. ആൻഡ് ആ സീൻസ് നമുക്ക് നമ്മുടെ കൊച്ചിയിലോ അല്ലെ നമ്മുടെ കേരളത്തിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതിപ്പോൾ ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടാവുന്നത്, അല്ല ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുന്നത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുന്നത്. ശരിക്കും ഇതിലേ എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജി ഫാക്ടറും കൂടി ഉണ്ട്. അതായത് പുറത്ത് എവിടെയെങ്കിലും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്ക് വലിയ മാറ്റമൊന്നും വരില്ല. പക്ഷെ നമ്മുടെ അപ്പുറത്തുണ്ട്, നമ്മുടെ ഇപ്പുറത്തുള്ള പയ്യൻ ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും കണ്ണാടി നോക്കുക. ലൈക്ക് അവൻ ചെയ്തെങ്കിൽ പിന്നെന്താ എനിക്ക് ചെയ്തൂടെ എന്നുള്ള ഒരു ഫീല് വരും. ലൈക്ക് അത് കേരളത്തിൽ നിന്നുള്ള ശരിക്കും എനിക്കൊന്നും ഇത് കുറച്ചും കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. അപ്പൊ ദീപചേട്ടൻ പറയുന്ന പല പേരുകളും കോമൺലി അത്ര സെലിബ്രേറ്റ് ചെയ്യുന്ന കമ്പനികളല്ല. ഐ മീൻ അതിന് മാത്രം അങ്ങനെ പബ്ലിക് നോളേജിലില്ല. അപ്പൊ ശരിക്കും ആ ഒരു സെലിബ്രേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പലപ്പോഴും നോക്കി ഈ ഒരു കൈൻഡ് ഓഫ് മണി ചെയിൻ മോഡലിലുള്ള പല ബിസിനസ്സുകൾ ഇന്നും ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ടു സം എക്സ്റ്റെന്റ് പിന്നെ എന്താ ഉണ്ടാവുക അറിയാം, ഇതൊക്കെ ഒരു വലിയൊരു കുമിളങ്ങനെ വീർപ്പിച്ചു വരും, പിന്നെ ആ കുമിള പൊട്ടും. അപ്പോൾ പക്ഷേ ഇവര് ആ ഒരു പീരീഡിനകത്ത് കാണിക്കുന്ന ഷോ ഓഫ് ഉണ്ടല്ലോ, ആ ഷോ ഓഫ് കണ്ടിട്ട് വലിയൊരു ശതമാനം യൂത്ത് വിചാരിക്കും ഞാനൊക്കെ ഈ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാണ്, അവങ്ങ് നടക്കുന്ന കണ്ടില്ലേ ഞാൻ ഇങ്ങനെയല്ലേ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. ബട്ട് ദെൻ അത് ഒരു റോങ് ഡയറക്ഷനിൽ യൂത്തിന്റെ എനർജിയെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു അതർ സൈഡ് എന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ പറയാം. അപ്പോൾ നമ്മളെ നാട്ടിൽ നല്ല ഉദാഹരണങ്ങൾ കാണുകയും അതിനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാൻ ദീപചേട്ടൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു സൈഡ്? ഒന്ന്, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ, ഞാൻ പറഞ്ഞു തന്നെ പോണം, നെഗറ്റീവ് ന്യൂസുകൾ അഡിക്റ്റഡ് ആയിട്ട് കാണുന്ന മലയാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ പറയും മലയാളികൾക്ക് അതാണ് ആവശ്യം, അതുകൊണ്ട് മറ്റത് കൊടുക്കാൻ വയ്യാന്ന് പറയുന്ന സമയത്തും ദ പ്രോബ്ലം ഈസ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയ ഡ്രഗ് ഇന്ന് നെഗറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ട്രിവാൻഡ്രത്ത് പെർമ്യൂട്ട് എന്നൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി. 2000-ഓളം വിദ്യാർത്ഥികൾ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള വിദ്യാർത്ഥികൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാവരും ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് നിങ്ങൾ പറയുന്നു, അമ്മയെ കൊല്ലുന്നവരാന്ന് പറയുന്നു, ഇത്രത്തോളം ക്രിമിനൽ ആണെന്ന് നിങ്ങൾ ലേബൽ ചെയ്യാണ് 2K കിഡ്സ്. ഞങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്ന് മൊത്തം ഷോക്കേസ് ചെയ്തു. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഷോക്കേസ് വിച്ച് ഓൾ ആർ ദ ഇന്നോവേഷൻസ് ദാറ്റ് ദേ ആർ വർക്കിംഗ് ഓൺ. ഞാൻ പോയിട്ട് പ്രസ് മീറ്റ് നടത്തി എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് വരണം കേട്ടോ, ഈ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണണം, കുറച്ച് പോസിറ്റീവ് സ്റ്റോറീസ് കൂടി പുറത്തേക്ക് എത്തണം എന്നുള്ളത്. മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. ആൻഡ് അപ്പോൾ അവിടെ ആ ഒരു വേദിക്കകത്ത് എന്താണ് ലൈറ്റ് ഒരു തിയേറ്ററിനകത്തായിരുന്നു. അപ്പൊ തിയേറ്ററിനകത്ത് ഫ്രണ്ടിൽ ഇവരുടെ കുട്ടികളുടെ ഫേസ് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ മുഖവും കൂടിയൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരുന്നേനെ. കാര്യം ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളിനല്ലേ ഓഡിയൻസിനെയാണ് കാണേണ്ടത്. വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര നന്നായിട്ടുള്ളൊരു ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു നമുക്കത്. ഇമ്മീഡിയറ്റ്ലി ഒരു മീഡിയക്കകത്ത് വന്നതെന്ന് പറയുന്നത്, എനിക്ക് മീഡിയ മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. വിളിച്ചില്ല, സംഘാടകരെ വിമർശിച്ച് മുഖ്യമന്ത്രി. ഒറ്റ ക്ലിക്ക് ബൈറ്റ് മാത്രമേ അതിനെക്കുറിച്ച് വാർത്ത പോയിട്ടുള്ളൂ. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അങ്ങനെ. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി, സംഘാടകർ നിൽക്കാൻ പറഞ്ഞിട്ടും. എന്നിട്ട് വേറെ എവിടെയോ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പടവും എംടി ആയിട്ടുള്ള ഒരു വേദി, 2000 കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. കുട്ടികൾ ലൈവായിട്ട് കാണുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത്, എങ്ങനെയാ ഒരു ന്യൂസിനെ നെഗറ്റീവായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് റിയൽ ആയിട്ട് കുട്ടികളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക. എന്ന് മുതൽ ഈ 24/7 ന്യൂസ് തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ നമ്മൾ ഏഷ്യാനെറ്റിൽ വൈകുന്നേരം 5 മണിക്ക്, രാവിലെ 10 മണിക്കായിരുന്നു ന്യൂസ് കേൾക്കേണ്ടിരുന്നത്. ആ സമയമാകുമ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നു. 24/7 ന്യൂസ് വന്ന ശേഷം ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ളൊരു ചാനലുകൾ ഇപ്പോൾ മൊത്തം ന്യൂസ് ചാനലല്ലേ. I 100% agree. പക്ഷെ അതെന്താണെന്നറിയോ, എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുള്ള ഒരു കാര്യം, ഞാൻ നന്നായിട്ട് ഈ ബ്ലൂംബെർഗോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ്, ലൈക്ക് വെർജോ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വായിക്കാറുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യും യൂട്യൂബിലൊക്കെ. എന്നിട്ട് ഇത് ശരിക്കിന് മലയാളത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല, ഞാനല്ലാതെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കേരളത്തിൽ ടെക്നോളജി വ്ളോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗാഡ്ജറ്റ് എടുത്തിട്ട് അതിന്റെ 4 കുറ്റം പറയലും മാത്രമാണ്. അല്ലാതെ ഒരിക്കലും AI പോലത്തെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജികളോ GPT-കളെ ജനറൽ ആയിട്ടോ ഒന്നും ചർച്ച ചെയ്യാറില്ല. GPT മീൻസ് ജനറൽ പർപ്പസ് ടെക്നോളജികൾ, അല്ലാതെ ജനറേറ്റീവ് മറ്റേ സംഭവമല്ല, AIയുടെ ഇതല്ല. അതായത് ജനറലി ഇങ്ങനത്തെ റോബോട്ടിക്സിനെ കുറിച്ചോ അതിൽ ആ മേഖലയിലൊക്കെ വരുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ എനി ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ പറയണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ആ മേഖലയിൽ വരുന്ന ടെക്നോളജി കൺവെർജൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഈ എക്സ്പൊണൻഷ്യൽ ചേഞ്ചസ് എന്ന് പറയേണ്ട സംഭവങ്ങളൊക്കെ വാച്ച് ചെയ്യാം. അപ്പോൾ അതിനെ കുറിച്ചിട്ട് വീഡിയോസ് പങ്കുവെക്കുമ്പോൾ എൻ്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് തുടക്കത്തിൽ കേട്ടോ, അതായത് ഇപ്പോഴല്ല, ഒരു 3 years ബാക്ക്,
അന്ന് വരുന്ന അധിക കമന്റ് ഇവനിതൊക്കെ എവിടുന്ന് കിട്ടുന്നത്? എന്തെങ്കിലും കാര്യമായിട്ട് വലിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ പറയുന്നതെന്നൊക്കെ പറയും. അപ്പോ ഇത് ഞാൻ 2019 ഏഹ് എൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എഴുതിയതാ. അപ്പൊ അന്ന് ആ പുസ്തകം വായിച്ചിട്ട് അന്ന് ഇതേ ഡയലോഗ് ഉണ്ടായിരുന്നു. കാര്യമായിട്ട് എന്തോ വലിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ അത് ആക്ച്വലി ഞാൻ വളരെ ലേറ്റ് ആയിട്ട് എഴുതിയൊരു പുസ്തകമാണ്. കാരണം ആ പുസ്തകത്തിൽ തന്നെ അത് ഇൻസ്പയർഡ് ആയിട്ടുള്ള പുസ്തകങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ട്. അതൊരു 10 വർഷം മുന്നൊക്കെ ഇറങ്ങിയ പുസ്തകങ്ങളൊക്കെ ഞാൻ ആ റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ 2019ലും അത് എത്തിയിട്ടില്ല. മിക്കപ്പോഴും അതിന് ശേഷമുള്ള കാലങ്ങളിൽ അത് ചർച്ചയാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോ ആ ഗ്യാപ്പ് ശരിക്കിന് എങ്ങനെയാ നമ്മളത് ബ്രിഡ്ജ് ചെയ്യുക? അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു വൈഡർ ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് ഇന്നോവേഷൻ വരണമെങ്കില്, ഒരു ഇന്നോവേഷൻ കൾച്ചർ വരണം എന്നുണ്ടെങ്കില്, നമ്മള് ഇപ്പൊ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി അതൊരു മെയിൻ സ്ട്രീം ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ എക്സാക്റ്റ് കാര്യം. അതായത് മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സെൻസേഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ന്യൂസുകളാണ്. ഒരിക്കലും ഈ 24/7 ന്യൂസ് വന്നു എന്ന് പറയുന്ന പോലെ ഏഹ്, അതുപോലെ ഒരു ഒരു ഓന്റർപ്രണർ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എങ്ങാനും കുറച്ച് ഒരു ഓന്റർപ്രണർ പൊങ്ങിന്ന് വെക്കുക. അയാളുടെ കഷ്ടകാലത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അയാൾക്ക് സറൗണ്ട് വന്നു എന്ന് വെക്കുക. ഞാൻ അന്നേ പറഞ്ഞതാ അവൻ പൊട്ടാൻ പോകുന്ന കുമിളയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൾച്ചറുള്ള ഒരു കാര്യം. പൊളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നേരത്തെ ഉമർ പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചു. നമ്മുടെ അടുത്ത ദൂരെയുള്ള സക്സസ് കാണുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. നമ്മുടെ അടുത്തൊരു സക്സസ് കാണുമ്പോൾ നമുക്ക് അസൂയ അല്ലെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അങ്ങനെ അധികം കാണാറില്ല. അറ്റ്ലീസ്റ്റ് പുറത്തായിട്ടാണെങ്കിലും. അപ്പോൾ ശരിക്കും നേരെ തിരിച്ചല്ലേ? നമ്മുടെ അടുത്തുള്ള ഒരാൾ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് നേരെ ബെനിഫിറ്റ് ചെയ്യാം. അവരെ മെസ്സേജ് അയക്കാം. ഞാനും കോഴിക്കോട്ടുകാരനാ. എന്നെ ഇതിൽ ചോദിക്കാൻ പറ്റുമോ? ഞാൻ പറ്റാമത്ര വാട്സാപ്പിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. വിളിക്കാറുണ്ട്. തിരിച്ചൊരു ബെനിഫിറ്റും പ്രതീക്ഷിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ടും ചെയ്യാറുണ്ട്. കുറേ ആൾക്കാരെ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. അവർ തിരിച്ച് ഗെറ്റ് ബാക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ അടുത്തുള്ളവർ സക്സസ്ഫുൾ ആയാലേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. അല്ല സിലിക്കൺ വാലിയിലോ അല്ലെ ചൈനയിലെ ഒരാളൊരു നല്ല കിടിലൻ AI മോഡൽ ഇറക്കിക്കൊണ്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക് അവരിലേക്ക് ആക്സസിബിൾ ആവാൻ. സോ നമുക്ക് വി ഷുഡ് സെലിബ്രേറ്റ്. വി ഷുഡ് ബി ഹാപ്പി ദാറ്റ് നമ്മുടെ ഫ്രണ്ട് അല്ല നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരാൾ തകർക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതിനകത്ത് മീഡിയയുടെ ഇത് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് പോവാം. അതായത് ഒന്ന്, നല്ല വാർത്തകൾ കൊടുക്കാനായിട്ട് പല ചാനലുകളും ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ, പക്ഷെ അതിന് പ്രേക്ഷകരില്ല എന്ന് റീച്ച് ഇല്ല. എല്ലായിടത്തെയും പ്രശ്നമല്ലേ ഒരു അല്ലേ? അത് എല്ലായിടത്തെയും പ്രശ്നമല്ലോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ജേർണലിസ്റ്റ്, എനിക്ക് വളരെയധികം നല്ല ജേർണലിസ്റ്റ് സുഹൃത്തുക്കളുണ്ട്, നന്നായിട്ട് ഇതിനെക്കുറിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിലെ ജേർണലിസ്റ്റുകൾക്ക് ശരിക്കും സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ടെക്നോളജി ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊരു വലിയൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയുണ്ട്, ഒരു ഫിയർ ഉണ്ട്. അതിന് പ്രോപ്പറായിട്ട് അവർക്കൊരു ഓറിയന്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ടെക്നോളജി സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എഴുതാനായിട്ട് നമ്മുടെ സിനിമ എഴുതുമ്പോൾ സിനിമയെക്കുറിച്ച് അവർ പല രീതിയിൽ പല ആംഗിളുകളിൽ അവർ കഥ എഴുതും. യുദ്ധം വരുന്ന സമയത്ത് ദേ ആർ ടേക്കൺ ആൻഡ് ദേ ആർ ട്രെയിൻ ഫോർ ഹൗ ടു എന്താണ് ഒരു യുദ്ധത്തിനെ കുറിച്ച് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ജേർണലിസ്റ്റുകൾക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് നന്നായിട്ട് സാലറി പോലും അവർക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അവരെ മൊത്തത്തിൽ ഓരോ സ്ഥലത്തായിരിക്കും ഓടിക്കണം. അവിടെ പോയിട്ട് എങ്ങനെ സെൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്ന രീതിയിലൊരു ഒരു റാറ്റ് റേസിൽ അവരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മര്യാദ എനി സൊസൈറ്റി ഏത് സൊസൈറ്റിയും അവരുടെ ഇൻസെന്റീവ് എവിടെയാ കിടക്കുന്നത് അതിന് ഒപ്റ്റിമൈസ്ഡ് ആവും. അപ്പോ ഇത് അവരുടെ ഇൻസെന്റീവ് ഈ പറഞ്ഞതാണെങ്കിൽ ഡെഫിനറ്റ്ലി അതായിരിക്കും ഫോക്കസ്. പ്രേക്ഷകർ ഉണ്ടാവും ഇഫ് ദേ റിപ്പോർട്ട് ഇറ്റ് റൈറ്റ്. ഞാൻ പറയുന്നത് അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. മനസ്സിലായോ? അപ്പൊ അതിനും മറ്റേതും കൂടി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരുന്നു അല്ലെ? അല്ലെ ലൈക്ക് നെഗറ്റിവിറ്റി മാത്രമല്ലാണ്ട് ഇപ്പൊ എന്റെ 90 വയസ്സുള്ള ഒരു അമ്മച്ചി ആളിപ്പോ ഓസ്ട്രേലിയ ജീവിക്കുന്നത്. ഈ കാണുമ്പോഴൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെയല്ല, നാട് ഫുൾ ഇപ്പൊ അമ്മേനെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു. ഞാൻ പറയാം എല്ലാ കാലത്തും നടന്നിരുന്നു. ഇപ്പൊ ഇപ്പൊ സൊസൈറ്റി കുറച്ചുകൂടെ സേഫർ ആവുമായിരിക്കും ചെയ്ത് എന്തായാലും. പക്ഷെ നമ്മൾ കേൾക്കുന്നത് നേരെ ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്. ഒരു കാര്യം, നിങ്ങളുടെ കോളേജിലും സ്കൂളിലും പഠിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയിട്ടില്ലേ? തലയടിച്ച് പൊട്ടിച്ചിട്ടില്ലേ? ഇന്ന് എവിടെയെങ്കിലും ഒരു കുട്ടി വേറെടുത്ത് കുട്ടിയെ കുത്തിനെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ വീഡിയോ ആയിട്ട് നിൽക്കുകയാണ്, ലൈവായിട്ട് റിപ്പോർട്ട്. ഈ നാട്ടിൽ ഇത് എന്താ സംഭവിക്കുന്നത്, ഈ കിഡ്സ് ഇത് എന്താണ് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നെഞ്ചി കൈവച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കാലഘട്ടത്തിൽ കോളേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾ എത്ര മര്യാദക്കാണ് അവിടെ ജീവിക്കുന്നത്. അല്ല ഇതിലെന്തെന്നറിയോ? ഈ കുറച്ചൊരു വയസ്സായ ആൾക്കാർ പറയുന്ന പോലെ ആ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ. അതായത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ട് ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയല് പണ്ട് അങ്ങനെ എല്ലായിടത്തും കറണ്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പലതും കാണാണ്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പലതും അറിയാണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാം ട്രാൻസ്പെറന്റ് ആയി. അപ്പൊ ഇന്ന് ഒടിയന്മാരില്ല. ഒടിയന്മാരെങ്ങനെ ഇല്ലാണ്ടായത്? വെളിച്ചമില്ല. ഐ മീൻ എല്ലായിടത്തും വെളിച്ചമുണ്ട്. മുന്നേ അത് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ മീൻസ് ഒടിയൻ ആസ് എ കഥ ആണ് ട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ എല്ലായിടത്തും വെളിച്ചം വന്നു, എല്ലായിടത്തും ട്രാൻസ്പെറൻസി വന്നു. എന്ത് ചെയ്യുമ്പോഴും അത് കൂടുതൽ വിസിബിൾ ആവാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ചെറിയൊരു കാര്യം പോലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. മുൻപ് നമ്മൾ കുറച്ചും കൂടെ നോർമലൈസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് അത് കുറച്ചും കൂടെ എന്ന് കരുതി എല്ലാം നല്ലതാന്നുള്ള രീതിയിലല്ല പറയേണ്ടത്. പക്ഷെ ഒരു നല്ല ഒരു വിഭാഗം ഡെഫിനറ്റ്ലി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. കുറച്ചും കൂടെ ദീപചേട്ടൻ പറഞ്ഞ പോലെ നല്ല മക്കളുണ്ട് ഒരുപാട്. വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ക്യാമ്പസിനകത്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ശതമാനം കുട്ടികള് നമ്മളിപ്പോ വളരെ റെയർ പെർസെന്റേജ് ആണെന്ന് ഉപർ പറയുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് യുവർ പെർസെപ്ഷൻ. പക്ഷെ അതിന്റെ ഉം. ഇന്ന് ന്യൂലാൻഡിനകത്ത് 52,000 വിദ്യാർത്ഥികൾ. Wow. ഓക്കെ. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾ ബിൽഡ് ചെയ്ത് അയച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 1 മിനിറ്റ് എ വീഡിയോ. ഓക്കെ. അതിനകത്ത് ഞാൻ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് ആക്ച്വലി നമ്മുടെ ആടുജീവിതത്തിന്റെ സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, സുനിൽ, എന്റെ ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിയോട് ഞാനത് കൊടുത്തു. പുള്ളിയുടെ ഫീഡ്ബാക്ക് എടുത്തു. ഹി വാസ് എക്സ്ട്രീംലി ഇംപ്രസ്ഡ് വിത്ത് ദ വേ ദാറ്റ് ദീസ് കിഡ്സ് ഹാവ് ജനറേറ്റീവ് എ യൂസ് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റിനെ അതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ട്. കാര്യം അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് ഈ കുട്ടികൾക്ക്. പക്ഷെ അത് വെച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ അവരുടെ കൂട്ടത്തിൽ ആൾക്കാരില്ല. രണ്ട്, അവരിന്ന് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. മനസ്സിലായോ? ഉം. പണ്ടെന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് പണ്ടെന്ന് വെച്ചാൽ അവര് ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ, ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ പോകില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകരുത് എന്നൊക്കെ പറയട്ടെ, അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വീട്ടുകാർക്ക് അറിയാം. ഇന്നൊരു ഉം. ഓർഡിനോ ബോർഡ് കൊണ്ട് വീട്ടിൽ അവർക്ക് നിർത്തിയിട്ട് മനസ്സിലാവുന്നില്ല. ഇവരെന്തോ മറ്റേ ലഹരി ഉൽപ്പാദിപ്പിക്കാനുള്ള യന്ത്രവുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ്. ഇവരെല്ലാം ഒരു അഭൂലോകമായിട്ട് കാണുന്നത് മറ്റവരുടെ അറിവില്ലായ്മയാണ്. വി നീഡ് ടു ബിൽഡ് മോർ അവയർനെസ് ഓൺ വാട്ട് ആക്ച്വലി ദേ ആർ ഡൂയിങ്. ചെയ്ത കാര്യങ്ങൾ അവർക്ക് കൂടുതലായിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ആസ് എ സൊസൈറ്റി കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആണ് ശരിക്കും. നമ്മൾ മലയാളത്തിലുള്ള പോഡ്കാസ്റ്റ് നമുക്ക് നമ്മളെ ടോപ്പ് ആക്കാമല്ലോ. അതുകൊണ്ട് പറയാം, ശരിക്കും ആലോചിക്കാം. ഇപ്പോൾ ICU ഇറങ്ങിയ സമയത്ത്, ഇന്റർനാഷണൽ ചെലവ് എന്നൊക്കെ പറഞ്ഞ മീം ഇറങ്ങിയ സമയത്ത്, ആ നയൻ ഗാഗ് ഇന്റർനാഷണൽ ലെവലിലെ നയൻ ഗാഗിന്റെ ഒക്കെ അതിനേക്കാളും അല്ലെ റെഡിറ്റ് കാണുന്ന മീമിനേക്കാളും ഫണ്ണിയർ ആയിരുന്നു നമ്മുടെ ICU. ഇനി ഉം. കുറച്ച് പുറകോട്ട് പോവാം. നമ്മുടെ ഇപ്പോൾ നാഷണൽ ഫിലിം അവാർഡ്സ് നോക്കുകയാണെങ്കിൽ ബംഗാൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് വിന്നിയത് ആരാ? മലയാളം മൂവീസാണ്. അപ്പൊ ഉം. സത്യത്തിലായിട്ട് അതിപ്രസരം ഇല്ലായിരുന്നെ കൂടെ ഫസ്റ്റ് മലയാളി ഡയറക്ടേഴ്സ് ആയിട്ട് ചെയ്താണ്. ഇത്രയും സ്റ്റേറ്റ്സ് ഉള്ള ഒരു കൺട്രി ഇത്രയും പടം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ മൂവീസ് അല്ലേ ഉം. വെച്ചിരിക്കുന്നത്. സോ ആസ് എ സൊസൈറ്റി അല്ല കൾച്ചറലി നമ്മൾ വളരെ ക്രിയേറ്റീവ്, എല്ലാം ഉം. കൊണ്ടും, വളരെ ഭക്ഷണം കൊണ്ടും എല്ലാം കൊണ്ടും. ഉം. പക്ഷേ ഉം. ഈ ഒരു സോഷ്യൽ മീഡിയ ഞാൻ പറയുന്നത് AI-നേക്കാൾ ഡേഞ്ചറസ് ആണ്. ഈ സ്ക്രീൻ കൂടുന്നത്, ഇപ്പൊ പിള്ളേരുടെ സ്ക്രീൻ കൂടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 9 മാസം പ്രായമുള്ള കൊച്ചുകളോട് എനിക്കത് ഫസ്റ്റ് ഹാൻഡ് അറിയാം എത്രത്തോളം ഇമ്പാക്ട് ചെയ്യാൻ വരും. കുറെ സ്ക്രീൻ കൂടും തോറും എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുള്ള. സോ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഡയറക്റ്റിംഗ് ദാറ്റ് എനർജി ടു സംതിങ്. കാര്യം ആസ് എ സൊസൈറ്റി നമ്മൾ വി ആർ ദ മോസ്റ്റ് ക്രിയേറ്റീവ്. ഒരു പോയിന്റ് കൂടെ ഉം. പറയട്ടെ. ഇതിനകത്ത് ആ, ഇന്ന് പറഞ്ഞോളൂ. ഫിലിം ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ, അതായത് എഡിറ്റേഴ്സ് ആയിക്കോട്ടെ, സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഇവരിലെ മെജോറിറ്റിയും മലയാളികളാണ്. ഉം. ഏറ്റവും ഞങ്ങൾ എല്ലാ സ്ഥലത്തും മലയാളികളാണ്. ബോളിവുഡിലും മറ്റുമൊക്കെ. അതെ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് അതിന് അത്രത്തോളം നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. AI ഈസ് ബ്രിങ്ങിങ് ഇൻ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇനി അതാ ഞാൻ ചോദിക്കാൻ വന്ന ടോപ്പിക് എന്താ വെച്ചാല്, ജിജോ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ചു. ഒരു 2 ഇയേഴ്സ് ബാക്ക് ഈ Copy.ai അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയുടെ പ്രിഡിസീസർ, എനിക്കൊന്ന് GPT-3 അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതെ, Copy.ai? 2 ഇയേഴ്സ് അല്ല, ആ, പെട്ടെന്ന് വർഷങ്ങൾ പോലെ 3 വർഷത്തിന് മുകളിലായി. 3-4 വർഷമായി 3 വർഷം. ആ, അപ്പോൾ ആ ഒരു പീരിയഡിന് നമ്മൾ ലൈക്ക് വി ആർ സീയിങ് ലൈക്ക് അതിന്റെ എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. അത് ഓരോ എബിലിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തുടക്കത്തിൽ ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലൈക്ക് ആ ഒരു ഫംഗ്ഷൻ മാത്രം ഉണ്ടായിരുന്ന പോയിന്റിൽ നിന്ന് മാറിയിട്ട് AI മൾട്ടി മോഡലായി. പിന്നെ ലെയ്മാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ AI കാണാനും കേൾക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ AIക്ക് മെമ്മറി വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കഴിയുന്നു, കോൺവെർസേഷൻ നമുക്ക് മുറിയാണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഓക്കെ, ഇതിനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം വെരി ക്ലിയർ ആണ്. ഫിസിക്കൽ AI പോലെയുള്ള ആശയങ്ങൾ വരും. അപ്പോൾ ഒരുപാട് സാധ്യതകൾ വരും. കാരണം ഇതെല്ലാം റിയൽ വേൾഡിലേക്ക് എത്തണമല്ലോ. ഇതിനെ പ്രൊഡക്റ്റൈസ് ചെയ്യണം. ഇതൊരു ടെക്നോളജിയാണ്. അതിനെ പ്രൊഡക്റ്റൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് ചിലപ്പോൾ സാം ആൾട്ട്മാൻ ഒന്നായിരിക്കില്ല. നമ്മളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കും. ഇതിന്റെ മേലെയുള്ള സംഭവങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക നമ്മളായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക? കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കൺവെൻഷണൽ വേ ഓഫ് ജോബുകൾ ഒരു പക്ഷേ അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്തോളണം എന്നില്ല. കാരണം ദീപചേട്ടൻ എന്നല്ല അതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അതായത് ഇപ്പോൾ പ്രോഗ്രാമർ എന്നുള്ള ജോബ് ഓക്കെ ഒരു സർവീസ് ജോബ് എന്നുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് കുറച്ച് പരിമിതികൾ ഉണ്ടാകാം.
പക്ഷേ ഒരു പ്രൊഡക്റ്റ് ബിൽഡർ എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ പുള്ളി നല്ല ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പം എൻ്റെ ചോദ്യം, ഓക്കെ, ജോബ് എന്നുള്ള ഒരു കൺവെൻഷണൽ പെർസ്പെക്റ്റീവിന് ഒരു പക്ഷേ ഒരുപാട് പരിമിതികൾ ഇനിയുള്ള കാലത്തുണ്ടാകും. പക്ഷേ സോളോപ്രനർഷിപ്പ് ആണെങ്കിലും അതല്ല, ഒരു ഒരു ചെറിയ കൂട്ടം ആളുകൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് കാണുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? അതിൻ്റെ കൂടെ ഒരു ഒരു എവല്യൂഷൻ ഓഫ് എഐ കൂടി, എഐ മാത്രമല്ല, ലൈക്ക് ടെക്നോളജിയുടെ പ്രോഗ്രസ് കൂടി പറയാൻ പറ്റിയാൽ അടിപൊളിയായി. സോ ഫാർ ഏറ്റവും കമ്പനി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇന്നാണ്. എല്ലാം കൊണ്ടും. ആൻഡ് 5 വർഷം മുമ്പേ അല്ലെ ഒരു 10 വർഷം മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. വി ഹാവ് ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഇത്രയും വലിയൊരു അവസരം നമ്മുടെ മുമ്പിൽ ഇതുവരെ തുറന്നിട്ടില്ല. ആൻഡ് കുറേ പേരൊക്കെ കുറച്ച് കോഡിംഗ് എഐ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും ആ പ്രോഗ്രാമേഴ്സിന്റെ പണി പോയെന്ന്. പക്ഷെ ഞാൻ നേരെ തിരിച്ചു കാണുന്നത് പ്രോഗ്രാമേഴ്സിന് വേറൊരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, വേർ ദേ ക്യാൻ യൂസ് ദിസ്. ഇപ്പൊ നിങ്ങൾ തീരെ പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാളുടെ പോയിട്ട് വൈബ് കോഡ് ചെയ്തിട്ട് ഒരു നല്ല ആപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു നോക്ക്, ഒരു വായ പൊളിച്ചിരിക്കും. അവർക്ക് എന്താ ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഇഫ് എനിത്തിങ് ഉം. പ്രോഗ്രാമേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് അല്ലേ ഈ സമയം. അവർക്ക് ഓർക്കസ്ട്രേഷൻ അറിയാം, അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ അറിയാം. ലൈക്ക് അല്ലാത്തൊരാൾക്ക് വൈബ് കോഡ് ചെയ്ത് എങ്ങനെ എൻവയോൺമെന്റ് വേരിയബിൾ സെറ്റപ്പ് ചെയ്യുക, എങ്ങനെ സെക്യൂർ ആക്കി വെക്കുക, എങ്ങനെ ഡിപ്ലോയ് ചെയ്യുക, എന്നിട്ട് ഒരു സൈറ്റിൽ ട്രാഫിക് വിടുമ്പോൾ എങ്ങനെയാണ് ഡൗൺ ആവാൻ നോക്കുക, ഇതൊക്കെ എല്ലാത്തിനും വന്ന് ഇപ്പോൾ എ സപ്പോർട്ട് ചെയ്യില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അടുത്ത 5-10 വർഷത്തിൽ പോലും എൻഡ് ടു എൻഡ് കാര്യങ്ങൾ എ നോക്കി ചെയ്യുന്നത് 5 വർഷത്തിലെങ്കിലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ തന്നെ ഓർക്കസ്ട്രേഷന്റെ ആവശ്യമുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇത് ബെറ്റർ ആയിട്ട് ചെയ്യും, പ്രായത്തിന് അറിയാത്ത ആൾക്കാരെക്കാൾ നന്നായിട്ട്. ഉം. സോ എഞ്ചിനീയേഴ്സ് ആർ, ഞാൻ പറയുന്നത്, ദേ ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം പോയി തകർക്കാനുള്ള. ആൻഡ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് ചെയ്യും, എങ്ങനെ, ഹൗ ഡു ബി എക്സിക്യൂട്ട്? ഐ വുഡ് സേ ഇപ്പം എ ഐ പ്രോപ്പർലി യൂസ് ചെയ്യാത്ത പക്ഷെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളിലെ ടോപ്പ് കമ്പനികളെ എങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി ഇൻ എൻ ഏരിയ വേർ ദേ ആർ പാഷനറ്റ് അബൌട്ട്, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് കുറച്ച് പരിചയമുള്ള, എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എ ഐ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. കാര്യം ഉം. ഓപ്പണയുടെ കയ്യിലുള്ള അതേ മോഡലാണ് നിങ്ങളുടെ അടുത്ത് കയ്യിലുള്ളത്. അവർക്ക് ഉം. GPT-5ന്റെ മുകളിൽ ഒരു മോഡൽ അവരുടെ കയ്യിലില്ല. ഇല്ല. പറഞ്ഞേനെ, അവിടെ അറ്റ്ലീസ്റ്റ് ആൾക്കാർ എപ്പോഴെങ്കിലും പറഞ്ഞേനെ. ഉം. ഈ മോഡലുകളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു API ഇറക്കുന്നുണ്ട്. സോ ഉം. അതേ ബുദ്ധി നിങ്ങൾക്കുണ്ട്. പണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. ഉം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. ഇന്നലെ ദീപ് പറഞ്ഞ നല്ലൊരു ഇതാണ്, എല്ലാവരും ഒരേ ഇത് ലൈനിൽ നിന്നാണ് അവർ ഓടി തുടങ്ങുന്നത് പറഞ്ഞത്. നല്ല കറക്റ്റ് പോയിന്റ് ആണത്. സോ ഓപ്പണേക്ക് ഉം. ഇന്ന് ഇറക്കാൻ പറ്റുന്ന റോബോട്ടിക് കമ്പനിയാണ് നിങ്ങൾക്കും വേണം റോബോട്ടിക് ചെയ്യാൻ പറ്റും വിത്ത് സെയിം ഇന്റലിജൻസ്. അതേ ലേണിംഗ്, അതേ അതേ ട്രെയിനിങ് വേണം ചെയ്യാം, അതേ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാം. ഇഫ് എനിത്തിങ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം നിങ്ങൾക്ക് ഓപ്പണയുടെ മോഡൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോട്ടിലേക്കില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് വേണേൽ ക്ലോഡ് ഉപയോഗിക്കാം. നാളെ ജെമിനായി തകർക്കുകയാണെങ്കിൽ ജെമിനയുടെ ഒരു മോഡൽ ഉപയോഗിക്കാം. ഇല്ല ചൈനയിലെ ക്വെന്നോ ഡീപ് സീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അമേരിക്ക അത് ചെയ്യില്ല, നിങ്ങൾക്ക് ചെയ്യാം. ഉം. ഉം. ക്വെന്നിന്റെ സിഇഒ കഴിഞ്ഞ ദിവസങ്ങൾ പറയായിരുന്നു, ക്വെൻ സർഫ് ബൈ അലിബാബ, അലിബാബയുടെ ഒരു ചെറിയൊരു സബ്സിഡിയാണ്, പറയായിരുന്നു ഉം. ക്ലൗഡ് കോഡിന്റെ അത്രയും ക്വാളിറ്റി ഉള്ള മോഡൽ ഞങ്ങൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഇറക്കാൻ പോകുന്നത്. ആൻഡ് ഉം. അവർ വെറുതെ പറയുന്ന ആൾക്കാരല്ല, അവർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. ഇമാജിൻ ദാറ്റ്. ഇപ്പം ബില്യൺസ് ഓഫ് ഡോളറിന്റെ എന്റർപ്രൈസ് വാല്യൂ ഉള്ള ഒരു സാധനം, ബില്യൺസ് ഓഫ് ഡോളർ ഒരു വർഷങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ എന്റർപ്രൈസ് വാല്യൂ ഉള്ള സാധനം ഓപ്പൺ സോഴ്സ് ആക്കി ഇറക്കുകയാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമുക്കൊക്കെ ആ സാധനം ഉണ്ടാക്കാം, എന്നിട്ട് അത് പ്ലഗ് ഇൻ ചെയ്യാം, എന്നിട്ട് വേണേൽ സ്പെഷ്യലൈസ് ചെയ്യാം. വേർഡ് പ്രസിന് വേണ്ടിയിട്ടുള്ള ഉം. ക്ലൗഡ് കോഡിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞ് ഇന്നൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഐ എം ജസ്റ്റ് ത്രോയിങ് ഔട്ട് ഐഡിയാസ്, യു ഷുഡ് ഡു ഇറ്റ്. ഉം. ലൈക് മില്യൺസ് ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ട്. വേർഡ് പ്രസ് ഉം. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കേഴ്സ്, വേർഡ് പ്രസിന്റെ എല്ലാ പ്ലഗിൻസും നല്ല നോളജ് ഒക്കെ ഉള്ളതായിട്ടുള്ള സാധനം വിത്ത് ഓപ്പൺ സോഴ്സ്, ഓർ യൂസ് ക്ലൗഡ് ഫോർ നൗ. ഓപ്പൺ സോഴ്സ് ഇറങ്ങുമ്പോൾ അത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇറക്കുകയാണെങ്കിൽ ഉം. ഡിമാൻഡ് ഉണ്ടാവും. സോ നമ്മളൊരു ലോകത്തിൽ ഒരു ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സമയത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. വളരെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ പ്രൊഡക്റ്റും UX അവിടെ എത്തിയിട്ടില്ല. കുറെ ഇതിലൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. നമ്മളൊരു ചാറ്റ് GPT വെച്ച് കുറച്ച് കോപ്പി എഴുതുന്നല്ലാണ്ട് അധികം മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ കുറച്ചൊന്ന് ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ചുറ്റുമുള്ള ആൾക്കാരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കാണുക, പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് പറ്റുന്ന 1-2 ആളെ കണ്ടുപിടിക്കുക, സാധനം ഉണ്ടാക്കുക, ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ നോക്കുക, താല്പര്യമില്ല നിർത്തുക പരിപാടി, പിന്നെയും അടുത്ത കാര്യങ്ങൾ നോക്കുക, ഷെയർ ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ചെറിയ വേർഷൻ ഉണ്ടാക്കി പേയ്മെന്റ് വാങ്ങിക്കുക, ഇല്ല വേർഷൻ പോലും ഉണ്ടാക്കേണ്ട ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കി പേയ്മെന്റ് വാങ്ങിക്കുക, ഇല്ല ആപ്പ് സ്റ്റോറിൽ ഇട്ട് ഉം. പേയ്മെന്റ് വാങ്ങിക്കുക. കാശ് കള്ളം പറയില്ല. ലൈക്ക് ഈ പീപ്പിൾ ക്യാൻ ലൈക്ക് ടു യു സേയിങ് ദാറ്റ്, ഇത് കിടിലൻ ഐഡിയ എന്ന് പറയാം. പക്ഷെ ആ ഒരു കിടിലൻ ഐഡിയ എന്ന് പറഞ്ഞ് കാശ് സ്പെൻഡ് ചെയ്യില്ല, അൺലെസ് നമ്മുടെ അമ്മമാരെ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർ ചെയ്യില്ല കേട്ടോ. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സ് വളരെ
ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉള്ള ആൾക്കാരാണ്. അവർ പറയും ഈ സാധനം വർക്ക് ചെയ്യില്ല, ഞാനത് നോക്കാൻ പോണില്ലെന്ന് പറയും. അത് അപ്പം നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയാലും അതന്നെ അവസ്ഥ അല്ലേ? ഒരു ഫ്രണ്ടിന്റെ ഹോട്ടലാണെന്നുണ്ടെങ്കിലും ഭക്ഷണം പോരെങ്കിൽ നമ്മൾ പോവില്ല. അപ്പൊ അവര് സ്ഥിരം വന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ്. അപ്പൊ അതാണ് ആക്ച്വൽ പ്രൂഫ്. ബൈ മീ കോഫി അതുകൊണ്ടാണ് വർക്ക് ചെയ്തത് ട്ടോ. ലൈക്കിനേക്കാളും ഒരു ഉം. കോഫി വാങ്ങിച്ചു തരാന്ന് വെച്ചാൽ ഇറ്റ്സ് മീനിങ്ഫുൾ. റിയൽ പ്രൂഫാണ് ദാറ്റ് സമ്മൺ റിയലി ലവ്സ് യുവർ വർക്ക് എന്നുള്ളത്. അപ്പോ ഉം. കാശ് വാങ്ങിക്കുക ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫ്രം ദേർ. ഐ തിങ്ക് ഉം. ദാറ്റ്സ് ദ പ്ലേ ബുക്ക് റൈറ്റ് ദേർ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഉം. എവിടെയാണ് ആൻഡ് ഗ്യാപ്പ് ഏരിയകള് വളരെ ബ്രോഡാണ്. ദാറ്റ്സ് ദ തിങ് റൈറ്റ്. എല്ലായിടത്തും ഇന്റലിജൻസിന്റെ ആവശ്യമുണ്ട്. എല്ലായിടത്തും. സോ ഐ വുഡ് ലുക്ക് ഫോർ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താന്ന് നോക്കുക. നിങ്ങൾ എന്നെപ്പോലെ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് പോകും. ഇപ്പം ഞാനൊരു B2B പ്രൊഡക്റ്റ് കുറച്ചൊക്കെ ചെയ്യാൻ നോക്കി. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നില്ല. ഞാൻ വോയിസ് നോട്ട്സ് B2B ആയിട്ട് ടീംസ് സെല് ചെയ്യാനൊക്കെ കുറച്ചൊരു എഫേർട്ട് ഇട്ടായിരുന്നു. ഐ ഡോണ്ട് എൻജോയ് ഡൂയിങ് ദാറ്റ്. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ നല്ലതല്ല. പക്ഷെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൻവർ ഓഫ് കുക്കിയസ് വളരെ മൾട്ടി മില്യൺ ഡോളർ ചെയ്യുന്നതാണ്. കൊച്ചിയിൽ 10-300 പേര് ഇതുണ്ട്. ദേ ആർ B2B ഫോക്കസ്ഡ്. ഐ ഡോണ്ട് തിങ്ക് അൻവർ ക്യാൻ ഡു എ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലൈക്ക് ഐ ഡു. ജസ്റ്റ് ലൈക്ക് ഐ കാൺ ഡു എ B2B പ്രൊഡക്റ്റ് ലൈക്ക് കുക്കിയസ് ലൈക്ക് ഹി ഡസ്. അപ്പോൾ ഓരോരുത്തരുടെ ആ ഒരു സ്കിൽ സെറ്റും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ടീമിന്റെ സ്ട്രെങ്തോ അല്ല അവരുടെ സ്ട്രെങ്തോ അനുസരിച്ചുള്ള രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയകളായിരിക്കും ലൈക്ക് ഇനീഷ്യലി ഞാൻ അതായിരിക്കും ഫിൽട്ടർ ഔട്ട് ചെയ്യുക. ഞാൻ ജിജോക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജിജോ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു, ബട്ട് ദെൻ പിന്നത്തേക്ക് മാറ്റി വെച്ച വല്ല ഐഡിയകളോ അല്ലെങ്കിൽ സെഗ്മെന്റോ ലൈക്ക് എക്സാക്ട് ഐഡിയ പറയണമെന്നില്ല, ബട്ട് ദെൻ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവില്ല. ഞാൻ വെച്ചാൽ ഈ ഐഡിയകളുടെ ഒരു കോൺസെൻട്രേഷൻ ഞാൻ വ്യക്തികളിൽ കണ്ടിട്ടുണ്ട്. അതായത് കുറച്ചധികം ഐഡിയ ഉള്ള ആളുടെ അടുത്ത് അതൊരു ഇൻഫൈനൈറ്റ് ഫ്ലോ ആണ്. അവർ പിന്നെയും കുറെ ഐഡിയാസ് ഉണ്ടാകും. ഒരു ഐഡിയ ഇല്ലാത്തവന്റെ അടുത്ത് ഉണ്ടാവില്ല. ഇത് എങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. ഐഡിയ ഉള്ള ആൾക്കാർക്ക് പിന്നെ അതായത് അവരൊരു പ്രോബ്ലത്തിൽ കുടുങ്ങിയാൽ അവനടുത്ത് അടുത്ത ഐഡിയ ഉണ്ടാവും, അടുത്ത ഐഡിയ ഉണ്ടാവും, ഇഷ്ടംപോലെ ഐഡിയ ഉണ്ടാവും. ഒറ്റ ഐഡിയ മാത്രം ഉള്ളവന്റെ അവസ്ഥ എന്താ വെച്ചാൽ അതിൽ കുടുങ്ങിയ പിന്നെ അവനിങ്ങനെ അന്തം വിട്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ജിജോ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ഐഡിയാസ് ഉണ്ടാക്കി, ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തു ആൻഡ് നന്നായിട്ട് അതിനെ ക്യാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിജോ ജിജോന്റെ പെർസ്പെക്റ്റീവിൽ ഇറങ്ങിയാൽ കൊള്ളാം എന്ന് ഇന്നോ നാളെയോ ഒക്കെ ഇറങ്ങിയാൽ കൊള്ളാം എന്ന് കരുതുന്ന ഏരിയകൾ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാമോ? തീർച്ചയായിട്ടും പറയാം. എനിക്കൊരു മടിയില്ല കേട്ടോ. കാര്യം ഐഡിയ ഷെയർ ചെയ്തുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്പേസിലും ഒരു 10-100 ആൾക്കാർ പ്ലെയർ ഉണ്ട്. അപ്പോൾ 2 പ്ലെയർ നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സന്തോഷം. അറ്റ്ലീസ്റ്റ് നമുക്ക് നോട്ട്സ് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനൊരു പ്രശ്നം. ഇൻഫാക്ട് വോയിസ് നോട്ട്സ് ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ ചെയ്തൊരു പോഡ്കാസ്റ്റിൽ ഞാൻ അതിനെക്കുറിച്ച് ഷെയർ ചെയ്തു. എൻ്റെ ബാക്ക് സ്റ്റോറി ഷെയർ ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. കാര്യം പ്രൊഡക്റ്റ് ആയിട്ടില്ല ആ സമയത്ത്. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. ഞാനൊരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് ക്രിയേറ്റീവ്സ് ഇപ്പോൾ വീഡിയോ മോഡൽസ് അന്നേ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഗൂഗിളിന്റെ വിഒ മോഡൽ ഉപയോഗിക്കാൻ പോലും അധികം ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം മേ ബി വീഡിയോ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുന്ന ഒരു 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 പ്രൊഡക്റ്റ് ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് ആഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വൈഫ് ഇപ്പം അലീഷ ഇപ്പം ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഐഡിയ ഷെയർ ചെയ്യാം. ഇപ്പം ഒരമ്മയായപ്പം ഈ ബേബിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെക്കുക ആൻഡ് പെട്ടെന്ന് അതെല്ലാം കൂടെ ബാക്കി പോയി വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ കാണുക, ബേബിയുടെ അടുത്ത അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഹോമിൽ ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോബ്ലം കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് ഇപ്പം ആളൊരു ആപ്പ് ഉണ്ടാക്കി. ഇന്നലെ എനിക്ക് കാണിച്ചു. ഇറ്റ്സ് എക്സലന്റ് ആപ്പ്. മദത്ത് എന്നാണ് പേര്. MITH. എന്തൊരു നല്ല മീനിങ് ഉണ്ട്. ഹാപ്പിനെസ് എന്തോ മീനിങ് ഉണ്ട്. ബട്ട് മദർ ബർത്ത് എന്നുള്ള ഒരുമിച്ചാക്കിയൊരു പേരിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ബിക്കോസ് ഇറ്റ്സ് ഹെർ പ്രോബ്ലം. ഷീ ഈസ് ട്രൈങ് ടു സോൾവ് വിത്ത് എ സിമ്പിൾ ആപ്പ്, റൈറ്റ്? ആൻഡ് GPT-5 ഉപയോഗിച്ചു. ജസ്റ്റ് മോഡൽ ഇറങ്ങി പിറ്റേ ദിവസം നമ്മുടെ ഇത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. GPT-5 ആയി. ഇറ്റ്സ് ഗോട്ടൻ സോ മച്ച് ബെറ്റർ. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത, പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ മോഡൽ ഒരു 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 പുതിയൊരു റിലീസ് വരുന്ന സമയത്ത് ഇറ്റ്സ് ഗെറ്റിംഗ് ലൈക്ക് 2x better instantly the next day. അപ്പോൾ ഒരു വീഡിയോ ആഡ് മേക്കർ എന്ന് വിചാരിച്ചോ, നാളെ ഇപ്പോൾ ക്വെന്നോ അല്ലെ ഓപ്പണയോ ആരെങ്കിലും ഒരാൾ പുതിയൊരു മോഡൽ ഇറക്കിയ ഒറ്റയടിക്ക് അവരുടെ വീഡിയോ ക്വാളിറ്റി 4K 30 സെക്കൻഡ് വീഡിയോ ഫ്രം ഒരു ഫോട്ടോ കൊടുക്കാൻ പറ്റുമെങ്കിൽ ബ്രാൻഡ് എന്ത് വാല്യുബിൾ ആയിരിക്കും ആലോചിച്ച് നോക്കി. സോ നമ്മുടെ ചുറ്റും കുറേ എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ. ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനേഴ്സിന് വേറെ കൊണ്ട് വളരെ ബെറ്റർ ആക്കുക അവരുടെ ലൈഫ്. മെനി. പക്ഷെ നമ്മൾ വി ഹാവ് ടു നോ വാട്ട്സ് ലേറ്റസ്റ്റ്. ഇപ്പം എന്താ ഉള്ളത്, ഇനി എന്താ ആവാൻ പോകുന്നത്, ലൈക്ക് ഈ ഒരു പാത്തി പോവാണ് അടുത്ത എന്തായിരിക്കും വരാൻ പോകുന്നത് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഇറങ്ങിയ കാര്യങ്ങൾ വെച്ച് തന്നെ കുറേ ആപ്പുകൾ ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ചുറ്റുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഐഡിയ പറയാൻ കാരണം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി തന്നെ ആപ്പ് ഉണ്ടാക്കുന്ന പോലെ ആലോചിച്ചാലും കുറേ ഐഡിയ കിട്ടും. ദീപു ചേട്ടൻ ഇതുപോലെ ഒരുപാട് സ്റ്റാർട്ടപ്സിനെ മെന്റർ ചെയ്യുന്നതല്ലേ? സ്റ്റിൽ ഇനിയും ഒരു പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം എന്ന് കരുതുന്ന ഏരിയകൾ ഏതൊക്കെയാന്നുള്ളതൊന്ന് പറയാമോ?
ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് എന്നുള്ളത് ശരിക്കും ഒരു സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. ആൻഡ് ഉം. LLMs എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. നമുക്ക് ഇതിനെ സ്വിച്ച് ചെയ്യാം. നമ്മൾ ലിനക്സ് മാറ്റി വിൻഡോസ് ഇടുന്ന പോലെ ഈ ആപ്പ് എല്ലാത്തിലും വർക്ക് ചെയ്യും എന്ന് പറയുന്ന രീതിയിലേക്കാണ് വരുന്നത്. സോ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് ആ കറക്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പിന്നെ ഏത് മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഇവൻച്വലി വി ക്യാൻ യൂസ് ദ അപ്ഡേറ്റഡ് മോഡൽ ലേറ്റർ. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്തിയിട്ട് അതിനകത്തുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ഇന്ന് അത് വളരെ ലോ ക്വാളിറ്റി ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യൂട്യൂബ് ഇറങ്ങുന്ന സമയത്ത് ഇന്റർനെറ്റ് എന്നുള്ളത് വളരെ ഫീബിൾ ആയിട്ട് നമ്മൾ മെയിൽ ആക്സസ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന കാലത്താണ് ഇറങ്ങി. ബട്ട് ഉം. അന്ന് അവർക്ക് അറിയായിരുന്നു ഇവൻച്വലി ഇന്റർനെറ്റ് മോർ പവർഫുൾ ആയിട്ട് മുമ്പിലേക്ക് വരും. ആ സമയത്തേക്ക് അത് ഏറ്റവും പോപ്പുലർ ആയിട്ട് മുമ്പിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് AI യൂസ് ബേസ് ചെയ്തിട്ട് എല്ലാ യൂസ് കേസസും അപ്ഗ്രേഡ് ആവാനായിട്ട് പോവാണ്. അപ്പോൾ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ MCP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പിന്നെ ഒരു ഉം. പ്രോട്ടോകോൾ വന്നിട്ടുണ്ട്. നമ്മുടെ HTTP പോലെ തന്നെ LLMs ഇന്റർഫേസ് ആയിട്ട് ടൂൾ കോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഉം. ടൂളിനും CPs വരികയും ഈ ഏജന്റിക് AI എന്ന് പറയുന്ന സമയത്ത് ഏജന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ടുള്ള ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈവൻ ഒരു ഉം. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ പോലും അതിനകത്തൊരു MCP ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഞാൻ അവിടെ വന്നിട്ട് എനിക്ക് വെള്ള തുണിയാണ് അലക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് അതിനകത്തുള്ള APIs ഉണ്ടാവും. ഇറ്റ് വിൽ ഇന്റലിജന്റ്ലി ഡു ദ സെറ്റിംഗ്സ്. നമ്മൾ അപ്പൊ ഉം. ഓരോ എലമെന്റിനകത്തും ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം. ഇന്ന് ഒരു ഉദാഹരണം പറയാം. ഇന്ന് ഇപ്പോ പർപ്പിൾ മൂവ്മെന്റ് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയുമായിട്ട് ഡയറക്റ്റ് വർക്ക് ചെയ്ത് പുതിയ പ്രോഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് പർപ്പിൾ മൂവ്മെന്റ്. പർപ്പസ്ഫുൾ എന്തിനാ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ നിൽക്കണമെന്ന് ഓരോ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ അതിനു വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. അവർ ഇന്നൊരു ടൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം. ഇറ്റ് ഈസ് കോൾഡ് ബിയോണ്ട് സിലബസ്. അവരെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ബിയോണ്ട് സിലബസിനകത്ത് സിലബസ്. ആ. ബിയോണ്ട് സിലബസ്, അതായത് കുട്ടികൾ ബിയോണ്ട് സിലബസ് പഠിക്കേണ്ട കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു ഉം. ടീച്ചർ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും 1 മണിക്കൂറോളം ലെക്ചർ എടുക്കുമ്പോൾ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതിന് ഉം. പകരം സിലബസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു മാർക്ക്ഡൗൺ ആയിട്ട് ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആയിട്ട് വിക്കി സിലബസ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റും അതിനകത്ത് മാർക്ക്ഡൗൺ ആയിട്ടുണ്ട്. ദെൻ ദേ ആർ ബിൽഡിംഗ് എൻ AI ടൂൾ വേർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ ഇന്ന സെമിസ്റ്ററിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വിഷയങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആയിരിക്കുന്നത്, എന്തുകൊണ്ട് ഈ വിഷയം വന്നു, ഈ വിഷയം എന്തുകൊണ്ടാണ് റിലവന്റ് ആയിരുന്നത്, ഫ്യൂച്ചറിലേക്ക് ഞാൻ എന്ത് പഠിക്കണം. യു ക്യാൻ ചാറ്റ് വിത്ത് യുവർ സിലബസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സിലബസ് ബെറ്റർ. അപ്പൊ അവർ പറയുന്നൊരു ഉം. ഇതെന്ന് പറയുന്നത് നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കിപ്പ് ലേണിംഗ് ആണ്. പരീക്ഷയ്ക്ക് നാളെ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളത് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഇത് ഇത്ര മാർക്കിനുള്ള ഇത് പഠിക്കേണ്ട എന്ന് പറയുന്ന ഫൗണ്ടേഷൻ നോളജ് സ്ട്രെങ്തൻ ഇല്ലാണ്ട് പഠിച്ച് മാർക്ക് വാങ്ങി ഇറങ്ങി വരുന്ന ഇന്നത്തെ സിസ്റ്റം ഒരിക്കലും അവരെ ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യില്ല. സോ ദേ ആർ കമ്മിങ് അപ്പ് ഫ്ലിപ്പ് ലേണിംഗ് സൊല്യൂഷൻ വേർ അവർ നാളെ എന്താണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനോട് പോയിട്ട് എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് വരാം. ആൻഡ് വി ക്യാൻ ഹാവ് എ വെരി ഗുഡ് ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ദേ ആർ ഗോയിങ് ടു ലോഞ്ച് ഇറ്റ്. Amazing. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്കൊരു തവണ ഇരുന്ന് സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ഈ 2 പേരുടെയും വ്യൂസ് ഒന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യട്ടെ. അതായത് ഒന്ന്, മോഡലുകൾ ഇംപ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ GPT-4 വന്നു, GPT-5 വന്നു, ഇനി 6 വരും, 7 വരും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ നേരത്തെ ജിജോ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റലിജൻസിന്ന് നമുക്കൊരു ജമ്പ് എന്തായാലും പ്രതീക്ഷിക്കാം അടുത്ത ലെവൽ വരുമ്പോൾ. അതിപ്പോൾ ഇതേപോലെ വീഡിയോ ജനറേഷൻ്റെ ക്വാളിറ്റി കറൻ്റ്ലി ഉള്ളത് ഈ ക്വാളിറ്റിയാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, നെക്സ്റ്റ് ഒരു മോഡലോട് കൂടിയിട്ട് അതിലൊരു 10 ഫോൾഡ് ജമ്പോ അല്ലെങ്കിൽ എത്രയാച്ചാൽ ആ ഒരു ജമ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ വേണമെങ്കിലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മളെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കൂടും. ജസ്റ്റ് ബിക്കോസ് എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയിലെ ബെഞ്ച് മാർക്ക് മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻ്റലിജൻസിൻ്റെ ക്വാളിറ്റി മാറുന്നു. ഈ ഒരു കാരണം കൊണ്ട് പ്രൈസ് മെച്ചമുണ്ടാക്കാം. കുറയും. പ്രൈസ് കുറയുന്നു നമുക്ക് ബെറ്റ് ചെയ്യാം. പ്രൈസും കുറയും. പ്രൈസ് ഈ കുറച്ച് GPT-5 വന്നപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു. APIയുടെ കോസ്റ്റ് ഒരുപാട് അവർ കുറച്ചു. ക്ലോഡിന് 1/7th കോസ്റ്റിലാണ് GPT-5 റൺ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. ഒന്ന് ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾമോസ്റ്റ് ഫ്രീലി ഇന്റലിജൻസ് ഇത്രയും സിസ്റ്റംസ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഇറ്റ് ഹാസ് ഹാപ്പൻ നെവർ ബിഫോർ. എന്ത് പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാലും ആദ്യം അത് ഡിഫൻസിനോ ഗവൺമെന്റോ ഒക്കെ യൂസ് ചെയ്ത് കുറെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കോമൺ മാന്റെ കയ്യിലേക്ക് എത്തുക. ആൻഡ് ദ ഫസ്റ്റ് ടൈം
ഇൻ ദ ഹിസ്റ്ററി ഇറ്റ് ഈസ് ഹാപ്പനിങ് ടുഡേ. കോമൺ മെന്നിന്റെ കയ്യിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂളുകൾ അവൈലബിൾ ആകുകയാണ് അറ്റ് ദ റിയൽ ടൈം. ഞാൻ എന്നാലേ കുറച്ചൊരു മലയാളിയുടെ സ്വഭാവം കാണിക്കട്ടെ? ആ എന്ത് ഇവരൊന്നും വെറുതെ കൊടുക്കൂലല്ലോ. എന്തിനാ ഇപ്പൊ ഇത് എല്ലാവർക്കും ഒരേ ടൈമില് കൊടുക്കുന്നെ? വാട്ട് ഈസ് ദ സാം റീസൺ ഓൾട്ട്മാൻ ബിഹൈൻഡ് ദാറ്റ്? ഒരൊറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അയാള് GPT-4 ഫ്രീ ആക്കി, ചാറ്റ് ജിപിടി ഫ്രീ ആക്കിയത് ഞാൻ ഞെട്ടിയായിരുന്നു. കാര്യം നമ്മൾ പേ ചെയ്യായിരുന്നല്ലോ ആ സമയത്ത് ഇത് ആ. കിട്ടണമെങ്കിൽ. പെട്ടെന്ന് ഫ്രീ ആക്കി. പക്ഷെ സംഭവിച്ചത് അതിനുശേഷം ചാറ്റ് ജിപിടി 200-300 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സ് നേരെ ഇപ്പൊ ബില്യന്റെ റേഞ്ചിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഉം. അറിയാം. എന്റെ വൈഫിന്റെ അമ്മ വരെ ചാറ്റ് ജിപിടിയോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആക്ച്വലി വോയിസ് മോഡ് ഉപയോഗിക്കും. എന്നിട്ട് ബേബിയുടെ കാര്യങ്ങളൊക്കെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വോയിസ് മോഡിലാണ്. മലയാളം തിരിച്ചു പറയും. ഇമാജിൻ ദാറ്റ്. ആ. അപ്പൊ അവർക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ കിട്ടുക മാത്രമല്ല, ഹൗസ് ഹോൾഡ് നെയിമായി ചാറ്റ് ജിപിടി. ഇനി ഗൂഗിളും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ തലകുത്തി വന്നാലും ആ പേരുണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സാം ആൾട്ട്മാൻ ഈ അടുത്തൊരു പോഡ്കാസ്റ്റിലെ ബെൻ തോംസൺ, വിച്ച് ഇസ് വൺ ഓഫ് ദ ഓൺലി പോഡ്കാസ്റ്റേഴ്സ് ദാറ്റ് ഐ റിയലി ഫോളോ ഇൻ ദി ഇൻഡസ്ട്രി, പുള്ളിയുടെ സ്ട്രക്ചറി ഡിതറിംഗ് എന്നുള്ള പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം ചോദിച്ചു ഏറ്റവും ബെസ്റ്റ് മോഡൽ ഒരു ഭാഗത്ത്, ചാറ്റ് ജിപിടി ഒരു ഭാഗത്ത്, നിങ്ങൾ ഏതാണ് നിങ്ങൾ എടുക്കുക ഇഫ് യു ഹാഡ് an ഓപ്ഷൻ. പുള്ളി 2 പ്രാവശ്യം ആലോചിക്കാൻ പറഞ്ഞു ചാറ്റ് ജിപിടി എന്ന്. വിച്ച് മീൻസ് മോഡൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തെ മോഡൽ കമ്മോഡിറ്റി ആണ് പുള്ളി പറയുന്നത്. ഒരു വാല്യൂ ഇല്ല, നിഹറൻ വാല്യൂ ഇല്ല, ഫ്രീ ആവുന്നു. ഉം. ഉം. കൺസ്യൂമർ മൈൻഡ് ഷെയർ, ഡിമാൻഡ് ഒരു ആപ്ലിക്കേഷനിലുള്ള ഒരു സാധനത്തിന് യു കാൻ പുട്ട് എ പ്രൈസ് ഓൺ ദാറ്റ്. ഉം. വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഫ്രീ ആക്കി, ഇപ്പോഴും GPT-5 ഫ്രീ ആക്കി കൊടുത്തു. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അവർക്ക് ഡേറ്റ അവർക്ക് വളരെയേറെ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഡേറ്റ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡേറ്റ ഫാംസ് കൂടിയാണ് ഈ കാര്യം. എഗ്രീഡ്. പക്ഷെ എന്റെ ഒരു ഇതിലുള്ള ഞാൻ പറഞ്ഞല്ലോ മലയാളി ആംഗിൾ. നമ്മളൊന്നും വെറുതെ കിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഇഫ് വി ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ, അവിടെ നമ്മളാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് ഇവരിങ്ങനെ ചാറ്റ് ജിപിടി പോലത്തെ 7 ഇറക്കി, 8 ഇറക്കി, 9 ഇറക്കി ഇങ്ങനെ പോവായിരിക്കോ ചെയ്യുക? അതല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കോ 5 ഇയർ ഡൗൺ ദ ലൈന്? അതായത് ചാറ്റ് ജിപിടി ഈ രൂപത്തിലോ ഭാവത്തിലോ അല്ലാണ്ട് ഇപ്പൊ ജോണി ഐവുമായിട്ട് ഒരു കൊളാബ് വന്നല്ലോ. അപ്പൊ അവര് ഡിവൈസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പേന പോലെ ആയിരിക്കും ആ ഡിവൈസ് എന്ന് കണ്ടു. അതല്ല ചിലപ്പോൾ ഡിസ്പ്ലേ ഇല്ലാത്ത വോയിസ് ഫസ്റ്റ് ഡിവൈസ് ആയിരിക്കും എന്ന് കണ്ടു. ലൈക്ക് കുറെ സ്പെക്കുലേഷൻസ് ഉണ്ട് അതിന്റെ ബിഹൈൻഡിൽ. ബട്ട് ദെൻ നമുക്ക് ജനറലി എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്, ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. ഇപ്പൊ സാം ആൾട്ട്മാൻ അങ്ങനെ ഭയങ്കര ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് നാട്ടുകാരെ മുഴുവൻ AI കൊണ്ടുവന്നു. അങ്ങനെ ലൈക്ക് പുള്ളിയുടെ പേഴ്സണലി പുള്ളി ഒരു ബില്യനെയർ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണല്ലോ. അതായത് ഞാൻ എപ്പോഴും വലിയ ഫണ്ട് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത് നോക്കും. അപ്പൊ ആ ഏരിയ ഒരു ഹീറ്റഡ് ആക്ടിവിറ്റിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഈ ചങ്ങാതി ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ഫ്യൂഷൻ. ചെയ്യുന്നുണ്ട്, ഫ്യൂഷൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ പുള്ളിക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഉള്ളതായിട്ട് കണ്ടു. ദെൻ വലിയൊരു സംഭവം പുള്ളി ഈ ഓപ്പൺ എഐയിൽ എനിക്കൊന്നും ഇക്വിറ്റി ഇല്ല, ബട്ട് ദെൻ പുള്ളിക്ക് ഇക്വിറ്റി കിട്ടാനുള്ള എന്തൊക്കെയോ ടേംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നെഗോഷിയേഷൻ നടക്കുന്നു. ഉണ്ടാക്കും. അതെ. അതെ. വഴി ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടു. അപ്പോ ലൈക്ക് ഓപ്പൺ എഐന്റെ ഒരു പെക്യൂലിയർ ഫോമിംഗ് രീതി ഉണ്ടല്ലോ. അത് കാരണം അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അതിന്റെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ സാം ആൾട്ട്മാന്റെ ഇങ്ങളുടെ ഒരു മൈൻഡിൽ എന്തായിരിക്കും? സാം ആൾട്ട്മാൻ എന്നുള്ള വ്യക്തിയെ പേഴ്സണലി പരിചയപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ഒരു കോർ മോട്ടീവ് എന്തായിരിക്കും ജിജോയുടെ അഭിപ്രായത്തില്? സാം ആൾട്ട്മാനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മള് ഒരു ഒരു ടോക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് എയർബിഎൻബിയുടെ ഫൗണ്ടേഴ്സ് ആയിരുന്നു വന്ന് ഒരു ടോക്ക് ചെയ്യുന്നു. ഞാൻ 300 പേരെ കണ്ടായിരുന്നു ഓഡിയൻസിൽ. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. അത് വൈസിയുടെ ഡിന്നർ ടോക്സ് ആണ്. പുറത്ത് റിലീസ് ചെയ്യാറില്ല ഇന്റേണൽ. അപ്പൊ സമയത്ത് സൈഡിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ പുള്ളി വന്നിട്ട് എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചതിനകത്ത് ആ ഒരു പോയി കൈയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ കുറച്ചുപേർ അവിടെ പോയി സംസാരിക്കാൻ നോക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത്. ബട്ട് ആള് ഭയങ്കര ഹാൻഡ്സ് ഓഫ് ആയിരുന്നു ഡ്യൂറിങ് വൈസി കരാട്ടെ. ഈ ഓപ്പൺ ഐയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2019 ഉം. സോ വൈസി CEO വരുന്നപ്പോലും വല്ലപ്പോഴും വരാറുള്ളൂ. കുറച്ചു പ്രാവശ്യം സംസാരിക്കാൻ പറ്റി, പക്ഷെ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ അങ്ങനെയൊന്നും അവസരം ഉണ്ടായിരുന്നില്ല. ഇഫ് എനിത്തിങ് പോൾ ഗ്രാമിനോടുള്ള സംസാരിക്കാനായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ വല്ലപ്പോഴും വരാറുണ്ടായിരുന്നു. ബട്ട് ഒരു കാര്യം സാം ആൾട്ട്മാനായിരുന്നു ഞാൻ പറയാം. പോൾ ഗ്രാം പറഞ്ഞ പോലെ ഹീസ് ദ ബെസ്റ്റ് ഡീൽ മേക്കർ ഇൻ ദ വേൾഡ്. ഇപ്പൊ നമുക്കത് റിസൾട്ട്സ് സ്പീക്ക് ചെയ്യുന്നുണ്ട്. ട്രംപിനോട് പോയിട്ട് ആലോചിക്കുക ഡീൽ ഉണ്ടാക്കുകയാണ് വൈൽ ഇലോൺ മസ്ക് വാസ് ക്ലോസ് വിത്ത് ട്രംപ്. സ്റ്റാർഗേറ്റ്. വൈരികളായ 2 ആൾക്കാർ ഉള്ള സമയത്ത് സ്റ്റാർഗേറ്റിന്റെ ഡീൽ അവിടെ പോയി ട്രംപ് അപ്രീഷിയേറ്റ് ചെയ്ത് അനൗൺസ് ചെയ്യാം. അതിന്റെ കൂടെ ലാരി എലിസൺ, ഒറാക്കിളിന്റെ വേറൊരു ടോപ്പ് 10 റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഒരാളെ കൂടെ കൂട്ടി പിടിച്ചു, മാസിയോഷി സണ്ണിനെ, വേറെ ബിഗസ്റ്റ് ഇൻവെസ്റ്റർ ഇൻ ദ വേൾഡ് ടു ബി ഓണസ്റ്റ്.
ആളെ കൂടെ കൂട്ടുപിടിച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ ഹീസ് എക്സ്പെർട്ട് ഡീൽ മേക്കർ. മൈക്രോസോഫ്റ്റ് ആയിട്ടുള്ള ഡീൽ ആലോചിക്കണം. 10 ബില്യന്റെ കമ്പ്യൂട്ടറാണ് അദ്ദേഹം വാങ്ങിച്ചത് വിത്ത് എ വെരി വിയേർഡ് സ്ട്രക്ചർ. കുറച്ച് മൈക്രോസോഫ്റ്റ് തന്നെ ഔട്ടാവും ഉറപ്പാണ്. ഇപ്പൊ തന്നെ അല്ലെ അവരിപ്പോ ഓൾറെഡി ഇഷ്യൂസ് തുടങ്ങിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. 2-3 വർഷമായി ഇഷ്യൂ തുടങ്ങി. സത്യത്തിൽ ഒരുവിധം പിടിച്ചു നിൽക്കാണ് ബിക്കോസ് ദേ ഹാവ് ദ ബെസ്റ്റ് മോഡൽ എന്നുള്ള പോലെ. ഉം. ബട്ട് ഹീസ് ഓൾസോ എ റിയലി ഇന്റലിജന്റ് ഗായ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് 2 പേർക്കും പോസിറ്റീവ് വന്ന രീതിയിൽ അത് എൻഡ് ആയിരിക്കും. ബട്ട് മൈക്രോസോഫ്റ്റ് ഇസ് ഗോണ ബി ഔട്ട് ഓഫ് ദ പിക്ചർ. അതുകൊണ്ടാണ് അവർ ഗ്രോക്കുമായിട്ടും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ പാർട്ണർ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ടു സ്റ്റേ മോഡൽ അഗ്നോസ്റ്റിക്. അതായത് ഒരു മോഡലോട് അധികം പാർഷ്യാലിറ്റി കാണിക്കാൻ ഇരിക്കുന്നതാണ് അവർക്കും നല്ലത്. കാര്യം അഷർ ആണ് അവരുടെ ഏറ്റവും നല്ല ബിസിനസ്. ഇറ്റ്സ് എ മോഡൽ ഉം. agnostic platform. So Sam Altman is playing like a 4D chess. ഒരു സംശയമില്ല. And we can't guess. ഈ ഈ ഇറക്കുന്ന ഡിവൈസ് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന് കാര്യം മാത്രമല്ല, ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ എങ്ങനെ എടുക്കുന്നു, എത്രത്തോളം വലുതാവും എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ പീപ്പിൾ, റൈറ്റ്? ഇറ്റ്സ് നോട്ട് അപ് ടു ഹിം. അപ്പോൾ ഹി ക്യാൻ ഡു ഹിസ് ബെസ്റ്റ്. പക്ഷേ ChatGPT പോലെ ഒരു ആക്സിഡന്റ് ആയിരുന്നല്ലോ. ഹി ഹാസ് സെഡ് ഇറ്റ് ഹിംസെൽഫ്. കാര്യം ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ChatGPT ഹിറ്റാവുന്നുള്ളത്. കാര്യം ഉം. ഈ ഉണ്ടാക്കിയ AI ചാറ്റാക്കി ഇറക്കിയ ഇത്രയും റിസപ്ഷൻ കിട്ടുന്നുള്ള ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ്. ഒരു നല്ല പേരിടാൻ പോലും എഫേർട്ട് ഇട്ടിട്ടില്ല. എക്സാക്ട്ലി. ബട്ട് നൗ ഐ തിങ്ക് എക്സലന്റ് പേരാണ്. അത് വൺസ് തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പറയാനും ഉണ്ടാക്കാനൊക്കെ എനിക്കൊന്ന് നന്നാവും. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് കാരണം ഓർത്തു വെക്കും ആൾക്കാര്. തീർച്ചയായിട്ടും എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടും തോന്നുന്നുണ്ട്. ചാറ്റ് എന്നുള്ള ഉം. വെറും വാക്ക് വെച്ചാൽ പോലും എനിക്ക് അത്രയും ഇതാവില്ലായിരുന്നു. ടെക്നിക്കൽ, ഫീൽസ് ഇന്റലിജന്റ് ആൻഡ് എന്ത് പൊട്ട പേരിട്ടാൽ ആൾക്കാർ പറഞ്ഞത് ആക്ച്വലി അവർക്ക് ഇഷ്ടമുള്ള എടുക്കുമല്ലോ. ബട്ട് എനിക്കറിയില്ല ഫോം ഫാക്ടർ എങ്ങനെയായിരിക്കും ഡിവൈസിന്റെ ചെയ്യാന്ന്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി നമ്മുടെ ഒപ്പം കൂടെ സഞ്ചരിക്കുന്ന, എപ്പോഴും ഓൺ ആയിട്ടിരിക്കുന്ന, കുറെ കോണ്ടെക്സ്റ്റ് ലേൺ ചെയ്യുന്ന ആൻഡ് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ ഇത്. പക്ഷെ എല്ലാവർക്കും പ്ലെയിങ് ഫീൽഡ് ഓപ്പൺ ആണ്. ഇലോൺ മസ്ക് ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഹീ സ്മാർട്ട്. കാര്യം അത് നമുക്ക് ഫാക്ടറികളിൽ ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ ഫാക്ടറി തന്നെ ആദ്യം ഉപയോഗിച്ചു തുടങ്ങുമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. ആൻഡ് ദ വേൾഡ് ഇസ് ബിൽറ്റ് ഫോർ ഹ്യൂമൻസ്, റൈറ്റ്? ഡോർ ഹാൻഡിൽ ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹ്യൂമൻസ്. Everything. അതെ. അപ്പൊ ആ ഒരു ഫോം ഫാക്ടറിന് അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. ബട്ട് വി നെവർ നോ വാട്ട് വിൽ വർക്ക്. ഐ ഡോണ്ട് തിങ്ക് ഐഫോൺ ഇസ് ഗോണ ഗോ അവേ. അറ്റ്ലീസ്റ്റ് 5 വർഷത്തേക്ക് അത് ഇവിടെ പെട്ടെന്ന് അങ്ങ് പോവോ, എടുത്തു മാറ്റാൻ പറ്റും തോന്നുന്നില്ല. കാര്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് ക്യാമറ ആൻഡ് വീഡിയോ ആൻഡ് എവറിത്തിങ്. അത് കോമ്പാക്ട് ആക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് മൈ തോട്ട്സ്. അത് ഫോണുകളുടെ റീപ്ലേസ്മെന്റ് ആവണം എന്നില്ല. ഒരു എൻറ്റയർലി ന്യൂ ഡിവൈസ് ആയിട്ടായിരിക്കും മേ ബി അത് പുറത്തോട്ട് വരിക അല്ലേ? അതെ. ഒരു സെക്കൻഡ് ഡിവൈസ്, അതായത് പ്രൈമറി ഡിവൈസ് ഫോണാണെങ്കിൽ ഒരു സെക്കൻഡറി ഡിവൈസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അത് ഞാനിത് ചിന്തിക്കാനുണ്ടായ കാരണം സക്കർബർഗിന്റെ ഒരു ഡയലോഗ് കണ്ടിട്ടുണ്ട്. അതായത് പുള്ളി പറഞ്ഞ് സ്മാർട്ട് ഗ്ലാസ്സുകൾ ഇല്ലാത്ത ആൾക്കാർ ഇനിയുള്ള കാലത്ത് അവർക്കൊരു ഡിസഡ്വാൻറ്റേജിലായിരിക്കും, ഉള്ള ആൾക്കാർക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലൈക്ക് ആ ഭാഗം നോക്കിയിരുന്നു. തീർച്ചയായിട്ടും സക്കർബർഗിന്റെ കാര്യം നമുക്കറിയാലോ. മെറ്റാവേഴ്സിനെ കുറിച്ച് ഇതേ എക്സൈറ്റ്മെന്റ് പുള്ളിക്കുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പേര് വരെ മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൽ പുതിയ കണ്ട ഓൾ ഇൻ അടിക്കുന്ന ആളാണ്. അതിന്റെ റിസൾട്ട്സ് ഇടയ്ക്ക് വളരെ ഉണ്ടാവും. ഇപ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വാക്ക് അറിയതൊക്കെ ചില സമയത്ത് ഭയങ്കര ഫ്ലോപ്പ് ആവാറുണ്ട്. സോ ഐ വുഡന്റ് ടേക്ക് എവറിത്തിങ് ഒരു ഗോസ്പൽ പോലെ എടുക്കില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അത് ചെയ്യുമ്പോൾ പുള്ളി ഓൾ ഇൻ ബെറ്റ് അടിക്കുക എന്നുള്ളത്. പക്ഷെ വി നോ ദാറ്റ് വൺസ് അത് വർക്ക് ചെയ്യില്ലെന്ന് അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് പുള്ളി സ്പോട്ടിൽ പുറത്തേക്ക് ഇറങ്ങും. സ്റ്റേബിൾ എത്ര ബില്യൺ ലോസ് ആയാലും എന്തായാലും. ആൻഡ് ഹിസ് ഇൻവെസ്റ്റേഴ്സ് ഡോണ്ട് അപ്രീഷിയേറ്റ് ദാറ്റ്. ഇപ്പോഴും ചെറിയ പ്രശ്നം നടക്കുന്നുണ്ട്, ലൈക്ക് ഇത്രയും ഓവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറഞ്ഞിട്ട് മെറ്റയില്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് സ്റ്റേബിൾ കോയിൻ ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു 2 വർഷം മുമ്പ് സക്കർബർഗ്. അദ്ദേഹം ലീബ്ര എന്ന് പറഞ്ഞൊരു സ്റ്റേബിൾ കോയിൻ വേൾഡിന്റെ കറൻസി ആവുന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തു. ഞാന് 2019 എന്റെ പുസ്തകം എഴുതി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഈ ചങ്ങാതി എന്തോ വലിയ സംഭവമാക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു ചാപ്റ്റർ ലിബ്രക്ക് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. ലിബ്രയുടെ സാധ്യതകളൊക്കെ വെച്ചിട്ട്. പിന്നെ അത് ഇങ്ങോട്ട് ഗ്യാസ് ഔട്ട് ആയി പോയി. അതായത് പിന്നെ അതിനെ കുറിച്ചൊന്നും കാണാനില്ലല്ലോ. യൂഷ്വലി ആൾക്കാർ ഈ ഗ്യാസ് ഔട്ട് പ്രൊജക്ടിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നല്ല വാക്കെങ്കിലും പറയാറുണ്ട്. പക്ഷേ സ്ട്രൈപ്പ്, പാട്രിക് കോളിസൊന്നും മാർക്ക് സക്കർബർഗിന്റെ ഈ അടുത്തുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ നോക്കണം. അതിനകത്ത് ഇതിനെ കുറിച്ച് ജോൺ കോളിസൺ, സ്ട്രൈപ്പിന്റെ കോഫൗണ്ടർ, ചോദിക്കുന്നുണ്ട് ജോൺ ലീബ്രയെ കുറിച്ച്. That's in the past. We don't care about that anymore. സാധനം ഉണ്ടാക്കും. ഞാൻ ഞെട്ടിപ്പോയി. that was so inspirational to me. ഞാൻ അവിടെ സ്റ്റേജിൽ നിന്നപ്പോൾ എനിക്ക് ലിറ്ററലി ഗൂസ് ബംപ്സ് ആയിരുന്നു. എനിക്ക് കുളിര് പോയി. കാര്യം അങ്ങനെ വേണ്ട ഒരു ഓണ്ടർപ്രണർ ചിന്തിക്കാൻ. ഒരു കാര്യം വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അപ്പം സ്പോട്ടിൽ നിർത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകണം. കാര്യം അവിടെ ഒരു സൺകോസ്റ്റ് വൈസ് വെക്കുന്നത്, അതെ, സൺകോസ്റ്റ് വൈസ് വെക്കുന്നത് ഒരു ഗാംബ്ലറിന്റെ സ്വഭാവമാണ്, ഒരു ചൂതാട്ടക്കാരന്റെ സ്വഭാവമാണ്. കാശ് പോയി ഇനിയും കളിക്കണം എന്നുള്ളൊരു ചിന്ത. കാശ് പോയി പക്ഷെ സാധനം വർക്ക് ചെയ്തില്ലേ അവിടെ നിർത്തി എണീറ്റ് പോകണം എന്നാണ് നല്ല ഒരു ഓണ്ടർപ്രണറിന്റെ ഒരു ലക്ഷണം എനിക്ക് തോന്നുന്നു. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിരുന്ന സമയത്തെ
എനിക്ക് ഇതേ ബയാസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കുമ്മല് പൈസ പോയിട്ടുണ്ടാവും. പിന്നെന്താ ചിന്തിക്കാറ്, ഞാൻ അതുമ്മന്ന് തന്നെ പൈസ ഉണ്ടാക്കുംന്ന് കരുതിയിട്ട് പിന്നെ അതന്നെ വാങ്ങും. ഇത് കഷ്ടകാലത്തിന് പിന്നെയും താഴോട്ട് പോകും. നമ്മളാണെങ്കില് എപ്പളും ലെവറേജ്ഡ് ബൈ ആയിരിക്കും. അതായത് 1:10 ആ റേഷ്യോയിലൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അന്ന് വൈകുന്നേരത്തിനുള്ളില് ഇൻട്രാഡേ ആയിരിക്കും അധികം. അപ്പൊ അന്ന് വൈകുന്നേരത്തിനുള്ളില് പൊസിഷൻ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ലോസിന്റെ പ്രശ്നവും മറ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു 3 മണി 3:15 നമ്മളെ പൊസിഷൻ സ്ക്വയർ ഓഫ് ആവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പോയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ ഇരട്ടി പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റിക്കവർ ചെയ്യാനാണ് രണ്ടാമത് പോയത്. എന്ന് വെച്ചാൽ ആ ഒരു ബയാസാണ്. അതായത് അതിന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്ന് കരുതും. പക്ഷെ ഓന്റർപ്രണേഴ്സിന്റെ ഒരു പ്രൈമറി ക്വാളിറ്റി പറയണത് ഒരു സംഭവത്തിന്ന് എപ്പോ കട്ട് ഓഫ് ചെയ്ത് അടുത്തലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ? ജസ്റ്റ് ലൈക്ക് സക്കർബർഗ് ചെയ്ത പോലെ. അതെ, എക്സാക്ട്ലി. അതെ. സക്കർബർഗ് പിന്നെയും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. പിന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ. ദീപു ചേട്ടൻ ഇതിലെന്തോ പറയാനുണ്ട് തോന്നുന്നു. ചിരിക്കുന്നുണ്ട് നന്നായിട്ട്. അല്ല, എനിക്ക് പറയാനായിട്ടുള്ളത് ട്രാൻസിഷൻ സ്റ്റേജിലാണ്. വളരെ വേഗത്തിലായി ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കട്ടെ, നമ്മൾ പണ്ട് ലാൻഡ് ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന കാലത്ത് നിന്ന് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് വന്നു. ഇതിനിടയിൽ കുറച്ചു കാലം പേജർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? കുറെ കാലമൊക്കെ ആൾക്കാർ എല്ലാവരും വാങ്ങിച്ചൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കംപ്ലീറ്റ്ലി ഇറലവന്റ് ആയിപ്പോയി. അടുത്ത അഡ്വാൻസ് ഓപ്ഷൻസ്. ഇപ്പൊ നമ്മൾ ആ ഒരു പേജർ കാലഘട്ടത്തിലാണ് എയുടെ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച പല കാര്യങ്ങളും വി വിൽ നോട്ട് ബി യൂസിങ് ഇൻ നിയർ ഫ്യൂച്ചർ. കാര്യം ഇതെല്ലാം മച്ച് ബെറ്റർ ആയിട്ട് നമ്മളുടെ ഇന്റർനെറ്റിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ട് അത് മാറും എന്നുള്ളത് തന്നെയാണ്. ഇന്റർനെറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വെബ്സൈറ്റും പോയി ഇ കൊമേഴ്സ് ചെയ്യുന്നതും സൈറ്റ് യൂസ് ചെയ്യുന്നതും ഈ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മുടെ കൾച്ചർ തന്നെ മാറാനായിട്ട് പോവാണ്. ബിക്കോസ് ദിസ് ആക്ട് ആസ് ദ ഗേറ്റ് വേ ഫോർ ഗെറ്റിംഗ് അവർ നീഡ് സാറ്റിസ്ഫൈഡ്. നമ്മൾ എന്തിനാ സൈറ്റിൽ പോകുന്നത്? നമുക്കൊരു ആവശ്യമുണ്ട്, ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ഇതിനകത്ത് പോയി കമ്പയർ ചെയ്യുന്നു, ഏത് സൈറ്റ് എടുക്കുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം ടൂൾ കോളിംഗ് ഡിവൈസസ് ആയിട്ട്, അതായത് ഇതുപോലത്തെ ഇന്റർഫേസുകൾ എല്ലാം ഈ പല ടൂളുകളെ കോൾ ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഡിവൈസ് ആയിട്ട് മാറും. അത് ഫിസിക്കൽ ആയിക്കോട്ടെ, അത് ഡിജിറ്റൽ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിൻഡോസിന്റെ ആദ്യത്തെ പി സി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് എല്ലാം ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ലേ? അതുപോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ആൻഡ് കുറച്ച് കാര്യം കഴിയുമ്പോൾ അത്തരം രീതിയിലായിരിക്കില്ല നമ്മൾ AI വേൾഡുമായിട്ട് ഇന്റർഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനേ അതിൽ എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സാം ആൾട്ട്മാന്റെ ഒരു അൾട്ടീരിയർ മോട്ടീവ് എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചതല്ല. ആക്ച്വലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനി ടെക്നോളജി വരുമ്പോൾ അതിനൊരു ഫസ്റ്റ് ഓർഡർ എഫക്റ്റ്, സെക്കൻഡ് ഓർഡർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിപ്പിൾസ് ഉണ്ടാവും. എനി ടെക്നോളജി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എക്സാക്ട്ലി ChatGPTയുടെ കറന്റ് ഫോം അതിൻ്റെ ഫസ്റ്റ് ഓർഡർ എഫക്റ്റ് ആയിരിക്കാം. അത് ആൾക്കാർക്ക് ഒരു ഇന്റലിജന്റ് അസിസ്റ്റന്റിനെ കൊടുക്കുന്നു. മോസ്റ്റ് ഓഫ് ദ ജോബുകളിൽ അത് കോപൈലറ്റ് ആണ്. ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ കോപൈലറ്റ് ആണ്. അറ്റ് സം പോയിന്റ് ഈ കോപൈലറ്റ് എന്നുള്ള സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മൾ കാറുകൾ ഇത്രയും കാലം കാറിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു കോപൈലറ്റ് ആണല്ലോ. ബേസിക്കലി കാറിന് സ്വയം പോകാൻ കഴിയില്ല, സോ വി നീഡ് ടു ഡ്രൈവ് ഇറ്റ്. ബട്ട് ദെൻ ഇപ്പോൾ അതൊരു ഓട്ടോണമസ് കാർ എന്നുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതായത് അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. ഇനിയും ടെക്നോളജി ഒരുപാട് മെച്ചുവർ ആവാനുണ്ടാവും. ഇലോൺ മസ്ക് പറയേണ്ടത് ഇക്കൊല്ലം അടുത്തൊല്ലം എന്നൊക്കെ പറയണ്ടാവും. ബട്ട് ദെൻ നമുക്കൊരു റിയലിസ്റ്റിക് സിനാരിയോന്ന് ഒരു അനദർ 5 ഇയേഴ്സ് എല്ലാം കരുതുക. ബട്ട് ദെൻ എസെൻഷ്യലി അത് ആ പാത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല. ലൈക്ക് അതാണ് അതിന്റെ ഡിറക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പൊ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഓർഡർ എഫക്റ്റ് പോലെ തന്നെയും നമുക്ക് ഇതിന്റെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ എഫക്റ്റുകൾ ഉണ്ടാവില്ലേ? AI അതായത് ഇന്റലിജൻസ്. ഞാൻ എപ്പോഴും ഈ കൺവേർജൻസ് ഓഫ് ടെക്നോളജികൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പൊ AI പ്ലസ് റോബോട്ടിക്സ് പ്ലസ് 3D പ്രിന്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റോബോട്ടിനെ സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ 3D പ്രിന്റിംഗ് ഉപയോഗിക്കാം. ഫിസിക്കൽ രൂപമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ AI ഡിജിറ്റൽ ആയതുകൊണ്ട് ഡിജിറ്റൽ റെപ്ലിക്കേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫിസിക്കൽ റെപ്ലിക്കേഷൻ, റോബോട്ടിന്റെ റെപ്ലിക്കേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിന്റെ റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ടാകും. ഇത് ശരിക്കും ഒരു 2.5 ഇയേഴ്സ് ഓഫ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഓഫ് ChatGPT എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കാം. എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താ വെച്ചാൽ, ഇത് ഉള്ളവരെ കൂടുതൽ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതായത് ഇന്റലിജൻസ് ഓൾറെഡി ഉള്ള ആൾക്കാരെ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ, നന്നായി ചിന്തിക്കുന്ന ആൾക്കാരെ, അവരുടെ എബിലിറ്റി ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു ശതമാനം ആൾക്കാരും ഒരു ആവറേജ് ഇന്റലിജൻസ് ഒക്കെ ഉള്ള ഒരു ആവറേജ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ, ഇവർ ആ പണിയും കൂടെ ChatGPTക്ക് കൊടുത്തിട്ട് ഇപ്പൊ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് MITയുടെ ഒരു റിസർച്ചും ഞാൻ റീസെന്റ് കാണുണ്ടായി. അതായത് ChatGPT റെഗുലർലി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ബ്രെയിൻ ആക്ടിവിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. കാരണം കുറച്ചുകൂടെ ലേസി ആയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ലേസി ആയിട്ടുണ്ട്. ഞാനിപ്പോ ഇരുന്ന് എഴുതാറുണ്ട് ഇപ്പൊ അതുകൊണ്ട്. കുറച്ച് എഴുത്ത് മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞോളൂ, സോറി.
ഓക്കെ, ഓക്കെ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് വേറൊരു ടേക്ക് ഉണ്ട്. ഞാൻ പറയാം. അതായത് ഇതെന്താ വെച്ചാല്, എനി ടെക്നോളജി വരുന്ന സമയത്ത് ആക്സസ് ഉള്ള ആൾക്കാര് ഇപ്പൊ നമ്മളെല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെന്ന് പറയുമ്പോഴും, ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് ആക്ച്വലി ഒരേപോലെ അല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഞാൻ ഒരു വിഷയത്തെ കേൾക്കുന്നത് എന്റെ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് ഒപ്റ്റിമിസത്തിൽ നിന്നായിരിക്കും. ഞാൻ ഒരു കാര്യം കേൾക്കുന്നത്, ഞാൻ ജനറലി ഒപ്റ്റിമിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് കേൾക്കുമ്പോഴും ഇതിനെക്കൊണ്ട് എനിക്കെന്ത് ചെയ്യാന്ന് ആലോചിക്കാം. ഇതേ സാധനം ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ള ചങ്ങാതി എങ്ങനെ ആലോചിക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിലേ ജീവിതം മോശമാണ്, ഇനിയിപ്പോ ഇതും കൂടെ വന്നിട്ട് ഞാൻ ഇനി അതിന്റെയും കൂടെ റിസ്ക് എടുക്കണമെന്ന് ചിന്തിക്കുക. അത് ഒരു വേ ഓഫ് തിങ്കിങ്. അപ്പോൾ പലപ്പോഴും ഇപ്പൊ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ നെഗറ്റീവ് ആംഗിൾ ഒന്നും ആവൂല നമ്മുടെ മനസ്സ്, ബിക്കോസ് നമ്മൾ പോസിറ്റീവ് ആണ്. പക്ഷെ കേൾക്കുന്ന ആള് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെർസെപ്ഷൻ എന്താണ്, സംതിങ് വെരി ബാഡ് ഈസ് കമ്മിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എഐയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ, ഒരു 2 to 3 ഇയേഴ്സ് നമുക്ക് ഇത് ഒരുപാട് സോഷ്യൽ എക്സ്പെരിമെന്റിനുള്ള ടൈമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് ലോകത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. കാരണം ഇതൊരു ട്രൈ ഔട്ട് ആണ്. എല്ലാവർക്കും ഒരേ സമയം ഹൈ ലെവൽ ഇന്റലിജൻസ് നിയർ സീറോ കോസ്റ്റിൽ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് ആരാണ് ഇതിന്ന് കഴിച്ചിലാവുന്നത് നോക്കുക. ആൻഡ് എൻ്റെ ഒരു ലിമിറ്റഡ് റിസർച്ച് ആണ് ഇത്, ഒരു ഡാറ്റ ബാക്കഡ് അല്ല. ഓൾറെഡി അത്യാവശ്യം അന്തക്കുള്ള ചങ്ങായിമാര് ബെറ്റർ ആവുന്നുണ്ട്. ഓൾറെഡി ലേസി ആയിട്ടുള്ള ആൾക്കാർ ഒന്നും കൂടെ ലേസി ആവുന്നുണ്ട്. അവര് വന്നിട്ട് ഈ ടൂളിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ട് ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവര് ക്രിയേറ്റീവ് ആയിട്ടില്ല. ഇപ്പൊ പ്രോംപ്റ്റിംഗ് ഈസ് എ വേ ഓഫ് ലൈക് ക്രിയേറ്റീവ്ലി എക്സ്പ്രസിങ് അവർ ഐഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ലൈക്ക് അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു രണ്ടേങ്ങൾ എനിക്ക് രണ്ടാളുടെയും ഒരു ടേക്ക് ഇതിൽ കിട്ടിയാൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഓൾറെഡി ഉള്ള ആൾക്കാരെ ഇത് അഗൈൻ എംപവർ ചെയ്തിട്ടുണ്ട്. ഒരു മാസ് എംപവർമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലിമിറ്റഡ് ഒബ്സർവേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇതിനകത്ത് വലിയൊരു ഡിവൈഡ് ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമലി പറയില്ല, ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ എടുക്കുന്ന ആൾക്കാർ. അവരെ സംബന്ധിച്ചുള്ള അവർ ഈ ടൂൾസിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഇതിന്റെ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ ടാപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫേസ്. കാര്യം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ ഇത് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് സോൾവ് ചെയ്യാം. ബാക്കി നേരം വെറുതെ ഇരിക്കാം. ബാക്കി ഇതിനെ വെറുതെ ഇരിക്കാം, ബാക്കിയുള്ള കുറെ വീഡിയോസ് കാണാം, ബാക്കിയുള്ള കാര്യങ്ങളെയും ന്യൂസ് കാണാം എന്ന് പറയുന്ന രീതിയിലേക്ക് എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് ഇവർ ഇതിനെ ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ ഇതിലേക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്റലക്ച്വലി താഴേക്കും കൂടി പോവുകയാണ്. നമുക്ക് അത് ചെയ്യാനുള്ള സ്കില്ലും കൂടി നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു വിഷനോ ഒരു ഡയറക്ഷനോ ഇല്ല എങ്കിൽ യു വിൽ ബിക്കം ഐസൊലേറ്റഡ്, അല്ലെങ്കിൽ അതിനകത്ത് ശരിക്കും നേരത്തെ നമ്മൾ പറയുന്നത് ഇറലവന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറി പോകുന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങളുടെ ആ മേഖലയിൽ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാനായിട്ട് തടസ്സമായിട്ട് നേരത്തെ ഈ ടെക്നോളജിയിലേക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. ഒന്നാലോചിച്ച്, ഒരു ഫോട്ടോഷോപ്പ് പഠിച്ചൊരു സോഫ്റ്റ്വെയർ ഒരുപാട് മെനു അടിക്കണം, എന്തൊക്കെയാണെന്നുള്ള ട്രെയിനിങ് മാനുവൽസ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ലോകത്ത് വെറുതെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് എന്തും പറഞ്ഞു തരാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു അസിസ്റ്റന്റ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ചോദിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിന് റിലവന്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന പോലും ഇല്ല ഇത്രയും വലിയൊരു അസിസ്റ്റന്റ് കിട്ടിയിട്ട്. സോ ആ ഒരു പണ്ട് ടൂളുകൾ പഠിക്കുന്നതിന്റെ കോംപ്ലക്സിറ്റി കൊണ്ട് ആ ഒരു അവേർഷൻ നമ്മൾ ഇന്ന് കാര്യങ്ങളോട് ചോദിക്കാൻ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് കണക്കാക്കരുത് എന്നുള്ള ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പണിയെ എളുപ്പമാക്കിയിട്ട് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ടായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദീപു ചേട്ടൻ അവിടെയും ഇവിടെയും തൊടാണ്ട് ആൻസർ പറഞ്ഞാണ്. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡാ ചോദിച്ചത്. എന്താ വെച്ചാല് ഇത് ഈസ് എംപവറിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഡിവൈഡ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് എയുടെ ഇന്റലിജൻസ് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പണ്ട് സാക്ഷരത കേരളത്തിൽ നടന്നിട്ടുണ്ട് അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സെഗ്മെന്റ് ആയിട്ട് വെച്ചിട്ട് അധ്യാപകർ പോയിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ 100% പേരെഴുതാൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാക്കി. ഇത് ബിൽഡ് ചെയ്യാനുള്ള പ്രശ്നം എന്താണെന്നറിയോ? അന്ന് അധ്യാപകരായിക്കോട്ടെ, ഒരു വായനശാലയിൽ ഇരിക്കുന്ന ഒരാളുടെ ആയിക്കോട്ടെ, പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുകയാണ്. പക്ഷെ ഇത് അറിയുന്ന ആൾക്കാർ, അതിലേക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അപ്പൊ ഇത്തരം ആൾക്കാരെല്ലാവരും ഇതിന് അവേർഷനായിട്ട് ഇത് ഒന്നും മാറ്റമൊന്നും വരുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ
ഈ കോളേജിൽ നമുക്കൊരു ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചറാ വേണ്ടേ. എന്തിനാ? ഈ ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുത്ത് വീട്ടുകാർക്കും ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ വിദ്യാർത്ഥികൾ തന്നെ തയ്യാറായാൽ മതിയെന്നേ. അധ്യാപകർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഈ ടൂളുകൾ എന്താണ്? എങ്ങനെ ഇത് ഉപയോഗിക്കണം? എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം? വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഇന്നത്തെ യുവജനങ്ങളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്നതാണ്. എനിക്ക് അതിലൊരു പ്രാക്ടിക്കൽ റൂട്ട് എൻ്റെ ഒരു ചിന്തയിലുണ്ട്. ബട്ട് എനിക്ക് ജിജോന്റെ കൂടെ ഒപ്പീനിയൻ കിട്ടിയിട്ട് ഞാൻ പറയാം. ഇത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളെക്കാളും ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നം തന്നെയായിരിക്കും ഇപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപയോഗിച്ചുള്ള പ്രശ്നം നമ്മൾ എന്തായാലും ഡീൽ ചെയ്യും. പക്ഷെ അതിപ്പോൾ സ്ക്രീൻ ടൈമിനാണെങ്കിലും പ്രശ്നങ്ങളുണ്ടല്ലോ. സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതൽ നമ്മുടെ തലയിലൊക്കെ. അപ്പോൾ അതിന്റെ ഒരു കണക്ക് MIT കുറെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. അത് വളരെ വലുതായിരിക്കൂലേ. ChatGPT ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആലോചിക്കുമ്പോൾ ChatGPT കുറച്ചുകൂടി ഒരു പ്രൊഡക്ടിവിറ്റി ടൂളാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു എഫേർട്ട് ഇടണം. പാസീവായിട്ടുള്ള സ്ക്രോളിംഗ് അല്ല. ഒരു എഫേർട്ട് ഇടണം. തിരിച്ച് റെസ്പോൺസ് കിട്ടണം. അത് യൂസ് ചെയ്യണം എവിടെയെങ്കിലും എപ്പോഴും ChatGPT ആവുള്ളൂ. കുറച്ച് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ഒക്കെ ഉണ്ട് എല്ലാ ടെക്നോളജിയും പോലെ തന്നെ. ഇപ്പോൾ തെറാപ്പിക്ക് ആൾക്കാർ ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് കേട്ട് ആക്ഷൻ എടുക്കുന്നു. റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്നു. അല്ലെ ഡാർക്ക് ആയിട്ടുള്ള തോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു ആത്മഹത്യയൊക്കെ ഉണ്ടായി ക്യാരക്ടറായി ഉപയോഗിച്ചിട്ട്. സോ എല്ലാ ടെക്നോളജിക്കും ഒരു ട്രെഡ്മിൽ ഉണ്ടാക്കിയ ട്രെഡ്മിൽ ഇടയിൽ പോയി ഒരു കൊച്ചു ചാടി വീണ് മരിച്ചിട്ട് അതുവരെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാ ടെക്നോളജിക്കും ഒരു ഡിസാസ്ട്രസ് സൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ഉണ്ടാവും. ബട്ട് ഉം. ഓവറോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത് കമ്പയർ ടു സോഷ്യൽ മീഡിയ, ChatGPT ഈസ് എ പോസിറ്റീവ് ഫോഴ്സ് ഫോർ ദ വേൾഡ്. അപ്പോൾ അത് ഉം. ഉപയോഗിക്കുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന ഡേഞ്ചറിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ഡേഞ്ചർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിത്തിങ് ഉം. നിങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് വോയിസ് മോഡൊക്കെ എനിക്ക് തോന്നുന്നത് പ്രായമായിട്ടുള്ളവർക്ക് വരെ ഉപയോഗിക്കാം. കണക്കുകൾ കൂട്ടാനോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്വയം പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഒരു നോട്ട് ടേക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. അപ്പോൾ എൻ്റെ പപ്പ അത് ഉപയോഗിച്ചു. പപ്പ ഒരു 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 കർഷകരാണ്. ഒരു ഫാം നടത്തുന്നുണ്ട്. അപ്പോൾ കണക്ക് എഴുതി വെക്കുന്നതിന് വരെ വോയിസ് നോട്ട്സ് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഉം. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ഈ ടൂളുകൾ എങ്ങനെ എത്തിക്കാം? ഒരു നല്ല രസമുള്ള ഒരു സാഹചര്യം അല്ലേ? നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ പാരന്റ് ഉപയോഗിക്കാന്ന് പറയുന്നത്. അതെ, അതെ. ബയോഗ്രഫി ആണ്. എന്റെ വീഡിയോസ് എന്റെ ഉമ്മ കാണാറില്ല. ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഈ വീഡിയോ കുറച്ചത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഇതെങ്കിലും മനസ്സിലാവുന്ന വിചാരിക്കും. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഉം. അത് ChatGPT വോയിസ് മോഡ് ഓണാക്കി കൊടുത്താൽ മലയാളം പറയാൻ അറിയുന്ന എല്ലാവർക്കും അത് ഉപയോഗിക്കാം. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഫ്രീയുമാണ്. അപ്പോൾ ഉം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വൈഫിൻ്റെ അമ്മ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. കുക്കിങ്ങിനും എല്ലാ കാര്യത്തിനും ചോദിച്ചു ഇതാക്കുന്നുണ്ട്. ഉം. അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർ ഫ്ലുവൻ്റ് ആവുന്ന പോലെ നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും വർക്ക് ഫോഴ്സിൽ. ഇപ്പോൾ കോഡിങ്ങിൽ നമ്മൾ ടീമിൽ കാണാറുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണ് ഒരു ഫ്രിക്ഷനുള്ള കേഴ്സറും ബാക്കിയുള്ള AI ടൂൾസ് ഉപയോഗിക്കാൻ. കമ്പയർ ടു ജൂനിയേഴ്സ്, ജൂനിയേഴ്സ് കുറച്ചുകൂടെ ഓപ്പൺ ആണ് ആൻഡ് പെട്ടെന്ന് എടുത്ത് യൂസ്ഫുൾനെസ് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ, ഈ AI ടൂളുകൾ ബെറ്റർ ആകുമ്പോൾ പെട്ടെന്ന് കയറി എക്സ്പേർട്സ് നേരിട്ട് ഉപയോഗിച്ച് തകർക്കാൻ പറ്റുന്ന വരില്ല. അതേസമയം ജൂനിയേഴ്സിന് ഓരോ അപ്ഡേറ്റിലും ഓരോ പുതിയ മോഡൽ റിലീസിലൊക്കെ അവരുടെ പ്രോസസ്സസ് അല്ലെങ്കിൽ അവരുടെ വെബ് ഇങ്ങനെ സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറാസ് എക്സ്പേർട്സ് ഒരു പോയിന്റ് എത്തുമ്പോൾ they'll lag behind by a lot. നേരത്തെ പറഞ്ഞ ആ സങ്കൻ കോസ്റ്റ് ഇല്ലേ? അതായത് അവര് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം പെട്ടെന്ന് വിടുമ്പോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഇവർക്കതില്ല. വിടുന്നില്ലെന്നാണ് എൻ്റെ ഹോൾ പോയിന്റ്. അവർക്കാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത്. കാര്യം അവർക്കാണ് ഏറ്റവും യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഉള്ളത്. ബട്ട് അവരുടെ എഞ്ചിനീയർ തിങ്കിങ് അല്ലാത്ത അങ്ങനെ ആളെക്കാൾ. ആയിരിക്കും. അല്ല, അതെ. അവരുടെ ചിന്തയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഈഗോ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ചെയ്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് ഇവര് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് ഇതൊന്നും അത്രത്തോളം വലുതല്ല, നിനക്കത് എത്താനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഈഗോയുടെ ഒരു ഫാക്ടർ കൂടിയാണ് അവിടെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയും മറ്റേ ഫിലിം ഫോട്ടോഗ്രാഫിയും തമ്മിൽ മുന്നേ ഭയങ്കര ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ. അതായത് ക്യാമറ എടുത്ത് ഫോക്കസ് ചെയ്ത് അടിക്കുന്ന അടിയൊന്നും എന്താ പറയാ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ദെൻ വാട്ട് ഹാപ്പൻഡ് നെക്സ്റ്റ് എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. കൊടക്കിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ആ ആളുകളുടെ മെന്റാലിറ്റിയിലും ഒരു കൊടക്കുണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും അവർ ഇത്രയും കാലം ഒരു ഇത്രയും കാലം എന്തിലാണോ അവർ ചെയ്തിരുന്നത് ആ സ്റ്റാറ്റസ് കോ ബയാസ് ആളുകളുടെ മെന്റാലിറ്റിയിലുണ്ട്. അതാണ് ശരിക്കും ഈ എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സിന് ഒരു പ്രശ്നമാവുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന റീലുകളൊന്നും മറ്റേ സിനിമാറ്റോഗ്രാഫേഴ്സ് ഇത് മറ്റേ വീഡിയോ പിടിച്ചിട്ട് എടുക്കുന്നതല്ല. ഏതൊരാളും മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് പോലും അതേ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തുക, റീച്ച് ചെയ്യാന്ന് പറയുന്നത് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തിനാ വലിയ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? എന്തായാലും മലയാളികളാ കാണാനുള്ളത്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഒരു 50,000 ആളൊക്കെ കാണൂ. കാരണം ടോപ്പിക്കിന്റെ ഒരു കട്ടി അപ്പൊ വലിയ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാലും ഞങ്ങൾ വലിയ അപ്രീഷിയേറ്റ് ക്യാമറയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ല വർക്ക് ഇട്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. വർക്കിട്ട് നമ്മൾ അല്ല നല്ല സാധനം ഇതിനെന്തെന്നറിയോ? കാണുന്നതിന്റെ ഒരു സുഖം വേറെയാണ്. അല്ല ഇത് ആക്ച്വലി എന്താ വെച്ചാല് കാണുന്ന ഓഡിയൻസിന് ഇപ്പോൾ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണെങ്കിൽ ആ കണ്ടന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാര് എനി ക്യാമറ ക്വാളിറ്റിയിൽ കാണും, എനി എഡിറ്റ് ക്വാളിറ്റിയിലും കാണും.
ഗിവൺ ദാറ്റ് അവർക്ക് ആ റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഞാൻ ശരിക്കിന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു ഭാഗം ഇതാണ്. അതായത് നമ്മൾ എനി സോഷ്യൽ ഇമ്പാക്ട്, എനി ടെക്നോളജി ഇത് വരുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ്. അതില് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, പല ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ആൾക്കാരുണ്ട്, പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കിത് കൂടുതൽ മനസ്സിലാവുന്ന തുടങ്ങുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് ഓരോ സോഷ്യൽ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് പെർസ്പെക്റ്റീവ് നിന്നാണോ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്, ആ പെർസ്പെക്റ്റീവിലാവില്ല ചിലപ്പോൾ ആ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതെ. എന്നിട്ട് ഇവര് ചിലപ്പോൾ ആ ടൈറ്റിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ വന്നിട്ട് തെറി പറയും. പക്ഷെ അത് ഒരു നെഗറ്റീവ് ടൈറ്റിൽ ഇട്ടാലേ ഓടൂ എന്നുള്ള ഒരു നിവൃത്തികേട് നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ വലിയ പോസിറ്റീവ് ടൈറ്റിൽ ഇട്ടാല് ഞാൻ പോലും ചിലപ്പോൾ ക്ലിക്ക് ചെയ്യില്ല. അത് മീൻസ് മറ്റുള്ളവരെ കുറ്റം നെഗറ്റീവ് മാത്രമല്ല, കമന്റ് ഞാനും ക്ലിക്ക് ചെയ്യില്ല. അതെ, നിങ്ങളുടെ എൻഗേജ്മെന്റ് കൂടി നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ കണ്ടാൽ അത് മതി. അല്ല ഓരോ തെറിയും ഇതെന്താ നമുക്കുള്ള വോട്ടാണെന്ന് വിചാരിച്ചാൽ മതി. അല്ല ഇതിലെന്താന്നറിയോ? ഇത് അങ്ങനെ ചിന്തിക്കുമ്പോ രസാണ്. പക്ഷേ നമുക്ക് ഇതിൽ നിന്നൊന്നും നമ്മളെ പുറത്താക്കിയിട്ട് കാണാൻ പറ്റില്ല. ലൈക്ക് ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ അധികവും ശ്രമിക്കാറുള്ളത് പോട്ടെ അവൻ ആ ടൈറ്റിൽ കണ്ടിട്ട് പറഞ്ഞായിരിക്കും. കണ്ടിരുന്നെങ്കിൽ അവൻ പറയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഓരോ വീഡിയോയും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റാന്ന് പറഞ്ഞാ എന്താച്ചാല്, നമ്മളിപ്പോ സയൻസിന്റെ ഒരു പ്രോഗ്രസ്സിനെ കുറിച്ച് പറയുന്നു. അതിന്റെ താഴെ വന്നിട്ട് "ഉമർ നീ വിശ്വാസിയാണോ?" എന്നാണ് അടുത്ത ചോദ്യം. അപ്പോ ഇത് ഞാൻ വിശ്വാസം അവിടെ ചർച്ച ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചല്ല ചർച്ച. പക്ഷെ അത് വെച്ചാൽ നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വെബാണ് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാ. നമുക്ക് അതില് ഏതെങ്കിലും ഒരു ഭാഗം ഓഫ് ആക്കിയിട്ട് ഇത് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കില് നെസസറിലി ഇതിനെ അഡ്രസ് ചെയ്താലേ നീ ഇത് പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്ത ആൾക്കാരുടെ അകത്തുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് എഐ വരുമ്പോ എഐയെ കുറിച്ചിട്ട് പല പെർസ്പെക്റ്റീവുകളാണ്. ചില ആൾക്കാർക്ക് എഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് സ്കാം ആണ്. അതായത് മണി ചെയിൻ സ്കീം എഐന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ആൾക്കാര് സെൽ ചെയ്യുന്നുണ്ട്. നല്ല പണവും കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കോടിയെങ്കിലും കേരളത്തിൽ അത് ഇപ്പൊ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണ്. ഇത് കുറച്ച് മുന്നേ മെറ്റാവേഴ്സിന്റെ പേരിലായിരുന്നു. എന്നിട്ട് ഒരു മെയിൻ സ്ട്രീം മീഡിയ അതിനെക്കുറിച്ച് ന്യൂസ് ചെയ്തത് മെറ്റാവേഴ്സ് തട്ടിപ്പ് കേരളത്തിലും എന്നാണ്. അത് മെറ്റാവേഴ്സുമായിട്ട് ഒരു ബന്ധവുമില്ല. അവര് എംടിഎഫ് ന്നോ സംതിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മെറ്റാവേഴ്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അങ്ങനെ എന്തോ ഒരു പേരാണ്. ബേസിക്കലി പോൺസി സ്കീമാണ്. മണി ചെയിൻ ആണ്. ഞാൻ പറയേണ്ടത് അത് ഒരു ലെയർ ഓഫ് ഓഡിയൻസിനെ അത് ഹിറ്റ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ടാണ്. മറ്റൊരു ലെയറിനെ അത് ഹിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക് ചെയ്തിട്ട് ഒരു സംഭവമായിട്ട് വരുന്നു. ഒരു റിമാർക്കബിളി ഒരു ചെറിയ ശതമാനമാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഓഡിയൻസിനെ ഇത് ഹിറ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു വാട്ടെവർ ഞാൻ ചെയ്യുന്നതിനെ ആംപ്ലിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ടൂൾ ആണെന്നുള്ള നിലയിലാണ്. അതായത് പലരെ ഹിറ്റ് ചെയ്യുന്നത് പല ലെവലിലാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുള്ളത്. അതായത് ഓൾറെഡി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള, ഓൾറെഡി ഒരു പ്രോബ്ലം സോൾവർ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് ഈ ടൂൾ കിട്ടുമ്പോൾ അയാൾ എന്താണോ ചെയ്യുന്നത് അയാളുടെ സാധ്യതകൾ ഒരുപാട് കൂടി. നേരെ മറിച്ച് ഒരു ജനറൽ മെന്റാലിറ്റിയിൽ ഒരു സർക്കാർ ജോലി കിട്ടണം, ഇനി അല്ലെങ്കിൽ പ്രൈവറ്റിലായാലും ഒരു സെക്യൂർ ജോലി കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്ന് എന്താണോ ജോബ് റോൾ ഉള്ളത് ആ ജോബ് റോളുകളെ എഐ ഹാക്ക് ചെയ്താൽ, അതായത് ഡെഫിനിറ്റ്ലി അത് ആ ജോലിയെ മൊത്തം എടുത്തുകൊണ്ട് പോകണമെന്നില്ല. പക്ഷെ അയാൾ ചെയ്യുന്ന ജോബ് റോളിനെ എഐക്ക് അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ ത്രട്ടൻഡ് ആവുകയാണ്. ആ ത്രട്ടൻഡ് ആയി കഴിഞ്ഞാൽ അയാൾ ആ ഫീലിംഗ് എല്ലായിടത്തും പോയിട്ട് മെഴുകും. ഇത് ഇപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോന്റെ താഴെ ആൾക്കാരുണ്ട്. അതായത് ആ കമന്റിന്റെ സ്റ്റൈല് കണ്ടാൽ അറിയാം. വീഡിയോ ഇട്ടിട്ട് 1-2 മിനിറ്റിനകം 1.5 മണിക്കൂറുള്ള വീഡിയോ കണ്ട് അവൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ്. അപ്പം കണ്ടിട്ടില്ല. അപ്പൊ അവൻ ബേസിക്കലി അത് സമ്മറി കാരണം എടുത്തിട്ടുണ്ടോ? അല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ സബ്ടൈറ്റിൽ പോലും അവൈലബിൾ ആയിട്ടില്ല. അപ്പൊ അതിന്റെയും മുന്നെയാണിത്. അല്ല അവരോട് ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യാനകത്ത് ഈ കീബോർഡ് പോരാളികൾ കുറെ പേരുണ്ടല്ലോ. അതെല്ലാ ഒരു 10 വർഷവും 15 വർഷമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഉം. ഞാനതിനെ കാണുന്ന ഒരു എളുപ്പമുള്ള മെന്റൽ മോഡൽ ഇതാണ്. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വെൽ വിഷേഴ്സ്, നമ്മുടെ ഫാമിലി ഇവരുടെ പുറത്തുള്ള ഫീഡ്ബാക്ക് ഞാൻ നേരെ എടുക്കാറില്ല. നോക്കും. പക്ഷെ മിക്കപ്പോഴും ഒരു ചെവി കൂടെ എടുത്ത് ഒറ്റച്ചൂടെ കളയും. കാണാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള പുതിയ കാര്യങ്ങൾ മിസ്സായി പോയെന്നിരിക്കാം. പക്ഷെ അതിനെ പേഴ്സണലി എഫക്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ ബൈ മീ കോഫിക്കൊക്കെ യുക്രൈനിലൊരു ക്രിയേറ്റർ ഹിറ്റായ പണ്ട് റഷ്യക്കാർ വന്ന് അറ്റാക്ക് ചെയ്യും. റഷ്യയിൽ ഒരു ക്രിയേറ്റർ എങ്ങാനും ബൈ മീ കോഫി ചോദിച്ചത് അപ്പം പറയും നിങ്ങൾ റഷ്യ ഫസ്റ്റ് പ്രോ റഷ്യയാണ്, നിങ്ങൾ ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്ന് പറഞ്ഞ് നമുക്കത് ഇപ്പോൾ പലസ്തീൻ്റെ ഇസ്രായേൽ വാർ വന്നപ്പോൾ ഞാൻ ജിയോ ആന്ന് പറഞ്ഞ് കുറെ ട്വീറ്റ് ഉണ്ട്. നിങ്ങൾ ജിജോ സാറിനെ ജിയോ എന്ന് അടിച്ച് ട്വിറ്ററിൽ അടിച്ച് കാണാൻ പറ്റും. ഞാൻ ജിയോ ആന്ന് പറഞ്ഞു. സംഭവിച്ചെന്ന് വെച്ചാൽ സാം ഓൾട്ട്മാന്റെ ഏതോ ഒരു ഐ എം ജിയോ എന്ന് പറഞ്ഞ ട്വീറ്റ് ഞാൻ റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അത് ആ ഇഷ്യൂ ഉള്ള സമയത്ത് ഇതാക്കിയപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് റഷ്യയിൽ ബൈ മീ ഓഫ് ബ്ലോക്ക് ചെയ്തു. കാര്യം അത് ഞങ്ങൾ ആസ് എ യുഎസ് കമ്പനി നമുക്ക് റഷ്യയിലേക്ക് പേയ്മെന്റ് അയക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ഇപ്പോൾ യുക്രൈനിയൻസ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതിന്റെ
കുറേ ന്യൂസുകളുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യാറുണ്ട്. സോ നമ്മളിത് ദ വേ ഐ സീ ഇറ്റ്, ആൾക്കാരെ ഇപ്പോൾ ഉമർ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോൾ എല്ലാം കാണുന്നത് ആ ഒരു ഫ്രെയിമിലായിരിക്കും. ആ ഫ്രെയിമിലാണ് നമ്മൾ പെടുന്നത്. അതിനനുസരിച്ചാണ് റെസ്പോൺസ്. നമ്മുടെ അല്ല ഫ്രെയിമാണ്. ഇത് അല്ല ഞാന് ഇത് എൻ്റെ ഒരു പേഴ്സണൽ മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു ഭാഗം ഉണ്ടതിന്. പക്ഷെ ഞാൻ അതൊന്നല്ല ഞാൻ ഇത് ആക്ച്വലി പറഞ്ഞു വരുന്നത് എഐയെ കുറിച്ചും മറ്റുമൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ വരുന്ന കമന്റുകൾ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ഓഡിയൻസ് എന്ത് രീതിയിലാണ് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം പറയാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇതൊരു ആംപ്ലിഫയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ടാലന്റ് ഉള്ളത് നമ്മുടെ എബിലിറ്റീസിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഫോർ എ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് പീപ്പിൾ ആൻഡ് ഫോർ ദ അതർ ക്ലാസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് മലയാളീസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് വർക്കിംഗ് ക്ലാസ് അവരിന്ന് ശരിക്ക് ഇതിൽ ഒരു ക്രൈസിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരൊരു ഡൂംസ് ഡേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇത്രയും നേരം നടത്തിയ ചർച്ചയിലും നമുക്ക് ഡൂംസ് ഡേ അല്ല പോസിറ്റീവ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും സ്റ്റിൽ അവർക്ക് എവിടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയുണ്ടാവില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനുണ്ടോ? എല്ലാ ടെക്നോളജിയും ഇപ്പോൾ വേൾഡ് അവസാനിക്കാൻ പോവാന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അത് കമ്പ്യൂട്ടർ കാരണമാണ്, അല്ലെങ്കിൽ 2000 ആയതുകൊണ്ടാണ്. 2000 വർഷമാകുമ്പോഴത്തേക്കും ലോകം അവസാനിക്കും. ഇപ്പം ഒരു യുദ്ധം, ട്രംപ് കയറിയപ്പോൾ, അല്ലെ നമ്മുടെ നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ ഒരു ചെറിയൊരു സാധനം ഇട്ടപ്പോൾ അതോടെ തീരാൻ പോവാന്നുള്ളത്, പുടിൻ വേൾഡ് വാർ തുടങ്ങിയപ്പോൾ, എല്ലാ കാലത്തും അത് ആൾക്കാർക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളത് ചെയ്യും. അറ്റ് സം പോയിന്റ് സംഭവിക്കുകയും ചെയ്യും എന്തെങ്കിലും കാരണം കൊണ്ട്. അപ്പോൾ ഒരു പാർഷ്യലി കറക്റ്റാണ്. എപ്പോഴൊക്കെ വേൾഡ് അവസാനിക്കാനുള്ളൊരു ഇവന്റ് ഉണ്ടായേക്കാലോ. ഇപ്പോൾ കോവിഡിന്റെ വേറെ വലിയ വേരിയന്റ് ഓഫ് കുറച്ചുകൂടെ ഡെഡ്ലി ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള സാധനം ചിലപ്പോൾ അവിടെ തീർന്നു. പക്ഷേ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ക്യാൻ വി ലിവ് എ ലൈഫ് ബീങ് അഫ്രൈഡ് ഓഫ് ദ ഇന്നെവിറ്റബിൾ എൻഡ് ഓഫ് ദ വേൾഡ്? അത് എനിക്ക് പറ്റില്ല. ആൻഡ് ഐ വുഡന്റ് റെക്കമെൻഡ് എനിവൺ ടു ഡു ദാറ്റ് ആസ് വെൽ. ഇലോൺ മസ്കിനെ പോലത്തെ ആൾക്കാർ ഇത് നടക്കുമെന്ന്, ഇതിൽ കുറച്ചൊരു പ്രോഫിറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇലോൺ മസ്കിന് ഇത് സ്പേസ് എക്സ് വിൽക്കാനുള്ള ഏറ്റവും തുടക്കത്തിൽ ഉള്ളൊരു കാര്യമായിരുന്നു ഇത്. നമ്മുടെ ലോകം അവസാനിക്കാൻ പോവാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാവും, വേൾഡ് കഴിഞ്ഞ ആഴ്ചയുടെ പുള്ളി അദ്ദേഹം പറഞ്ഞു there's going to be a world extinction event by war or otherwise or AI. 10 വർഷം മുമ്പ് AI നെ കുറിച്ച് അദ്ദേഹം പേടിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ മൾട്ടി പ്ലാനറ്ററി ആവണം, 2 പ്ലാനറ്റിൽ ജീവിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത്. there must be some truth in that. പക്ഷെ എങ്ങനെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അത് എഫക്ട് ചെയ്യുക? ഒരു രീതിയിലും അത് എഫക്ട് ചെയ്യുന്നില്ല. മേ ബി വി ക്യാൻ മേക്ക് സം പ്രോഗ്രസ്, സേഫർ ആക്കാൻ നോക്കാം, അല്ലെ മൾട്ടി പ്ലാനറ്ററി എഫേർട്ട് ഇടാൻ നോക്കാം, സ്പേസ് വർക്ക് ചെയ്യാൻ നോക്കാം. പക്ഷെ അതിന് പുറമെ അങ്ങനത്തെ ചിന്തകൾ, നമ്മുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിന് പുറമെയുള്ള ചിന്തകൾ നമ്മളൊരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ കേട്ടിരുന്നിട്ട് നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ്, വർക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ സാഹചര്യം ബെറ്റർ ആക്കുന്ന കാര്യം, നമ്മുടെ ചുറ്റുമുള്ളവരുടെ സാഹചര്യം ബെറ്റർ ആക്കുന്ന കാര്യം, നമ്മൾ കൂടുതൽ പഠിക്കുന്ന കാര്യം, അതിലാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവിടെയാണ് കൂടുതൽ എനർജി മനുഷ്യന്മാർ ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. rather than നമ്മുടെ കൺട്രോളിന് പുറമേയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ അതില് someone ഇപ്പൊ അവരുടെ ഒരു കരിയറിന്റെ ലൈഫിനെ അവർക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ, കമ്പ്യൂട്ടർ ശരിക്കും ഹിറ്റായത് 90s-ലാണ്. അതിനുശേഷമാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ടു തുടങ്ങിയത്. നിങ്ങൾ മാർക്കറ്റിലേക്ക് പോയി ചുറ്റും നോക്കുകയാണെങ്കിൽ അവിടെ ബാർബർ ഷോപ്പുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ, അല്ല കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 90s-ന് മുമ്പുള്ള കുറേ ബിസിനസ്സുകൾ ഇനിയും പോകും. ഇപ്പോൾ സ്പോർട്സ് കളിക്കുന്നത് കളിക്കാൻ നമുക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചെസ്സിൽ ഓൾറെഡി കമ്പ്യൂട്ടേഴ്സ് മനുഷ്യന്മാരെക്കാളും ബെറ്റർ എന്ന് വെച്ചാൽ, നമ്മൾ കമ്പ്യൂട്ടർ ചെസ് കളിക്കുന്നത് കാണുന്നില്ല എന്നുള്ളൊരു സേയിങ് ഉണ്ട്. സെയിം തിങ്, എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നത് കാണുന്നു, തോക്കുന്നത് കാണുന്നു ഒക്കെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ആഴ്ചയിലും മാഞ്ചസ്റ്റർ ഇങ്ങനെ തോക്കുന്നു, അതിൽ വിഷമം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇത് രസമുള്ള കാര്യം. അത് എവിടെ കൊണ്ടുപോകില്ല. അപ്പോൾ സ്പോർട്സ് അവിടെ ഉണ്ടാവും, നമ്മൾ ലക്ഷറി കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, ഹ്യൂമൻ സർവീസ് ഉണ്ടാവും. ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റിയ അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, സെക്സ് വർക്കേഴ്സ് എവിടെയും പോകാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇസ് ഗോണ റിപ്ലേസ് ദാറ്റ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കുറേ ഏരിയകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ഏരിയകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള സർവീസ്, ഹ്യൂമൻസിന്റെ വളരെ ഇൻവോൾവ്മെന്റ് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ഷോഫർ ആണെങ്കിൽ, ഒരു കാർ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ പ്രീമിയം സർവീസ് വേണ്ടെടുത്ത്. കാര്യം AI കാർ ഓട്ടോമാറ്റിക് ആയിരിക്കും, പക്ഷെ നമുക്കൊരു ആൾക്ക് വേണ്ട സർവീസ് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ ചെയ്തു വരുന്നില്ല. അപ്പോൾ അതേപോലെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ഇപ്പോൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വൈറ്റ് ഹൗസിലെ മട്ടമന്തി എല്ലാവർക്കും ഉണ്ടാക്കിക്കൂടായിരുന്നോ? എന്താ വൈറ്റ് ഹൗസ് തന്നെ അത്രയും നല്ല മട്ടമന്തി കിട്ടുന്നത്? അപ്പോൾ ചില കാര്യങ്ങളിൽ അവിടെ ആർട്ടിസൻ ക്വാളിറ്റി ഉണ്ടാവും, നമ്മൾ കൂടുതൽ പേ ചെയ്യും. സോ അതവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം AI ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. there are known AI opportunities around us.
അപ്പോൾ ഡിസ്റപ്റ്റഡ് ആവാത്ത സ്പേസുകളിൽ നമ്മൾ റിയലി ഗുഡ് ആവാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബേസിക്കലി ഇതിലെന്താന്നറിയോ? ഇപ്പോൾ ജിജോ പറഞ്ഞ പോലെ എന്ത് പുതിയ ടെക്നോളജി വരുമ്പോഴും അതിൻ്റെ ഒരു സോഫിസ്റ്റിക്കേഷന് ഒരു പ്രീമിയം ബില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്കതിനെ പേഴ്സണലൈസ് ചെയ്യുന്നതിൽ അതിലൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം മനുഷ്യർക്ക് എപ്പോഴും അതുണ്ടല്ലോ. നമുക്ക് മറ്റൊരാളുടെ കോപ്പി ആവാനല്ല ഇഷ്ടം. പകരം യുണീക്ക് ആവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. ഈ ലക്ഷറി പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ അതിലാണല്ലോ. അതായത് ശരിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിക്കണം. ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് ഞാനെന്ന് കാണിക്കണം. അപ്പൊ അതിന് കുറേ വഴികളുണ്ട്. ലക്ഷറി പ്രൊഡക്ട്സ് ഒരു വഴിയാണ്, വാഹനങ്ങൾ ഒരു വഴിയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനിയുള്ള കാലത്തും നല്ല ഒരു ബിസിനസ് ആയിരിക്കും. ഈ ലൈക്ക് ഫുട്ബോള് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മള് എനി കൈൻഡ് ഓഫ് സ്പോർട്സ് ഇപ്പൊ ഇവൻ ലൈവ് സ്ട്രീമിൽ നമ്മൾ ഗെയിം കണ്ടെക്കുന്നില്ല. ഞാനത് ആലോചിച്ചിട്ടുണ്ട്. ഈ വേറൊരുത്തൻ ഗെയിം കാണുന്നത് എന്തിനാ? ഞാൻ കാണുന്ന ഞാൻ കളിക്കുകയാണെങ്കിൽ ഫൈൻ. ബട്ട് ദെൻ വലിയൊരു മാർക്കറ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. കേരളത്തിൽ നമ്മൾ നിന്ന് ഫുട്ബോൾ അറിയപ്പെടുന്ന ചില സെലിബ്രിറ്റികളൊക്കെ നമ്മൾ പബ്ജി ഗെയിം കളിച്ചിട്ട് സെലിബ്രിറ്റി ആയി. പബ്ജിയിൽ എക്സ്പെർട്ട് പബ്ജി കളിക്കുന്ന കാണുന്നത് ശരിക്കും കുറച്ചുകൂടെ മീനിങ് ഫുൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ നമ്മൾ കളിക്കുന്നത്. അല്ലല്ല ഞാൻ പറഞ്ഞ അതെല്ലാം ഒരു വലിയ മാർക്കറ്റ് ആണല്ലോ എന്നുള്ളത് പറയാം. അതായത് എല്ലാവർക്കും ഒരേപോലെ അത് റെസൊണേറ്റ് ചെയ്തോളണമെന്നില്ല. ബട്ട് ദെൻ അതൊരു വലിയ മാർക്കറ്റ് ആണ്. തീർച്ചയായിട്ടും. ദിവിചേട്ടൻ എന്തോ പറയുന്നുണ്ടായിരുന്നു? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് പറയുന്നൊരു പോയിന്റ് ഉള്ളൂ. ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. ഒരുപാട് പേര് നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ്, മറ്റുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഉള്ള വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. നമുക്കിവിടെ വേണ്ടത് വലിയൊരു ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പിന്നെ എന്താണ് പ്രശ്നം ഇവിടെ ഉണ്ടെങ്കിലും, ഇപ്പൊ ഫ്ലഡ് വരുന്ന സമയത്തായിക്കോട്ടെ, കോവിഡ് വരുന്ന സമയത്തായിക്കോട്ടെ, ഇതെല്ലാം മഹാമാരി കാലത്ത് എല്ലാവരും ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് അൻപോട് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു കളക്ഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇവിടുന്ന് അത്രയും ആൾക്കാർ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് കൊണ്ടുവന്ന് അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളം ഈ കമ്മ്യൂണിറ്റി വൈസ് ഭയങ്കര എന്താണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനെ ഞാനൊരു മഹാമാരി പോലെ തന്നെയാണ് കാണുന്നത്. ബിക്കോസ് ദിസ് അവയർനെസ് ആൾക്കാരിലേക്ക് പ്രോപ്പർലി എത്തിക്കുക എന്ന് പറയുന്നത് ആസ് എ കമ്മ്യൂണിറ്റി വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് ടേക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു അല്ലെങ്കിൽ ഒറ്റ പോയിന്റ് എനിക്ക് പറയണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഹ്യൂമാനിറ്റി പുതിയ, അതായത് ഇപ്പൊ ഒരു ഇങ്ങനത്തെ പേമാരി വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ AI കാലത്ത് നമ്മൾ ഹ്യൂമാനിറ്റിയെ പുതിയ മോഡലിൽ റീഇൻവെന്റ് ചെയ്യുമെന്നല്ലേ ദിവിചേട്ടൻ പറഞ്ഞേ? തീർച്ചയായും. കാര്യം ഈ മൈൻഡ് സെറ്റ് ടു അഡാപ്റ്റ് ദ ചേഞ്ച് മാത്രമാണ് ഇപ്പോഴത്തെ ചലഞ്ച്. വേറെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ നാടിന്. മൈൻഡ് സെറ്റ് നമുക്കൊരു സ്കിൽ ഉണ്ടാക്കാൻ 10-60 ദിവസം ഇത് ചെയ്യണം. നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാകാൻ 10-21 ദിവസം നിൽക്കണമെന്ന് പറയും. മൈൻഡ് സെറ്റ് മാറാനായിട്ട് ഒറ്റ ദിവസം മതി. സീരിയസ്ലി പറയണം, മൈൻഡ് സെറ്റ് ക്യാൻ ബി ചേഞ്ച്. ആൻഡ് പോഡ്കാസ്റ്റേഴ്സ് ലൈക്ക് യു, നിങ്ങൾ ആ മൈൻഡ് സെറ്റിന്റെ ചേഞ്ച് കൊണ്ടുവരാനുള്ള സന്ദേശവാഹകരാകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? തീർച്ചയായിട്ടും. അല്ല ഇതിലെന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ ഇതെല്ലാം നമ്മൾ ഇത്രയും നേരം എനിക്ക് തോന്നുന്നു കുറച്ചധികം സമയമായി. ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാവരും എൻ്റെ ഇതിലുള്ള സ്റ്റേക്ക് എന്താന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാനൊരു ടെക്നോളജി എഡ്യൂക്കേഷൻ കമ്പനി റൺ ചെയ്യുന്നതുകൊണ്ട് ടെക്നോളജിയെ കൂടുതൽ വിറ്റാൽ എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും. കാരണം ഫിയർ വിറ്റാൽ സൊല്യൂഷൻ വിൽക്കാമല്ലോ എന്നുള്ള ഒരു ആംഗിൾ ഉണ്ട്. ബട്ട് ദെൻ ഇതൊന്നും ചെയ്യാത്ത കാലത്തും നമ്മൾ ലൈക്ക് ഈ കമ്പനി ഇല്ലാത്ത കാലത്തും ഇതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതായത് വേറിട്ട് നിൽക്കുന്നത് മനുഷ്യന് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വേറിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ്. അതായത് എന്നെ സ്പെസിഫിക് ആയിട്ട് ഓക്കെ ഒരു റിലയബിൾ പേഴ്സൺ ഈ വിഷയത്തിൽ ഇയാൾ പറയുന്നത് കേൾക്കാം, ആ ഒരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡന്റിറ്റിയാണ് എനിക്ക് അങ്ങനെ ഷോ ഓഫ് വളരെ നല്ല പോയിന്റാണ്. നമുക്ക് ഒരാളെ ഫോളോ ചെയ്യല്ല നമ്മൾ ചെയ്യുക. നമ്മളൊരു ഐഡിയ ആര് പറഞ്ഞാലും നമ്മൾ വായിക്കുകയല്ല ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും കേൾക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെന്നുള്ളത്. അതേപോലെ ഉമറിന് ഫോളോയിങ് ഉണ്ടാവും. ഒരു 1,00,000 പേരോ 2,00,000 പേരോ അല്ല ഒരു 10,000 പേരോ 100 പേരായിക്കോട്ടെ. ഉമർ ഇറക്കുന്നത് എന്തിറക്കിയാലും അത് കേൾക്കാനുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. സോ അവർ നിങ്ങളെയാണ് ഫോളോ, നിങ്ങളുടെ വ്യൂ പോയിന്റിലൊക്കെ അവർ ഇൻവെസ്റ്റഡ് ആണ്, അത് മാറുന്നതിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അതിൽ ഭയങ്കര വാല്യൂ ഉണ്ട് അവിടെ. അവർ ഇൻഡിവിജ്വലിന്റെ വാല്യൂ. ഞങ്ങൾ ബൈ മീ കോഫി തുടങ്ങുന്ന ഒരു വലിയ ഫിലോസഫി ഇതായിരുന്നു. ഇനി പവർ ഇൻഡിവിജ്വൽസിലേക്ക് പോവുകയാണെന്നുള്ളത്. ആൾക്കാർ കമ്പനീനെ ഫോളോ ചെയ്യുന്നതിനേക്കാളും ആൾക്കാരെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ടെസ്ലയുടെ ട്വിറ്റർ പേജ് അല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഇലോൺ മസ്കിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഈവൻ ഇലോൺ മസ്കിനെ ഫോളോ ചെയ്യുന്നത്. അതെ, നമ്മൾ സാം ആൾട്ട്മാന്റെ ട്വിറ്റർ അക്കൗണ്ട് നിറഞ്ഞ ട്വീറ്റ്സ് ആണ് വായിക്കുന്നത്. അതിലാണ് വാല്യൂ ഇരിക്കുന്നത്. ആൻഡ് ദർ ഇസ് ലൈക്ക് ഇപ്പോഴത്തെ ഈ ഒരു അറ്റൻഷൻ, ഈ സ്ക്രീൻ ടൈം ഇത്ര ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം നമ്മളുടെ ആ രീതിയിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഒറിജിനാലിറ്റി മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ.
ചിലപ്പോൾ അതൊക്കെ പോയേക്കാട്ടെ. ഇനിയിപ്പോൾ ഫുൾ എഐ കോണ്ടന്റ് ഒക്കെ ആൾക്കാർ ഇരുന്ന് ഫുൾ എഐ വീഡിയോ കണ്ടോണ്ടിരുന്ന ഇപ്പൊ എന്റെ പ്രായമായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അയക്കുന്ന വീഡിയോ ഒക്കെ കുറെ എഐ ആയിട്ടുണ്ട് ഇപ്പോൾ. സോ ഈ വിൻഡോ നമ്മൾ ബട്ട് ഉപയോഗിക്കണം. Yeah. അത് ഞാനൊരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാട്ടോ കാണുന്നത്. കാരണം എന്താ വെച്ചാല് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എഐ ആണെന്ന് കണ്ടാൽ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഞാനൊരു എഐ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ ആ വീഡിയോ എഐ ആണെന്ന് എവിടെയെങ്കിലും ഒരു ഫീൽ വന്നാൽ അപ്പം സ്കിപ്പ് ചെയ്യും. തീർച്ചയായിട്ടും എനിക്ക് അപ്പോൾ താല്പര്യമില്ല കാണാൻ. ഞാൻ നോക്കുന്ന അടുത്ത ചിലർക്ക് ഹ്യൂമൻ വ്യത്യാസം ബീയിങ്ങിനോടാ കണക്ട് ചെയ്യും. മനസ്സിലാവുന്നില്ല. ചിലർ 1000 കുട്ടികൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നു 1000 കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു നല്ല വീഡിയോ ആണല്ലോ. അവർ എ എന്ന് വിചാരിക്കുന്നേ ഇല്ല. എന്റെ പ്രായമായിട്ടുള്ള അമ്മച്ചി ആ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അമ്മച്ചി വിചാരിക്കുന്നത് ശരിക്കും 1000 കുട്ടികൾ ഈശോ ചിരിക്കുന്ന വീഡിയോ ഒക്കെ അയച്ചു തരാറുണ്ട്. അമ്മച്ചിയുടെ വിചാരം ശരിക്കും ഇത് ഈശോനെ ചിരിപ്പിക്കുന്നത് എന്തോ സാധനമാണെന്നുള്ളതാണ്. അന്ന് ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള അപ്പൊ എ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പൊ മനസ്സിലാവാത്തവർക്ക് അത് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇൻഡിവിജ്വൽസിനാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഫോളോ ചെയ്യുന്നത്, അല്ലാതെ കമ്പനികളെ അല്ല ഫോളോ ചെയ്യുന്നത്. കമ്പനി ഒരു കൺസ്ട്രക്ട് ആണ്, ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു 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 ലീഗൽ എൻറ്റിറ്റിയാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ന് ആൾക്കാരെ ഇ- ഇ- ഇന്നത്തെ ഉപയോഗിക്കുന്ന കാലത്ത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാ. വ്യക്തികളെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള. തീർച്ചയായിട്ടും അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് സോഴ്സുകൾ നന്നാക്കുന്നത് എനിക്ക് അതുകൊണ്ട് അറിയാവുന്നില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് സോഴ്സ് ഉണ്ട്. ഇപ്പൊ ഉമറിന്റെ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കൂടുതൽ തവണ ഞാൻ ഇപ്പോഴും ഹാക്കർ ന്യൂസിന്റെ ഹോം പേജ് നോക്കാറുണ്ട്. എന്താ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉം. ടെക് ന്യൂസുകൾ എന്നുള്ള അവിടെ ഒരുവിധം മോഡൽ ഇറങ്ങിയാലൊക്കെ കാണാൻ പറ്റും. റെഡിറ്റിൽ കുറെ നല്ല സബ്രെഡിറ്റ് ഉണ്ട്. ഇപ്പോൾ ലോക്കൽ ലാമ എന്ന സബ്രെഡിറ്റ് ഉണ്ട്. അത് ആദ്യം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായിരുന്നു, പക്ഷേ ഇപ്പൊ LLM കുറിച്ച് മൊത്തം സംസാരിക്കുന്ന ഒരു സ്ഥലമായി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ പിന്നെ നമ്മുടെ KPH വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ കുറെ പോക്കറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ് വേറെ നല്ല ക്വാളിറ്റി ഉള്ള കോൺവെർസേഷൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. സോ അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. കുറച്ച് സമയം ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് യു ബി അപ് ടു ഡേറ്റ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. അത് കുറെ കേട്ടോണ്ടിരുന്ന അവസാനം ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നെങ്കിലും ആലോചിച്ച് തുടങ്ങും ഇവൻച്വലി. ഇനി അത്രയൊന്നും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ നോക്കിക്കോട്ടെ അല്ലേ. തമാശ പറഞ്ഞ. അപ്പോ നമുക്കിത് ഏകദേശം കുറച്ചധികം നേരമായി. നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്കൊന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. നമുക്ക് ഇനിയും ടൈം കിട്ടിയാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നീണ്ടുപോകും. ബട്ട് ദെൻ ഐ തിങ്ക് ഒരു ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ മറ്റൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതാവും നന്നാവുക. ഒരു എൻഡിങ് നോട്ടായിട്ട് ദീപു ചേട്ടന് എന്താണ് പറയാനുള്ളത് വെച്ചാൽ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അല്ല, എനിക്ക് പറയേണ്ടത് ഇപ്പൊ നമ്മൾ എ കുറിച്ച് മാത്രമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് ഓൾസോ മച്ച് പ്രോഗ്രസ് ഹാപ്പനിങ് ഇൻ ദ ബയോളജി, ഫിസിക്കൽ. ഇതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും വളരെ വേഗത്തിൽ റിസർച്ച് പ്രോഗ്രസ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ കൺവേർജൻസ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫ്യൂച്ചർ. മുമ്പിലേക്ക് വരുന്ന സമയത്ത് മാത്രമല്ല, നമുക്ക് ബയോളജിക്കൽ വേൾഡും ഫിസിക്കൽ വേൾഡും ഡിജിറ്റൽ വേൾഡും ഒക്കെ ഉള്ളൊരു കൺവേർജൻസിലേക്കാണ് നമ്മുടെ വേൾഡ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൗണ്ടേഷണൽ നോളജ് ഇൻ മാത്തമാറ്റിക്സ്, ഇൻ ഫിസിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഫൗണ്ടേഷൻ നോളജ് ഒന്നും ഭയങ്കര വാല്യുബിൾ ആയിട്ട് മാറുന്നൊരു സ്ഥലത്തായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഗ്ലോബലി സ്കെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫൗണ്ടേഷൻ സ്ട്രെങ്തും ഈ ഫിസിക്സും ഈ ടെക്നോളജി ഒക്കെ പഠിക്കുന്നതിലാണ് ഇന്നും. അതാണ് നമ്മൾ. പക്ഷേ ഇത് ഔട്ട്സോഴ്സ് ചെയ്ത് ചീപ്പ് ആൻഡ് ലോ ക്വാളിറ്റി ലേബർ ആയിട്ട് ഇവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എപ്പോഴും ഫാമിൽ കൊണ്ടുവന്ന് ഈ ഒരു മീഡിയോക്കർ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഇന്നത്തെ നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് പ്രോപ്പറായിട്ട് കോൺഫിഡൻസിൽ എടുക്കാനായിട്ട് പറ്റണം. അവരത് പ്രോപ്പറായിട്ട് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുകയാണ് എങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അവർ ടൈം. നമുക്ക് ഏറ്റവും ഇതായിട്ട് മുമ്പിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വേൾഡ് തന്നെയാണ് ഇനി മുന്നിലേക്കുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് മുന്നിലുണ്ട്. അതെ അതെ, തീർച്ചയായും. നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ നമുക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് പറ്റുന്ന മലയാളികളായിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റണം. ആൻഡ് ദാറ്റ് വിൽ ആക്ച്വലി കമ്മിങ് എപ്പിസോഡ്സിൽ നമ്മളത് ചെയ്യണം. എനിക്കൊന്ന് ജിജോ ഇനിയും വരണം. ജിജോക്ക് ഒരുപാട് ഇനിയും പറയാൻ ബാക്കിയുണ്ടെന്ന് അറിയാം. ഞാനും ദീപു ചേട്ടനൊക്കെ ഇടപെട്ടിട്ട് അത് നശിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒരിക്കലും ഞാൻ വളരെ എൻജോയ് ചെയ്തു ഈ കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയും വരണം. ആൻഡ് ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കോൺവെർസേഷനിൽ ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് കമന്റ് ചെയ്യാം. ഒരു ദീപു ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഡബിൾ ഡൗൺ ചെയ്യുക. നേരത്തെ ജിജോ പറഞ്ഞ പോലെ AI ഉപയോഗിക്കുന്നതിനേക്കാൾ റിസ്ക് ആണ് ഉപയോഗിക്കാതിരിക്കുന്നത്. ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇനി ടെക്നോളജിക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. ബട്ട് ദെൻ ഇന്ന് അതിൽ ഡബിൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കോപ്പ് ഒരുപാട് മാറും. ഈ മേഖല AI വന്നിട്ടുള്ളത് ഇവിടുന്ന് നാളെ മറ്റന്നാളെ പോകും. എന്നിട്ട് നമ്മുടെ ലോകത്തിലേക്ക് തിരിച്ചു വരാൻ ഇത് കോവിഡ് ഒന്നുമല്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ദിസ് ഈസ് ഗോയിങ് ടു ബി ഹിയർ.
നിയർ ഫ്യൂച്ചറിൽ ഇവിടെ ഉണ്ടാവും. പുതിയ മോഡൽ ഇവിടെ ഉണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല ഭാവിയിൽ. വളരെ റാപ്പിഡായിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടൈംസ് അല്ലെങ്കിൽ ടെക്നോളജി ചേഞ്ചുകൾ വന്ന് കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ അത് എൻ്റെ ചാനലിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്റർനാഷണലി. അതിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് സ്റ്റേ അപ്ഡേറ്റഡ്, സ്റ്റേ റെലവൻറ്റ്. താങ്ക് യു.